ലക്ഷ്മീകാന്തേന സാക്ഷാദ്യകുലപതിനാ നിർമ്മിതാ ദ്വാരകേതി പ്രഖ്യാതാ വിശ്വചക്രേ വിലസതി വിപുലാ രാജധാനീ യദൂനാം രാജധാനി വിലസതി. യദുക്കളുടെ രാജധാനി വിലസിക്കുന്നു, ശോഭിക്കുന്നു, വിശേഷം വിലസിക്കുന്നു. ഇപ്പോഴേ വിശേഷിച്ച് കാരണം ഇതുവരെ ഉണ്ടായതുപോലല്ല ഇപ്പോഴത്തെ ആ ശോഭാതിശയത്തെ വല്ലാതെ ശോഭിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം എന്ത്, ഒരു രാജധാനി ഇപ്പൊ രാജധാനിയൊക്കെ ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാലത്തുണ്ടായിരുന്നു. അപ്പൊ രാജധാനിയുടെ കാര്യമൊക്കെ മഹാപരിക്കലാണ്. രാജശബ്ദത്തിന് ഉപയോഗിക്കാൻ പറ്റാണ്ടായിരിക്കുന്നു മട്ടൊക്കെ ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണ രാജധാനി പോലെയല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം തൻ്റെ മധുരാപുരിയില് സമാധാനത്തോടു കൂട്ട് പ്രജകളെ പരിപാലനം ചെയ്ത് സുഖാദിക്ക് കഴിയുന്ന കാലം ഇടയ്ക്കിടയ്ക്ക് ബുദ്ധികളുടെ ഉപദ്രവമുണ്ട്. ഇതൊക്കെ വളരെ ശരിയാണ്. പല രാജ്യത്തും പല പ്രദേശത്തിൽ നിന്നും ഒരു സമാധാനം പറഞ്ഞത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പിടിക്കേണ്ടതുണ്ട്. എപ്പോൾ നോക്കിയാലും പ്രദേശവാസികളും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഏത് വഴിക്ക് പോകണമെങ്കിലും വഴിയൊക്കെ പ്രവേശന കവാടങ്ങളൊക്കെ അടഞ്ഞു താഴെ പറഞ്ഞാൽ ഒരു വിരോധമായി ഇവിടെ വരുമ്പോഴോ ഒന്നാം സമാധാനം എത്തിപ്പെടാനാ വിഷമം. എത്തിപ്പെട്ടിരിക്കുമ്പോൾ നാല് ഭാഗത്തു നിന്നുള്ള ദുർബുദ്ധികളുടെ പരാക്രമങ്ങള് അല്ലാതെ നിരീക്ഷിതരാണ്. എവിടെ നോക്കി പട്ടയ്ക്കാറുള്ള സൂക്ഷിക്കേണ്ട രാജ്യ കപലക്ഷണമൊക്കെ ഇന്നതല്ല. എവിടെ നോക്കിയാൽ വേഷമായിട്ട് പലരിക്കുന്നു, പല രൂപത്തിലും സംഘടിക്കും. അങ്ങനെ വരുമ്പോഴാണ് യാതൊരു സമാധാനം ഇല്ലാണ്ടായിപ്പോ തന്റെ പരമഭക്തന്മാർക്ക് സർവാഭിഷ്ടം പ്രദാനം ചെയ്യാനാണല്ലോ സന്നദ്ധനായിട്ട് ഭഗവാൻ എഴുതിയിരിക്കണേ. പുറപ്പെട്ടു എവിടൊക്കെ പോകണം ശരിയായി. അപ്പോൾ വരാതെ കുറച്ച് നേരം ശരിയാവായ എന്താ കുളിക്കുകയും വെട്ടിക്കുന്നൊക്കെയുണ്ടോ ഇതൊക്കെ സൂക്ഷിക്കേണ്ട സംഘം ഇതാകും. ഒരുമിച്ച് വരുമ്പോ അവരെ കാറ്റിപ്പുറത്തേക്കുമ്പോ അതൊരു ആക്ഷേപവും ധാരാളം പാടില്ല, വിരോധാവാൻ പാടില്ല. എന്താണ് ബഹളം? ഈ ബഹളം കൊണ്ടുവരുമ്പോ അവിടെ ബഹളം വെക്കാൻ കൂടി ഇവിടെ വരുന്നുണ്ട്. സമാധാനം ഇല്ലാണ്ടാക്കാൻ ഇതൊക്കെ ആക്ഷേപം. എപ്പോഴും അധികാരപ്പെട്ട ആളുകൾക്ക് എപ്പോഴും സമാധാനം ചെയ്യാൻ എന്ത് ചെയ്താലും ആക്ഷേപവും, ചെയ്യാനില്ലാലും ആക്ഷേപവും, മൗനിയും ആക്ഷേപവും. എന്താണ് ബഹളം വെക്കുന്നത്? നിങ്ങൾക്ക് ശബ്ദം പോയാൽ പോലെ പറയാനും. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും. അതൊക്കെ ദൂരീകരിക്കണം. എപ്പോൾ നോക്കിയാലും ഭഗവാൻ സമാധാനമില്ല. അങ്ങനെ വന്നപ്പോ യുദ്ധം തന്നെ ജയിക്കാൻ വിഷമങ്ങളാവുമല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് പുറപ്പെട്ട് ദുർബുദ്ധികളായിട്ടുള്ള ജരാസന്ധപ്രവൃത്തികളായിട്ടുള്ള ദുർബുദ്ധികളായിട്ട് രാജാക്കന്മാരെ നിരവധി പ്രാവശ്യം മാറ്റി ഓടിപ്പിക്കുന്നതായി സംഘമായിട്ട് പോകാൻ നോക്കുന്നു. എത്ര വലിയ വലിയായിട്ട് അദ്ദേഹത്തിന് പേടിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വേഗം വിടുന്നത് പനിയിട്ട് എപ്പോൾ തന്നെ പറഞ്ഞേക്കണ ആളുകളുടെ മാത്രം ഭാവം വരുന്നുണ്ട്. അവർക്ക് ആവശ്യമില്ലാത്തവർക്കൊക്കെ പ്രതിരോധിക്കും, ആവശ്യമുള്ളതൊന്നും പ്രതിരോധിക്കില്ല. ഇപ്പൊ ഇതിനെ ഇടയ്ക്കൂടെ കടത്തിയുള്ള ആവശ്യമുണ്ടോ? ഏട്ടങ്ങള് അതാണ് ലക്ഷ്മി അല്ലെങ്കിൽ ഇതൊക്കെ സമാധാനിക്കാം. എത്ര പ്രാവശ്യം ഒരു ബന്ധം കഴിഞ്ഞാൽ വേറെ ബന്ധം വേറെ ഭാഗത്തു കൂടെ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും കിഴക്കും തെക്കും കിടക്കും പടിഞ്ഞാറും മധുരാപുരിക്ക് യാതൊരു സമാധാനമില്ലാതെയും ഭയപ്പോ അധികം ആലോചിച്ചു. ഇനിയിപ്പോ അധികം നേരം വെളിയിക്കല്ല, ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നു. എപ്പോഴും പരിഹാരം ഉണ്ടാവുക അതാണല്ലോ. പല വിഷയങ്ങളും ആക്രമണം ഉണ്ടാവുകയാണെങ്കിലും ആക്രമണങ്ങളെ പ്രതിരോധിക്കല് എളുപ്പത്തിൽ നിൽക്കിച്ചാലും ആ പ്രതിരോധിക്കാൻ കഴിവില്ലാഞ്ഞിട്ടില്ല. പ്രതിരോധിച്ച് അവരെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ കഴിവില്ലാഞ്ഞിട്ടില്ല ഭഗവാൻ വിചാരിക്കലേ ഉള്ളൂ. പക്ഷെ അതല്ല, അവരിൽ നിന്ന് ഭക്തന്മാർക്ക് സമാധാനം ഉണ്ടാവാൻ എന്താ വേണമെന്ന് ആലോചിച്ചപ്പോ ഒരു രാജധാനി വീണ്ടും നിർമ്മിക്കാൻ നിശ്ചയിച്ചു. നിർമ്മാണം അത് എപ്പോഴും ഇവിടെ കിഴക്ക് ഭാഗത്താവും, പടിഞ്ഞാറ് ഭാഗത്താവും, വടക്ക് ഭാഗത്താവും, തെക്ക് ഭാഗത്താവും. ഇവിടെ ഇപ്പോ നിർമ്മാണം ഇല്ലാത്ത കാലം ഉണ്ടായിട്ടുള്ളതാണ്. എപ്പോ നോക്കിയാലും എന്തൊക്കെ ആയിട്ടുള്ള അവിടെ ഉള്ളൂ, അവിടെ ഇറങ്ങാൻ പോണേ ഉള്ളൂ, ഇവിടെ ഒളിക്കേ ഇവിടെ ഒളിച്ചു കഴിഞ്ഞു. അങ്ങനെയും ആക്ഷേപമില്ല. ചെയ്യാതിരിക്കാൻ പറ്റും. ചെയ്താൽ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം, അത് താമസിച്ചാൽ കുറ്റം, എളുപ്പത്തിലായ കുറ്റം. എന്ത് ചെയ്താലും വികാരപ്പെട്ട ആളുകൾക്ക് ആക്ഷേപമുള്ളൂ. അത് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ആലോചിച്ച് കഷ്ടപ്പെട്ട് ഈ രൂപത്തിലാക്കണം. നല്ല പ്രയാസമാണ്, പഠനമൊക്കെ വഴിയുണ്ട്. അപ്പം എന്ത് ചെയ്താലും
പ്രതിരോധം ഉണ്ടാവും, വിമർശനം ഉണ്ടാവും. അതൊന്നും ഒഴിവാവാൻ ഭഗവാൻ വേഗം മായാദേവി വേണ്ട പോലെ വിചാരിച്ചു, വിശ്വകർമാവിനെ വേണ്ട പോലെ ധ്യാനിച്ചു. രണ്ടും പ്രത്യക്ഷമായി. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു രാജധാനി പണിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പണിത് കഴിഞ്ഞാൽ അവിടൊക്കെ മായേ നിന്റെ ആ ആവശ്യമുണ്ട്, ആരും അറിയാതെ കൊണ്ട് ഇവിടെയുള്ള മധുരാനിവാസികളായിട്ടുള്ള സകലരെയും ആബാലവൃദ്ധം യാദവന്മാരെയും ആ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് നിയോഗിക്കണം. ആരും അറിയാനും പാടില്ല, അവർക്ക് തോന്നാനും പാടില്ല. അതാണ് മായാദേവി വിചാരിച്ചു, വിശ്വകർമാവിനെ വിചാരിച്ചു, എല്ലാവരും പ്രത്യക്ഷമായി. സ്വാമി അതിനെ സ്മരിച്ചതിന് സന്തോഷമുണ്ട്. കാരണം അനവധി കാലമായിട്ട് വിചാരിച്ചപ്പോൾ വിചാരിച്ചതിന് സന്തോഷമുണ്ട്. കാരണം തന്നെയൊന്നും അങ്ങനെ കണക്കാക്കാറില്ല, വലിയ കാര്യം വേണ്ടിയിട്ടുള്ള ആളാണ്. പക്ഷെ എന്തായാലും എവിടെ പോവുകയോ എന്താ സൂക്ഷിച്ചൊക്കെ പറഞ്ഞു പ്രവർത്തിച്ചു കൊണ്ടിട്ട് സഹായിക്കുമ്പോൾ ആര് പറഞ്ഞു സഹായിക്കാം. ഇത് ശരിയാ, എനിക്ക് വേറൊന്നും ആവശ്യം. എവിടെയാണോ ഒന്ന് വിചാരിക്കണം, അവിടെയാണോ, വേറൊന്നുമല്ല. പശ്ചിമാബുദ്ധി മധ്യത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, അങ്ങേക്ക് വല്ല ആഗ്രഹങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും കാണാം. നല്ല ഭവനങ്ങളാവണം, നിരവധി മാതാലത്തിൽ നിന്നൊക്കെ സുഖസൗഖ്യമായിട്ട് രമ്യമായിട്ട് അധിവസിക്കത്തക്ക വിധത്തിലുള്ള വിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളോട് പോയിട്ടുള്ളതാവണം. കൽപ്പന കൊടുക്കും. മാത്രമല്ല വിശ്വകർമാവുള്ള സന്തോഷത്തോട് ഇന്ന രൂപത്തിൽ സന്തോഷം എത്രയോ വലിയ വാക്കുകളുടെ സന്തോഷമായി എന്ന് പറയാനാണ്. സന്തോഷം അത് എങ്ങനെയാണ് സമ്യക്കാലമാണുള്ള ദോഷം, അത് വർദ്ധിച്ചിട്ടുള്ള സന്തോഷത്തൊക്കെ പറയുമ്പോഴും അതിനൊരു പരിധി ചെയ്താണെങ്കിൽ വിശ്വകർമാവിനെ എന്തെങ്കിലും വിചാരിക്കേണ്ട ഭഗവാനെന്ന് പറയാൻ കാരണം തന്നെ നിയോഗിച്ചെങ്കിലും തനിക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ, അത് ഭഗവാൻ ഇഷ്ടമാവോ ഒന്നും പറയാൻ പറ്റില്ലോ. അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഉത്സാഹിച്ചു. മാത്രമല്ല പാഠോനിധാനം മധ്യേ, പാഠസ്സുകളുടെ നിധാനത്തിൻ്റെ മധ്യത്തില് അന്തസ്സുകൾ, പാഠസ് വെള്ളത്തിൻ്റെ ആ നിധാനം ഇരിപ്പിടം സമുദ്രം. ആ സമുദ്രമധ്യത്തിങ്കൽ പശ്ചിമാബുദ്ധി മധ്യത്തിങ്കൽ ദ്വാരകായി പ്രഖ്യാത, ദ്വാരക എന്നീ വണ്ണം പ്രസിദ്ധയായിട്ട് ഒരു രാജധാനി നിർമ്മിക്കാനായി കൊണ്ട് സമാരംഭിച്ചു. കുറച്ച് താമസിക്കില്ലേ, എന്തായി നിർമ്മാണം തുടങ്ങിയുള്ളൂ. അപ്പൊ ഈ കാലഘട്ടത്തിൽ കുറച്ച് കാലം കഴിഞ്ഞു ഭരണ വഴിക്കുള്ള പ്രയാസങ്ങൾ, കുടിവെള്ളങ്ങൾ, മാക്കല യാത്രയ്ക്ക് ഇയാളെ ബുദ്ധിമുട്ട്, കുണ്ട് കുഴി വരമ്പ് പറമ്പ് ഇടവഴികളും ഊടുവഴികളും എവിടേക്കൊക്കെ സാധനം കൊണ്ടുവരും പണിയിലും പ്രവർത്തിക്കാനും ഒക്കെ ഭാവി കുറവായിട്ട് സമാധാനം ആർക്കുണ്ടാവുക. നിർമ്മാണത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റായി, നിർമ്മിച്ചില്ലെങ്കിൽ അതിൻ്റെ കുറ്റായി, നിർമ്മാണം കഴിഞ്ഞത് വേണ്ട പോലെ ആയില്ലെങ്കിൽ അതിന് കുറ്റായി. എപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയും യോഗ്യന്മാരാകുമ്പോൾ എളുപ്പത്തിൽ കാര്യം സാധിക്കും. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യം എളുപ്പത്തിലാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ കഴിയുമ്പോഴാ ഒക്കെ അപകടവും ശ്രദ്ധ വേണ്ട പോലെ തിരിഞ്ഞില്ല. ചിലപ്പോൾ കൂട്ടുകൂട്ടുന്നതൊക്കെ കുറവായി വരിക, വേണ്ടതൊക്കെ ചെയ്യാണ്ട് വരിക. ചില നിങ്ങൾക്ക് റെക്കോർഡ് ഇതൊക്കെ കൂടി മനസ്സിലല്ലേ ഇതല്ല ഈ കാര്യം ഏൽപ്പിച്ചാൽ വേണ്ടവർക്ക് എവിടെ അവിടെ നിന്ന് പോയിരിക്കേണ്ട ഒപ്പരിക്കേണ്ട യോഗ്യതയൊന്നുമില്ല. ഒരു മാറി അദ്ദേഹത്തിന് ഒപ്പരിക്കേണ്ട യോഗ്യതയില്ല എന്ന് മാറാം. ഇതുപോലെ ആക്ഷേപം പ്രവൃത്തിക്കാരെ കിട്ടാൻ വിഷമം, കിട്ടിക്കഴിഞ്ഞാൽ പ്രവൃത്തിയില്ല, പ്രവൃത്തിയുടെ കള്ളപ്പണി, അതല്ല ഒന്നും അറിയൂല്ല. ഞാൻ പറഞ്ഞാൽ ഉപദേശിക്കാൻ പുറപ്പെട്ട ഉപദേശിച്ചാൽ അത് കുറ്റക്കാരനായി. ഉപദേശം കേട്ട് സ്വീകരിച്ച് അത് വേണ്ട പോലെ പ്രാവർത്തികാക്കി തീർക്കാനുള്ള കഴിവുണ്ടെങ്കിലും ചെയ്യാനുള്ള മടി, ആരോഗ്യക്കുറവ്, പല കുറ്റമുണ്ടാവും. ഇതൊക്കെ എന്തിനു പുറപ്പെട്ടാലും സർവ്വസാധാരണമാണ്. അതിനൊന്നും ഒരുക്കിയില്ല. ഇതാണല്ലോ വിശ്വകർമാവിൻ്റെ യോഗ്യത. അദ്ദേഹം ഭഗവാൻ ഇഷ്ടാവാനും സുഖ സൗകര്യങ്ങൾ വേണ്ട പോലെ ആയിത്തീരാനും സജ്ജമാക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് ഒരു രാജധാനി ഉണ്ടാക്കി. മനസ്സുകൊണ്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഇവിടെ എന്തായാലോ ഒരുവിധം പണി കഴിഞ്ഞു. ഗൃഹപ്രവേശം തുടങ്ങി, ഗൃഹപ്രവേശം കഴിഞ്ഞു ചോദിച്ചാൽ പോലെ. അതല്ല, അനവധി ഭവനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പറയാമെന്നല്ലാതെ മുഖ്യനാണ്, കൽപ്പന കൊടുക്കും, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ളൂ, ഒന്നും ആയിട്ടില്ല, കൊടുത്തില്ലേ, അവ കൊടുക്കാൻ പുറപ്പെട്ടില്ല. എന്തിനു പുറപ്പെട്ട ആക്ഷേപം എന്നാ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പോലെ കൊടുക്കുന്നു വരേണ്ട ആവശ്യമുണ്ടോ? എന്തായിട്ട് ഇവിടെ ഇവിടെ എന്താ ഒന്നുമില്ല, വെക്കൂ, കുറെ കഴിഞ്ഞേ വെക്കൂ. ചിലപ്പോൾ ഭവനങ്ങൾ കിട്ടാൻ വേണ്ടി മോഹിച്ചിട്ടുണ്ടാവുണ്ടോ? അത് കുട്ടികളൊന്നുമില്ല, കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നശിപ്പിക്കും. ഇതൊക്കെ നേരം വൈകി ഒന്നും വേണ്ട നിശ്ചയിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ആ മധുരാപുരിയിൽ നിന്ന് ഭഗവാന്റെ കൽപ്പന എങ്ങനെയാണോ അർത്ഥവത്താക്കി തീർത്ത് ദ്വാരകാപുരി നിർമ്മിക്കുന്നത്, അതിന് പാകത്തിന് രമ്യഹർമ്മ്യങ്ങളായിട്ടുള്ള ഭവന സമുച്ചയങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഭവനം
ഒരു ഭവൻ എന്ന് പറയുന്നത് കൊട്ടാരം. രാജധാനിയിലൊക്കെ പറയുമ്പോൾ വിവിധാലക്കാര വിഗ്രഹങ്ങളായി, വിധരത്വങ്ങളെ കൊണ്ട് അലങ്കൃതങ്ങളായി, നവ്യങ്ങളായി, നൂതനങ്ങളായി, അമ്പരരൂപ്യങ്ങളായിട്ടുള്ള ഭവന സൗധങ്ങളെ കൊണ്ട് വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ആ രാജധാനി ഇതിനു മുമ്പുണ്ടായിട്ടുള്ള അവർ അത്രയും കേമാവുന്നു. അത് എനിക്ക് ഇഷ്ടമാവുന്നു. അതൊക്കെ മനസ്സിലുണ്ടായിട്ട് കണ്ണൻ വിളിച്ചു കണ്ടു. അവിടെ 1, 2, 3, 4 മുതല് കിടങ്ങ്, ഗോപുരങ്ങള്, മാത്രം ആനപ്പന്തി, കുതിരപ്പന്തി, കേൾവീഥികൾ, ഉദ്യാനങ്ങള്, ക്രീഡാപർവ്വതങ്ങള്, ലതാവിധാനങ്ങള്, മന്ത്രശാലകള്, തത്വശാലകള്, അർച്ചനാഗ്രഹങ്ങള്, ഭോജനാലയങ്ങള് എന്നൊക്കെ ആലാരവൃദ്ധം എല്ലാവർക്കും അഭ്യസിക്കത്തക്ക വിധത്തില് സുഖ സൗകര്യങ്ങളായിട്ട് എഴുതിലാമാണികള് എല്ലാം കൊണ്ടും ഭവനങ്ങൾ കേമായി തീർന്നു. നന്നായി താൻ വിചാരിച്ചത് കേട്ടു. ഭഗവാനും ഇഷ്ടാവണ്ടേ? ഭഗവാനെടുത്ത് പോയിട്ട് വർദ്ധിച്ചു. പ്രഭോ, അടിയൻ കൽപ്പന പ്രകാരം ഭവനം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അങ്ങേക്കത് അസൗകര്യം എങ്ങനെയാണ് വേണ്ടത് അത് അറിയിച്ചു കഴിഞ്ഞാൽ വേണ്ട പോലെ ചെയ്യാം, പ്രസാദിക്കണേ. വളരെ വളരെ ഭക്തിപൂർവ്വം വിശ്വകർമാവ് ഭഗവാനെ ധരിപ്പിച്ച് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ നോക്കിയപ്പോഴോ അദ്ദേഹത്തിൻ്റെ പരമഭക്തനും കൂടി അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം അർത്ഥവത്താക്കി തീർക്കാൻ അദ്ദേഹത്തിന് കൂടി സമ്മർദ്ദമുണ്ടോ? ഒരു പ്രയാസം ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഇഷ്ടമായി മാത്രമല്ല, വിചാരിച്ച പോലില്ല. ഭവനങ്ങളൊക്കെ നന്നായി വേണ്ടിയില്ല. ചിലപ്പോൾ ഭവനം നന്നാവും. അത് താമസിക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. എത്ര എന്തായാലോ ഭവനം 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 കെട്ടിയോ നൽകുമോ കേട്ടോ? അപ്പോൾ അവിടെ ഇരിക്കും മുമ്പത്തെ പിരിക്കാൻ വേണ്ടി സമാധാനം കേട്ടോ. എത്ര ആലോചിക്കുന്നില്ലേ? സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്. ഭവനം കേമാണ്, സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടിയാണല്ലോ ഭവനം. അതും വേണ്ടതാണെങ്കിൽ അതാണ് ഭഗവാന്റെ ആ വിശ്വാസം, അദ്ദേഹത്തിനുള്ള ഭക്തി കാരണം താൻ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹത്തിന് ഇഷ്ടം ഉപയോഗപ്പെടുത്തായി തീരണം എന്നുള്ള പ്രാർത്ഥനയോട് ചെയ്യുകൊണ്ട് വിവിധാലങ്കാര വിചിത്രങ്ങളായിട്ടുള്ള നവ്യങ്ങളായിട്ടുള്ള രമ്യങ്ങളായിട്ടുള്ള പ്രകൃതിരമണീയങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളെ കൊണ്ട് ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഭവന സമുച്ചയങ്ങളെന്ന് ഒരു വാക്യത്തിൽ പറയാനേ പറ്റുള്ളൂ. അതാണ് മഹിതങ്ങളായിട്ടുള്ള മണിമയൂഹങ്ങളുടെ ആവലികളെ കൊണ്ട് സങ്കരോത്ഥങ്ങളാണ്. നിസ്സാരമല്ല, ശ്രേഷ്ഠങ്ങളായിട്ട് രത്നങ്ങളാണ്. ആ രത്നങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങളെ കൊണ്ട് എന്താ കയ്യിൽ കിട്ടിയേക്കുന്നത്? എവിടേക്കാ കൊണ്ടുപോണേ? നന്നായി വരണം തോന്നിയില്ല. അതൊന്നും മനസ്സിലാക്കി അതേപോലെ താമസിക്കാതെ വെച്ചങ്ങനെ മഥുരാപുരിയിൽ എങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് സൗഹാർദ്ദമായിട്ട് കഴിഞ്ഞു അതേപോലെ തോന്നിപ്പിക്കുന്നുള്ളൂ. തൻ്റെ ഭവനം തന്നെയാണ് തോന്നിപ്പിക്കണം. അതൊക്കെ അതാ മായാദേവി വിചാരിക്കാൻ കാരണം ഭവനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും അതിൻ്റെ തേജസ്, അതിൻ്റെ ശോഭാതിശയം അതിങ്ങനെ കേമായിട്ട് കാണും. അതാണ് മഹിതങ്ങളായിട്ടുള്ള മണിമയൂഹങ്ങളെ കൊണ്ടുള്ള ആവലികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി ബുദ്ധിമാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിൽ ചിന്തിച്ചാലും മനസ്സിലാക്കി കഴിഞ്ഞാലും അതിൻ്റെ മനോഹാരിത വീണ്ടും ബാക്കി ഉത്തരകേമാണ്. മഹേന്ദ്ര ഈശാപചക്രൈ അഖില ദിശാം അലം മണ്ഡയന്തി, അഖില ദിക്കുകളുടെ മണ്ഡലങ്ങളെയും മണ്ഡയന്തിയായിക്കൊണ്ടാണ് എന്ത് മഹേന്ദ്രന്റെ ചാപചക്രങ്ങൾ. മഹേന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവേന്ദ്രനെ സംബന്ധിച്ചിട്ടുള്ള ആ വില്ല്, ചാപചക്രം വില്ല് അതാണല്ലോ. ദേവേന്ദ്രന്റെ വില്ല് എന്ന് പറയുമ്പോൾ സാധാരണ വില്ല് പോലെയല്ല, സത്വവർണ്ണങ്ങളാണ്. എത്ര നോക്കിയാലും മനോഹരമായിട്ടുള്ള വില്ല, കണ്ടാൽ മതിയാവില്ല. അപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഇത് ദേവേന്ദ്രന്റെ വില്ലാണോ എന്ന് തോന്നിപ്പിക്കുമ്പോൾ എന്താ തേജസ് വരാതിയുള്ളൂ. അവിടെ എവിടെ നോക്കിയാലും അറിഞ്ഞാണ്. മഹേന്ദ്രൈ ചാപചക്രൈ, ചാപചക്രങ്ങളെ കൊണ്ട് അഖില ദിക്കുകളുടെ മണ്ഡലങ്ങളെയും മണ്ഡലത്തിയായിട്ടാണ്. സകല പ്രദേശങ്ങളിൽ നിന്ന് നോക്കിയാലും അതിൻ്റെ മനോഹാരിത ആ എത്രയാണ് വർദ്ധിക്കാൻ വയ്യാത്ത സങ്കരോത്ഥങ്ങളാണ്. അത് അത്രയും വർദ്ധിച്ചിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല ലക്ഷ്മീകാന്തനായതുകൊണ്ട് വിഷമമില്ല. സാധാരണക്കാരൊക്കെ ഭവനം പണിയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും വേണ്ട ആദ്യത്തെ അത്യാവശ്യം അധ്വാനിച്ചിട്ട് നമ്മളോട്ടൊക്കെ പുറപ്പെട്ടു. അപ്പം അതൊക്കെ കഴിഞ്ഞ് അനവധി സുഹൃത്തുക്കളെന്നൊക്കെ സമ്പാദിച്ച് അതും കഴിഞ്ഞപ്പോൾ പകുതിയായി കിടക്കുക. എന്താ സമ്പത്തില്ല. ഇനി എന്താ സമ്പത്തുണ്ടാവാൻ പ്രയത്നിക്കുകയാണെങ്കിൽ പ്രായം തെറ്റി, ആരോഗ്യം കുറഞ്ഞിറങ്ങി, കാഴ്ച കഷ്ടി തുടങ്ങി, ചെറുപട ശക്തി കുറഞ്ഞിറങ്ങി, ദഹനം ചെയ്യാൻ തുടങ്ങി, കഴിക്കാനുള്ള മോഹം വർദ്ധിക്കുന്നത്, കഴിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ആരോഗ്യം സൂക്ഷിച്ചു വരുന്നുണ്ട്, വേണമെന്ന് മോഹമുണ്ട്, പറ്റാണ്ട് വരിക. ഇത്ര കാലം കഷ്ടപ്പെട്ടതൊക്കെ വരുന്നേ ഇനി തനിക്ക് ഒന്നും ഭവനം നേരാക്കാൻ പറ്റുന്നില്ല. എത്ര ആളുകൾ വിഷമിക്കുന്നു. അതാണ് യാതൊരു വിഷമം ജീവിക്കും തോറും ഒരു സമ്പത്തിന്റെ ലക്ഷ്മി
ലക്ഷ്മീകാന്തേന ലക്ഷ്മി വല്ലഭനാണത്. ലക്ഷ്മിയുടെ കാന്തന പ്രിയതമയാണ് ലോകമാതാവ്. എന്ന് വെച്ചാൽ ഇത്രയും ആ സമ്പത്തിന്റെ അധിപതിയാണല്ലോ, ആ അധിദേവതയാണല്ലോ. ആ അധിദേവതയെ വിവാഹം കഴിക്കൊണ്ട് സമ്പത്തിന്റെ അധിപതി തന്നെയാണ്. ഇത്രയും ഹേമം സമ്പത്ത് എത്രയും വരികയില്ല, അത് എടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിയില്ലല്ലോ. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളെ കൊണ്ട് യാതൊരു വിഷമമായില്ല. സാക്ഷാൽ യദുകുലപതിന എന്ന് മാത്രമല്ല, എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണോ അദ്ദേഹം. യദുകുലത്തിന് മുഴുവൻ പതിയായിട്ടുള്ള പതി എന്ന് പറയുന്നത് ഭർത്താവാണെങ്കിലും, ലക്ഷ്മീകാന്തൻ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ കാന്തനാണെങ്കിലും, യദുകുലത്തിന്റെ പതി എന്ന് പ്രത്യേകിച്ച് പറയുകൊണ്ട് അതിൽ ഓരോന്നിൻ്റെയും വ്യാഖ്യാനിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ അത് തന്നെ കൂടെ സമയം വന്നു. പതി വെച്ചാൽ ഭർത്താവാണ്, ഭർത്താവ് വെച്ചാൽ ഭരിക്കപ്പെടുന്നതാണ്. ഇത് അറുപത്തിനെയും ഭരിക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട വ്യക്തിയാകുമ്പോൾ എല്ലാത്തിനും കഴിവുണ്ടാവണം, വിവേകം ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം, ഉത്സാഹം ഉണ്ടാവണം, ശ്രേഷ്ഠത ഉണ്ടാവണം, എല്ലാവർക്കും സമ്മതനാവണം. ഇതൊന്നും യാതൊരു കുറവും. ഏതാണ് ലക്ഷ്മീകാന്തേന സാക്ഷാൽ യദുകുലപതിന നിർമ്മിത ദ്വാരകേതി പ്രഖ്യാത വിശ്വചക്രേ. വിശ്വചക്രേ ദ്വാരക ഇനി പ്രഖ്യാത. വിശ്വചക്രത്തിങ്കൽ ദ്വാരക എന്നീ വണ്ണം പ്രഖ്യാതയായിട്ടുള്ള വിപുലാരാജധാനി, വിപുലയായിരിക്കുന്ന രാജധാനി. ആദ്യം എടുത്തു പറയേണ്ട ആവശ്യമുള്ളൂ. വിപുലയാണ്, വിസ്താരക്കുറവില്ല. രാജധാനി വിസ്താരമൊക്കെ ഉണ്ടാവില്ലേ? ചെറിയൊരു ഭവനം രാജധാനിയാണ് കേട്ടോ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പിന്നാമ്പത്തേക്ക് പോകാൻ പറ്റില്ല, മുകളിലേക്ക് നോക്കാൻ പറ്റില്ല, കീഴ്പോട്ട് നോക്കാൻ പറ്റില്ല. രാജധാനിയാണ്. വിപുല എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണം വൈപുല്യം, അതൊക്കെ അവിടെ ക്ഷേമാക്കിയിട്ടതാണ്. തൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് ഇഷ്ടമായി തീരണേ എന്നുള്ള പ്രാർത്ഥനയോട് ചെയ്യുന്നല്ല, അദ്ദേഹത്തിന് ഇഷ്ടമായി മാത്രമല്ല സന്തോഷമായി. ദ്വാരകായി ജീവനം പ്രസിദ്ധയായിട്ട് രാജധാനി നിർമ്മിച്ചതിന് ശേഷം ഭഗവാനെ എന്ന പോലെ വന്ദിച്ച് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സന്തോഷമായി, ശുഗർമൻ സന്തോഷമായി. എന്തായാലും വേഗത്തിൽ പണി പൂർത്തിയായിരിക്കുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹത്തിനെ ഉത്സാഹിപ്പിക്കാൻ കാരണം. അദ്ദേഹം ആദ്യം വസ്തുവാരം കീറുക, അത് കഴിഞ്ഞാൽ വേണ്ട പോലെ കറപ്പണി, അത് കഴിഞ്ഞാൽ ചുമര്, അത് കഴിഞ്ഞാൽ ഉത്തരം, അത് കഴിഞ്ഞാൽ എന്തൊക്കെ വേണം ഭവനങ്ങൾക്ക്. മരങ്ങളായാലും ഇല്ല, കല്ലുകളായാലും ഇല്ല, വേണ്ട സാധനങ്ങൾ സാമഗ്രികളായാലും ഇല്ല, പ്രവർത്തിക്കാനായാലും ഇല്ല, ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും ഇല്ല. ഇതുകളൊക്കെ കൊണ്ടുവന്നൊരു പ്രവർത്തനം ഉണ്ടാവുക വെച്ചാൽ കുറച്ച് ദിവസമൊന്നും പോരാ, കുറച്ച് മാസമൊന്നും പോരാ. ഒരു ഭവനം ഉണ്ടാക്കുന്നതിന് എത്ര വേണം? അത് മാത്രം ഉണ്ടായില്ല. അതാണ് എളുപ്പത്തിൽ കാര്യം വിചാരിക്കുന്നേക്കാൾ മനസ്സിൽ വിചാരിച്ചു ആ കാര്യം ഉണ്ടായി. അതാണ് വിശ്വകർമാവിന്റെ യോഗ്യത. അതാണല്ലോ വിശ്വകർമ്മ തന്നെ വിശേഷിപ്പിക്കാൻ കാരണം. അത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം വേണ്ട പോലെ സന്തോഷത്തോട് സ്വീകരിച്ചു. അല്ലാതെ ആവൂ ഉപദ്രവം. ഞാൻ വിദ്വാന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയുള്ളൂ. കൽപ്പന കേട്ടു, ഇനി എന്താ വേണ്ട അദ്ദേഹത്തിൻ്റെ മുഖം നോക്കാതെങ്കിലും പോവുക, അദ്ദേഹം കാണാണ്ട് കഴിക്കുക. ഒരുവിധം പ്രവർത്തിക്കാരൊക്കെ അങ്ങനെയാണ്. ചുമതല കേൾക്കും, അത് കഴിഞ്ഞാൽ അവിടേക്കാ പോരാട്ടോ വെടിയില്ല. നല്ല ലക്ഷണം നോക്കി വേഗം വരുമ്പോൾ പരിചയം പോയാൽ പോരാ. കേൾക്കുക ചെയ്യാൻ കഴിഞ്ഞാൽ പോയാൽ കാണാൻ ഞാനായി കഴിഞ്ഞാൽ ഒരുവിധം പ്രവർത്തിക്കാരും എങ്ങനെയാണ്, പ്രവർത്തി എടുപ്പിക്കണമല്ലോ എങ്ങനെയാണ്. അങ്ങനെ ആയി കഴിഞ്ഞാലും ആ ധ്വനെ കണ്ടാൽ ഏതായി ആയുധനെ അന്വേഷിക്കേണ്ട എവിടെ കാണാനില്ല. അതുകൊണ്ട് കഴിഞ്ഞല്ലോ. അതാണ് എല്ലാം അർത്ഥവത്തായിട്ടുള്ളൂ. വിസ്തരിക്കുകയാണെങ്കിലും വർണ്ണിക്കുകയാണെങ്കിലും കഴിയാത്തതുകൊണ്ട് അത്യാവശ്യം യോഗ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അവാമന സംഭവിച്ച അത്ഭുത വിധാനം നമുക്ക് വിശേഷിപ്പിക്കണം. ദ്വാരകായി പ്രഖ്യാത വിശ്വചക്രേ വിപുലാരാജധാനി ഇങ്ങനെയൊക്കെ പറയാൻ അല്ലാതെ വിസ്തരിച്ച് ഒരു രാജധാനി ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ സുഖമായിട്ട് മായാദേവിയെ വിചാരിച്ചു. മായാദേവി പ്രത്യക്ഷമായി. മായാചന്ത യഥാർത്ഥത്തിൽ കാണുമ്പോൾ മുന്നിൽ എന്താ തോന്നിപ്പിക്കലാണല്ലോ. അതന്നെയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. എന്താ തോന്നിപ്പിക്കലാ? സത്യത്തിൽ ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും കാണണതോ കാണേണ്ട തോന്നുകയാണ്, കേൾക്കണതോ കേൾക്കേണ്ട തോന്നുകയാണ്, അനുഭവിക്കണതോ അനുഭവിക്കേണ്ട തോന്നുകയാണ്. സത്യത്തിൽ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ എന്താ തോന്നിപ്പിക്കുമ്പോഴാണല്ലോ അത് മായയുടെ പ്രയോഗം തന്നെയാണ്. അതാണ് മാധവനാകുമ്പോൾ അദ്ദേഹം മാധവനാകുമ്പോൾ മായയുടെ ഭവന, മായയുടെ ഭവനാകുമ്പോൾ മായയുടെ ഭർത്താവാ. അപ്പൊ ഇയാൾക്കുണ്ട് തോന്നിക്കും, ഇല്ലാതെ തോന്നിക്കും. ഇതൊക്കെ സർവ്വസാധാരണയാണ്. മായയെ പ്രയാസമില്ലാതെ കണ്ടിരിക്കുക. മധുരാപുരിയുള്ള യോഗ്യന്മാരെന്നൊക്കെ എല്ലാവരും അവിടെ ഉറങ്ങി കിടക്കുമ്പോൾ അവരറിയാതെ കണ്ട് മധുരാപുരിയിൽ നിന്ന് ദ്വാരകാപുരിയിലേക്ക് സന്നിവേശിപ്പിക്കൂ എന്നുള്ള കൽപ്പന പ്രകാരം ആവു പുറപ്പെട്ടു. എവിടേക്കാ പോണേ? പുറത്തേക്കാക്കാതെ പോകണം. ഇവിടെ നേരെ ഞാൻ എനിക്ക് ഇതാണ് മായ. കണ്ടോളൂ, അല്ലാത്ത രൂപട്ടോ ആദ്യമായിട്ട് കാണാൻ പറ്റും. മായ അതും പറ്റി കാണാൻ തുടങ്ങിയ കാണാൻ പറ്റും. മായാദേവി ഭഗവാൻ
ഭഗവാനെ വേണ്ട പോലെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് മധുരാപുരിയിൽ അർദ്ധരാത്രി എല്ലാവരും ഉറക്കായി ഉറങ്ങിയുള്ള മക്കളായി പൂർണ്ണ നിദ്രയായി എല്ലാവരും ഭക്ഷണം സുഖമായിട്ട് കിടന്നു വിശ്രമിച്ചുകൊണ്ടിരിക്കാൻ വരും. പല സമയത്തും പങ്കുരൂപത്തിലോ അങ്ങനെ എല്ലാവരും നിശബ്ദരായി ആ അർദ്ധരാത്രി സമയമായപ്പോൾ അവരറിയാതെ തന്നെ അതാത് ഭവനങ്ങളിൽ നിന്ന് അവരെ മുഴുവൻ മധുരാപുരിയിൽ നിന്ന് ദ്വാരകാപുരിയിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതായി മാത്രം കിട്ടുന്ന പ്രഭാതത്തിൽ എഴുതിയിട്ട് നേരം പ്രഭാതമായിട്ട് തന്നെ കാണാണ്ടേ ഇങ്ങോട്ട് വരൂ. ഇങ്ങനെ പരിധി നന്നാൻ പറ്റുമോ? ഉറക്കക്ഷണം ഉറക്കഭ്രാന്തത്തെ മാറിയോ? ഇല്ല അതുപോലെ കാരണം പതിവുന്നേനല്ല. അവരൊക്കെ എപ്പൊക്കെ അടുത്തുള്ള ആളുകളെ കാണും. അതൊക്കെ അതേ രൂപത്തിലാക്കി തീർക്കത്തക്ക വിധത്തിലുള്ള കഴിവോട് പോയിട്ടാണ് മായാദേവി ആ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത്. അവർക്ക് ആർക്കും മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് മാറി താമസിക്കുകയാണ് മാറ്റിപ്പാർപ്പിച്ചു എന്നത് തോന്നുന്നുണ്ടായിട്ടില്ല. മുഖ്യന്റെ യോഗ്യത മുഖ്യനാണ് വേണ്ടി കാര്യമില്ല. മാറ്റിപ്പാർപ്പിക്കുക പ്രസ്താവന മാത്രമേ ഉള്ളൂ. മാറ്റുമില്ല, പ്രഖ്യാപിക്കുമില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കൂല. അതല്ല, ഒന്നാമത് പ്രഖ്യാപിക്കുമ്പോൾ വേണ്ട പോലെ നാവണം. അത് അർത്ഥവത്തായി തീർന്നു. അതിന് പറയാൻ പുറപ്പെടുന്നത് മാറ്റരുത്. മാറ്റാണെങ്കിൽ പാർപ്പിക്കണം, പാർപ്പിക്കണം. അങ്ങനെ അതൊക്കെ നിരാക്ഷേപമായി കുറച്ച് ചെയ്തായി കഴിഞ്ഞു മാത്രമല്ല കുറച്ചു കാലം കൂടെ കഴിഞ്ഞു എല്ലാവരും കൂടി. ആ സമയത്ത് തസ്മിൻ പുരാണപുരുഷേണ പുരേശിലായ നാരായണേന വിധിവൽ പരിപാല്യമാനേ കൃഷ്ണസ്യ പാദസരസീരുഖമത്തഭൃംഗ സക്രാജികുതരസൽ കില യാദവേന്ദ്ര തസ്മിൻ അതിങ്കൽ ആ ദ്വാരകാപുരികൾ എങ്ങനെ പുരാണപുരുഷേണ പുരാണപുരുഷനാണ്. പുരാണപുരുഷൻ എന്നൊക്കെ പറയാൻ തന്നെ പ്രേതാണോ പുരുഷനാണോ സ്ത്രീയാണോ രൂപമുണ്ടോ ഭാവമുണ്ടോ ഈ പ്രപഞ്ചാത്മസ്വരൂപത്തിനോടുകൂടിയവരാണ് എന്ന് വെച്ചാൽ സ്ഥിരജനോഹാത്മസ്വരൂപത്തോടുകൂടി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പുമാനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരാംഗ സ്വരൂപത്തോടുകൂടി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹം അതിങ്കൽ പുരുഷേണ പുരേ അദ്ദേഹത്തിന്റെ പുരാണപുരുഷനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പുരീകൾ നാരായണീന. പിന്നെ ആദ്യം പറയേണ്ട ആവശ്യമുള്ളതാണെങ്കിൽ നാരായണ നാരായണ അങ്ങനെ പക്ഷം അതല്ലാണ്ടൊരു പക്ഷമുണ്ട്. നാരായണ ഏതായിരിക്കുന്നത് ശരിയാണ്. ഇത് വെള്ളത്തിലായിട്ടുള്ളവരെ കണ്ടറിയാണ്ട് വേഷഭാര്യോട് എപ്പോൾ ഒരിക്കലും വെള്ളത്തില്ല. ഭഗവാൻ എങ്ങനെയാകുമ്പോൾ അകത്തും വെള്ളം പുറത്തും വെള്ളം കാരണത്ത് മുങ്ങിക്കിടക്കുകയാകുമ്പോൾ ഇതിനകത്തും കാരണമില്ല പുറത്തും നാലായിരത്തോട് മുഴുവനാണ് വെള്ളത്തിൽ കിടക്കണ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാസ്യത്തിനോ വിരോധത്തിനോ ശത്രുതയ്ക്കോ വേണ്ടല്ല. അദ്ദേഹത്തെ വർണ്ണിക്കാൻ വാക്കുകളില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ നാരായണനാൽ അദ്ദേഹത്തെ വേഷം വെള്ളത്തിന് കയറി എന്ന് പറയാ. അധികം വെള്ളത്തിലാകുമ്പോൾ അങ്ങനെയാണല്ലോ. നാരായണനാൽ വിധിവത്താകും വണ്ണം പരിപാല്യമാനാണ്. വിധിവത്താകും വണ്ണം പരിപാല്യമാനായിരിക്കുന്ന നാരായണനാൽ അദ്ദേഹം അതിങ്കൽ ആ ദ്വാരകാപുരിങ്കൽ സുഖമായിട്ട് കഴിയണമെന്ന് പറയാൻ കാരണം വിധിവത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിനും അർത്ഥങ്ങൾ പോയിട്ട് എത്ര പറഞ്ഞാലും കഴിയാത്താണെങ്കിൽ വിധിക്കനുസരിച്ച് അപ്പം അത് വിട്ടുവേണം നോക്കണം. വിധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്ത് പറയുമ്പോൾ അതൊക്കെ മാറ്റിയിട്ടില്ലേ വിധിയെന്നൊക്കെ എന്താ വേണ്ട നിശ്ചയിച്ചാ ഇന്നത്തെ ദിവസത്തെ വിധി വരികയാണെങ്കിൽ വിധിയോ എന്താ അതൊരു ഹാസ്യം തന്നെ അഭിപ്രായത്തില്ലേ. വിധിവത്താകും വണ്ണം പരിപാല്യമാനായി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിധിക്കനുസരിച്ച് അനുസരിച്ച വിധി തന്നെ പണിയുന്നുണ്ട്. എൻ്റെ വിധിക്കരുത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനവൻ്റെ വേണ്ടപ്പെട്ട ആൾക്ക് അവനവൻ്റെ രൂപത്തിൽ വിധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിക്കുന്ന ആരാണോ കർത്താവ് വിധി കർത്താവ് വെച്ചാൽ അതും കൂടി വല്ലാത്തൊരവസ്ഥയിലായി കഴിഞ്ഞാൽ പറയാനും വിചാരിക്കുന്ന രൂപത്തിലാവും. ഇതങ്ങനല്ല. വിധി വൽ എന്ന് പറയുന്നത് വഴിക്ക് വഴി പോലെ തന്നെയാണ്. വഴി പോലെ പരിപാലിക്കാച്ചാൽ ഒരു കുറവില്ല, ഒരു ന്യൂനതയില്ല, ഒരു വിരോധമില്ല, ഒരു അപാകതയില്ല. എല്ലാവർക്കും സന്തോഷമായി സമാധാനം ആകെയില്ല. അങ്ങനെ കുറച്ച് അധികം കൊണ്ട് കഠിനം ഒതുക്കിയാണല്ലോ. അങ്ങനെയാണ് കഠിനം വരിക. എന്താ ഇങ്ങനെ വരും അവിടെയല്ല കണ്ടു വരുന്നുണ്ട്. എന്തെല്ലാം അങ്ങനെ പറയുന്നു. ഒരാൾക്കും ആക്ഷേപമില്ലാതെ വിരോധമില്ലാതെ നിരാക്ഷേപമായി കൊണ്ട് പരിപാലിക്കാൻ എത്ര കേവലായിരുന്നു എനിക്ക് ആക്ഷേപം ഉണ്ടാകും.
ഇതൊന്നും മുഖ്യനെ അറിവുണ്ടാവില്ല. പ്രധാനപ്പെട്ട വ്യക്തിയാവേണ്ടി കഴിയില്ല. പ്രവർത്തിക്കാതെ ഉള്ളതായ കൊണ്ടാണ് ഇപ്പോൾ ഈ രൂപത്തിൽ ആവാൻ കഴിയുന്നത്. ആക്ഷേപം ഉണ്ടാവും, വിമർശനം ഉണ്ടാവും. ഇതൊക്കെ പ്രവർത്തിക്കാൻ നന്നായാൽ പ്രധാനപ്പെട്ട വ്യക്തി നന്നായി, പ്രധാനപ്പെട്ട വ്യക്തി നല്ലതാണെങ്കിലും പ്രവർത്തിക്കാർ നന്നല്ലെങ്കിൽ ഒക്കെ മോശമായി. പ്രവർത്തിക്കാരൊക്കെ മോശക്കാരാണ്, പ്രധാനപ്പെട്ട വ്യക്തി നന്നായാൽ അതും ചീറ്റപ്പെടും. അദ്ദേഹം ഇങ്ങനെ ആ സമ്മതനാവേണ്ടി വരും. ഇത് യാതൊരു ആക്ഷേപവും ഇല്ല, നിരാക്ഷേപമായിട്ട് വരാൻ കാരണം വിധിവൽ പരിപാല്യമാനേ, വിധിവർത്താകും വണ്ണം പരിപാല്യമാനായിരിക്കും സമയത്തിങ്കൽ. ഒരാക്ഷേപമാണ് കഴിയുന്നത്. കുറച്ച് കാലമായിട്ടുള്ള അറിയല് സമാധാനം ഇപ്പൊ ഇവിടുന്ന് ഒന്നും കേൾക്കാനില്ല. കാര്യം പറയുന്നത് പല നിൽക്കുന്നും പല അംശങ്ങളും വിരോധങ്ങളും ശത്രുതകളിലും വൈരാഗ്യം കൊണ്ടും വല്ലാതെ ഉത്സാഹം ഉണ്ടാകുമ്പോൾ അസൂയുണ്ടാവും. അസൂയ വെച്ചാൽ തൻ്റെ ആ ഉത്സാഹം ഉണ്ടെങ്കിലും ആ ഉത്സാഹത്തിനെ മന്ദീഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് പരോൽക്കശത്തുള്ള വിഭീഷ്ടത്തിനാണല്ലോ അസൂയ പറയുക. അസൂയാലുക്കളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ട് വെറുതെ ഇടപെടുണ്ടാക്കാം. ഇവിടെ യാതൊരു ആക്ഷേപമില്ല, അതൊരു സമാധാനം തടകാൻ ഒട്ടുമില്ല. കാരണം വിധിവൽ നാരായണേന വിധിവൽ പരിപാല്യമാനേ, നാരായണനാൽ വിധിവത്താകും വണ്ണം പരിപാല്യമാനായിരിക്കും സമയത്തിലാണ്. അതുകൊണ്ട് യാതൊരു ആക്ഷേപമില്ലാതെ കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് കൃഷ്ണസ്യ പാദസരസീരുഹമത്തഭൃംഗ സത്രാജിൽ ഇതി ഉല്ലസൽ യാദവേന്ദ്ര, സത്രാജിത് ഇതി യാദവേന്ദ്ര ഉല്ലസൽ, സത്രാജിത്ത എന്നുപേരായിരിക്കുന്ന യാദവേന്ദ്രൻ ഉല്ലസിച്ചു പോയി. എവിടേക്കാ പോണേ? അതുകൊണ്ട് ആട് തന്റെ ഇതിനൊക്കെ അടിച്ച് എഴുതുന്നത് സത്രാജിത്ത് അതുകൊണ്ട് അതിനെ പടക്കി പോയി പ്രവേശിക്കാൻ യാതൊരു തടസ്സപ്പെട്ട് ഇങ്ങോട്ട് വരും. പിന്നാക്കല്ല അവിടെ ഉപയോഗിക്കും, നീ പിന്നാക്കം ഉപയോഗിക്കും, ഏതൊക്കെ ഒഴിപ്പോഴും ഉണ്ടാ പോകും. അതാ കാരണം കൃഷ്ണസ്യ പാദസരസീരുഹമർത്ഥഭൃംഗ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസരസീരുഹമർത്ഥഭൃംഗം, പാദങ്ങളാകുന്ന സരസീരുഹത്തിലെ മർത്തഭൃംഗം. പാദങ്ങളാകുന്ന സരസീരുഹം വെച്ചാൽ ചെന്താമരപ്പൂ പോലെ മനോഹരമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പാദങ്ങളിലെ ആ തേൻ നുകരാനായി കൊണ്ടുവന്നിരിക്കുകയാണോ മക്കഭൃംഗം എന്ന് തോന്നുമാറ് സത്രാജിത്ത് എന്നിവരായിട്ടുള്ള യാദവശേഷൻ ഉല്ലസിക്കില്ല. വരണ വരവ് എന്താ പറയാ, അഹങ്കാരം വെക്കണം. വരവും മാറും അങ്ങനെ മാറാൻ ഒപ്പിരിക്കേണ്ട ആളുമില്ല, ഒപ്പം കയറിയിരിക്കാം. കാരണം ഭക്തനാണ്. സത്രാജിത്തോടെ ഭഗവാനെ അടുത്ത് കുറച്ച് കണ്ടു വരുമ്പോൾ എപ്പോഴും പോകാൻ പറ്റുന്ന ഇടയ്ക്ക് സ്പർശിക്കാം, എനിക്ക് തൊടാം, എനിക്ക് വന്ദിക്കാം. കൂടിയുള്ള വർഗ്ഗങ്ങളാണ് എവിടേക്കാ പോകുന്നു ആരും ചോദിക്കാനും പറയാനില്ലേ. ഇപ്പം ചോദിക്കേണ്ട ആളുകളൊക്കെ ഉണ്ട് പറയണ്ട. അവർക്ക് അതൊന്നും യോഗ്യന്മാരെ കണ്ടാലാ പറഞ്ഞിട്ട് അല്ലാത്തൊന്നാണ് ഇല്ല. എല്ലാവരും ഒരുപോലെ കാണുന്ന ആളുകൾ ചില ആൾക്കാരെ ചെറിയ പ്രാധാന്യം, ചില ആൾക്കാർക്ക് പ്രാധാന്യം ചെയ്യാണ്ട് അതിനൊക്കെ ആക്ഷേപവും ഇതതില്ല. അങ്ങനെ പ്രവേശിക്കാൻ പാടിയാറില്ലേ? പ്രവേശിക്കാൻ പാടിയാൽ സത്രാജിത്താവും. അതെ, സത്രാജിത്ത് ഭഗവാന്റെ വെക്കലാണ്. ആർക്കും ആക്ഷേപം ഏത് വഴിക്ക് പഠിച്ചാൽ പോവാം, അത് നിഗൂഢമായിട്ട് പഠിച്ചാൽ പോവാം, അത് പരസ്യമായിട്ട് കൊണ്ടുപോകാം. അത്രയും അടുപ്പായി ഭക്തനുമാണ്, കൊച്ചാഠ്യത്വമുണ്ട്. സത്രാജിത്ത് അത്യാവശ്യം സൈന്യങ്ങളും അത്യാവശ്യം ധനാധ്യനൊക്കെയാണ്. കുറച്ചും കൂടി പറയുകയാണെങ്കിൽ അത്യാഗ്രഹിച്ച് എത്ര പേരും മുതലാവുകയാണ്. അത് നമ്മളെ പോലെ പ്രാർത്ഥിമാർക്കൊക്കെ എത്ര പേരും മുതലാവുന്നു. അതാണ് സാധാരണക്കാരെ എന്ന് പറയുമ്പോൾ അജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല എന്നെയും വന്നതായിരുന്നു. ജ്ഞാനികളായിട്ടുള്ള ആളുകളാകുമ്പോൾ എന്നെയും ഭംഗി സന്തോഷമൊക്കെയാണ്. ഇത് ജ്ഞാനിയാണെങ്കിലും അജ്ഞാനം ഇല്ലെങ്കിലും ഭക്തനാണെങ്കിലും അത്യാഗ്രഹമുള്ളതാണ്. എന്നുവെച്ചാൽ സ്ഥാനം കൊണ്ടും ഉത്സാഹം കൊണ്ടും അധികാരം കൊണ്ടും എപ്പോൾ പഠിച്ചാൽ പോകാം. കുറച്ചധികം കാണട്ടെ, എല്ലാവരും കാണാൻ പാകത്തിന് ഒന്ന് വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ അലങ്കരിച്ച് എല്ലാവരും ആരാ സത്രാജിത്ത കൃഷ്ണസ്യ പാദസരസീരുഹമത്രഭൃംഗ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സരസീരുഹങ്ങൾ ചെന്താമരപ്പൂവുകൾ അതാകുന്ന പാദങ്ങൾ പറയുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള നിശ്ചയ. ചെന്താമരപ്പൂവിൻ്റെ അകൈകൾ പോലെ മനോഹരം എന്ന് വെച്ചാൽ വാക്കോട് വർദ്ധിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ മാർദ്ദവം, ചുമപ്പ്, മാതിരികളുടെ ആ യോഗ്യത, അത് താമരപ്പൂ എന്നൊക്കെ പറയാൻ കാരണം അതിലാകുമ്പോൾ തേനുണ്ട്. ആ തേൻ നുകരാനായിക്കൊണ്ടാണോ തൽസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കാരണം? പോലെ തലസ്ഥാനപ്പോ താമര തലസ്ഥാനം പറയുമ്പോൾ തലസ്ഥാനമല്ല, തലസ്ഥാനം. പാദസരസീരുഹ മത്തഭൃംഗ, പാദസരസീരുഹ മത്തഭൃംഗം എന്ന് പറയുമ്പോൾ ആ താമരയിൽ നിന്നുള്ള ആ തേൻ നുകരാനായിക്കൊണ്ടാണോ വെറുതെ വന്നിരിക്കുന്നത്?
തേനുള്ളോടത്തെ വണ്ട് വന്നിരിക്കുന്നു. അപ്പൊ പുഷ്പങ്ങളിൽ തേനുണ്ടാവും, അത് നുകരാൻ വണ്ടുകൾ വരാറുണ്ട്. ഇത് താമരപ്പൂ എന്ന് പറയുമ്പോൾ ചെന്താമരപ്പൂവിന്റെ മനോഹരമായിരിക്കുന്ന അകൈതൽ പോലെ മാർദ്ദവത്തോട് പോയിട്ടുള്ള പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പാദങ്ങൾ, അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലെ ഏത് സമയത്തും ആ സത്രാജിത്തുണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്താ വഴിയുണ്ട് ഈ യുദ്ധം തരണ്ടേ, കിട്ടല് ആള് യോഗ്യന, ഇഷ്ട സമ്മതം, പക്ഷെ തന്നെ വിചാരിക്കുന്നില്ല. അതാണ് ഞാനും വിചാരിക്കാൻ എന്താ വലിയ അടുപ്പൊക്കെ കാര്യം, എന്താ വിചാരിക്കാത്തതെന്ന് വിചാരിച്ചിരുന്നു. എപ്പോഴും വേണം, എപ്പോഴും വലിയ അടുപ്പം അങ്ങോട്ടും കൂടും, പക്ഷെ തന്നെ വിചാരിക്കും. ചോദിക്കേ അഭിമാനിക്കായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ചോദിക്കില്ല, കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ. തന്നൂടെ ഇഷ്ടപ്പെടണ്ടേ, സമ്പത്തിന്റെ അതിദേവതയാണ് ആ ലക്ഷ്മി ഭഗവതി. ആ ലക്ഷ്മി ഭഗവതിയാണ് ഭർത്താവ്. അപ്പൊ ഇഷ്ടം പോലെ സമ്പത്താ, കുറച്ച് തൊന്നുകൂടെ നല്ല ദാരിദ്ര്യമില്ലേ, ചോദിക്കേണ്ട ആവശ്യമില്ല, തരരുത്. അതിനാകുമ്പോൾ ഞങ്ങൾ ഒന്ന് ഉപയോഗിക്കണം. ഇരുന്നും ധിക്കാരം, അത് കുറച്ച് ഗർവവും കുറച്ച് അത്യാഗ്രഹം എല്ലാം കൂടി കഴിഞ്ഞാൽ എന്താ പറയുക, അതന്നെ അഭിപ്രായത്തിൽ ഭഗവാനും തന്നെ പരീക്ഷിക്കുന്നു. അമ്മ ഭക്തനാകാൻ വേണ്ടി കുറച്ചുണ്ട്. ആ അഹങ്കാരത്തെ സമർപ്പിക്കുമ്പോൾ അത്യാഗ്രഹത്തിന് ഇന്ന് ഇല്ലാണ്ടാക്കുമ്പോഴും സമയമാകുമ്പോഴാവും ബാക്കിയുള്ളവർക്ക് കൊടുക്കും. സമ്പ്രദായത്തിനെ കാണിച്ച് ആരാ ഒരു അവിടെ കാര്യം കൈകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ തരണ്ടേ, അവിടെ ഒറ്റക്കാര്യം കിട്ടുന്നില്ല. ഇവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്, എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ വിശ്രമിക്കാം. ഇവിടെ യാതൊരു കുഴപ്പമില്ല. എന്തൊക്കെയാണെന്ന് വെച്ചാൽ താനും അങ്ങനെയല്ലോ, തന്നെ പ്രത്യേകതയുണ്ട്. അവിടെ തന്നെ ചോദിക്കേണ്ട തന്നെ പറയാത്തല്ല എന്നിങ്ങനെ തോന്നിപ്പിക്കാൻ പാകത്തിനൊക്കെ ഭഗവാൻ പ്രവർത്തിക്കുകയും എന്നാ വലിയ ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തൻ്റെ ദിവസങ്ങളിൽ വയ്ക്കാതെ ഇവിടെ രാവിലെ വരുന്ന പ്രഭാതമുണ്ട്, പ്രദോഷമുണ്ട്, മധ്യാഹ്നമുണ്ട്, മാത്രമല്ല അക്കാലം കഴിയുന്ന പോകുന്നുണ്ട്, ആ വരുന്ന പോകുന്നുണ്ട്, ഒന്നും പ്രയോജനമില്ല. ആയി വിഷമം ഇങ്ങനെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രായമായി തുടങ്ങി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിക്ക് നടക്കാനും വയ്യാണ്ട് 5 വർഷം കാലത്ത് പറ്റും പോയിട്ട് കാഴ്ച കുറിച്ച് വെട്ടിയായിട്ട് നോക്കുമ്പോൾ ഒന്നിനും വയ്യാണ്ട് കഴിഞ്ഞാൽ കഷ്ടേ കഷ്ടം. ഇത്ര കാലം കൂടെ സേവിച്ചിട്ട് ഒന്നും തരുണ്ടായിരുന്നു. അപ്പോഴാണ് വൈരാഗ്യ ദേഷ്യം. അപ്പൊ കള്ളൻ അപ്പൊ കള്ളൻ ആരെ കൃഷ്ണൻ. ആ ഒരാവശ്യമില്ല, തന്നെ തൻ്റെ ആ സ്വാർത്ഥ താല്പര്യത്തിന് അനുകൂലമല്ലാത്തതുകൊണ്ട് ആ ബുദ്ധിയായിട്ടുള്ള ആ ബുദ്ധിയുടെ വികാസത്തെങ്കിലും വികസിപ്പിക്കാൻ സാധിക്കാത്തവനായി തീർന്ന് കുറേശ്ശെ കുറ്റം വിചാരിക്കും. ഭക്തി ഉണ്ടെങ്കിലും കുറച്ചധികം വിമർശനമായിട്ട് വരിക. അങ്ങനെ വരുമ്പോഴോ പരീക്ഷിക്കുക കൂടുതൽ ഒന്ന് കാണാത്ത പദാർത്ഥികൾ ഈ വേണ്ടിയിട്ട് ആളുകളാകുമ്പോൾ ഒന്നും പറഞ്ഞാൽ ആരോഗ്യമാവാണ്ട കഴിയുമ്പോഴും കാണുന്ന മോഹമുണ്ട്. കണ്ടില്ല നടിക്കുന്ന ആളുമല്ല, കണ്ടുന്ന് നടിക്കുകയും ചെയ്യും. കണ്ടുവച്ചാലും കണ്ടില്ല നടിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കട്ടാ അറിയാണ്ട് മുന്നേ പോവുക. ഞാൻ കുറച്ച് അന്വേഷിക്കുമ്പോഴോ അപ്പുറം വരാം വേണ്ടിയിട്ടുള്ള അവരും വേണം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പോകാൻ പറ്റില്ല. അത് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെ ഇവിടേക്ക് ഉണ്ട്, അവരെ കൊണ്ട് വലിയ ഉപയോഗമില്ല. എന്താ കാരണം അപ്പോൾ ഭഗവാനായിട്ട് അടുപ്പുള്ള ആളാവുകൊണ്ട് അങ്ങനെ അവർ വിചാരിക്കുള്ളൂ. ആരോടൊന്നും ഉണ്ടെന്ന് അവർ ഭഗവാൻ നിശ്ചയിച്ച് സത്രാജിത്ത് മടുത്ത് അത്യാഗ്രഹം വർദ്ധിച്ച് ഞാൻ ഇവിടെ നിന്നാൽ തനിക്ക് വല്ലാത്ത ഒരു ജനാനരകൾ വന്ന് പോകാന്നല്ലാതെ കൊണ്ട് ഉപയോഗമൊക്കെ ഇല്ലാണ്ട് ഉറപ്പിച്ചിട്ടുള്ള ഭഗവാനുണ്ട്. മുമ്പത്തേക്കുമല്ല ആ വാസ്തുവൊക്കെ എനിക്ക് കയറി വരുന്നുണ്ട്. മുമ്പത്തേക്കുമല്ല കുറച്ച് പറഞ്ഞു അതൊക്കെ നേരെ വെക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് ആരാ സത്രാജിത്തല്ലേ കേൾക്കായി നമ്മൾ കേട്ടു നിൽക്കാനും. സത്രാജിത്ത് പണക്കാരും ഗൗരവക്കാരൻ മനസ്സിലാക്കില്ല. ഞാൻ നിൽക്കും സാധാരണ ഇങ്ങനെ നിൽക്കാറുണ്ട്. ഇത് മനഃപൂർവ്വം നിൽക്കുന്നതുകൊണ്ട് താൻ കാണാനായിട്ട് അത് ഇനിയത്തിൻ്റെ കള്ളലക്ഷണ കള്ള ഇനിയെ നിയത്തിച്ചത് എന്താണേ കാണാനില്ല. അപ്പോൾ പോയതുകൊണ്ട് ഏതൊക്കെ മൗനം മൗലിപ്പിക്കുക, കണ്ടു കളിക്കുക, പിന്നെ ഉണ്ടെന്ന് നടിക്കുക, പിന്നെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഒരു മാറ്റമില്ല. എന്നാൽ ഇങ്ങനെ വരണ്ട അനുസരിച്ച് സർക്കാരിത്തോട് പുറപ്പെടുന്നു മാത്രമല്ല ഇനി എന്താ വേണ്ടത് വല്ലവർക്കും സമ്പാദ്യം തരാമോ. ഇഷ്ടംപോലെ തെറ്റി ഉണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിലും പിന്നി സമ്പാദിക്കണം മോഹമാണ്. എന്തിനാ അത് നോക്കി ഇഷ്ടംപോലെ ഉണ്ടാകുക. എനിക്കതാ മോഹം സമ്പാദ്യം ഉണ്ടാകണം ആലോചിച്ചപ്പോൾ ഞാൻ നേരിട്ട് ആരെ വേണ്ടത് ആദിത്യൻ സൂര്യഭഗവാനെ എല്ലാവർക്കും ആ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷമാവണം. ഈശ്വരനാണല്ലോ പ്രത്യക്ഷ ദൈവം ആദിത്യനെ. എന്നാൽ ആദിത്യനെ സേവിക്കാൻ നിശ്ചയിച്ച് എനിക്ക് എന്താ വഴി
ഇവിടുത്തെ പുറപ്പെടാൻ വല്ലവരുണ്ട്, പരിചയക്കാരും പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടാവും. ആരാ എന്താ ചോദിക്കും, പരിചയമില്ലാത്തവർ. ഞാൻ അവിടെ ഒന്നിച്ച് എന്താ വിളിക്കാനുള്ള കാരണം, എന്താ അവിടെ ഇരുന്നതിൻ്റെ ഉദ്ദേശം, എന്താ ഉദ്ദേശത്തിൻ്റെ ആ പൂർണ്ണത എന്താ, അതൊക്കെ ചോദിച്ചാൽ പറയണെങ്കിൽ ഒന്നും ആക്ഷേപമില്ല. മനസ്സിലേക്ക് തന്നെ പോവാം. തന്നെ പരിചയമില്ലാത്തവരാരും ചിലപ്പോൾ ഉണ്ടായിക്കോളും, ചിലപ്പോൾ പരിചയം ഉണ്ടാവും ചെയ്യും, പരിചയം ഉണ്ടായിക്കോളുമില്ല. ആരുടെ ഉപദ്രവം വേണ്ടാന്ന് നിശ്ചയിച്ച് ഘോര വെള്ളത്തിൽ പോയിട്ട് ആദിത്യ ഭഗവാനെ തപസ് ചെയ്യാൻ നിശ്ചയിച്ചു. മോഹത്തുണി വരെയുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാനെ ആദിത്യൻ്റെ കൂടി സ്ഥാനമുള്ള ആളാതൊന്നും സപ്രായത്തിന് അറിയില്ലു. അപ്പോൾ ആദിത്യ ഭഗവാനെ പ്രത്യക്ഷീകരണമാക്കി കഴിഞ്ഞാൽ അദ്ദേഹം സന്തോഷിച്ച് തനിക്ക് വലിയ സമ്പാദിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതന്നെയാണല്ലോ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായിട്ടുള്ള നിമിഷം. നാം പുറപ്പെടാൻ നിശ്ചയിച്ച് ആ കാട്ടിൽ പോയി ഘോര വനത്തിൽ ചെന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി തന്നെ പതിവുള്ളതിൻ്റെയൊക്കെ കഴിഞ്ഞ് ആദിത്യനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണമാക്കി തീർക്കാൻ കഠിനമായിട്ടുള്ള ആ സ്ഥിതികളെ കൊണ്ട് തപസ് വർദ്ധിപ്പിക്കാനായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭക്തോത്തമനാണ് ഉദ്ദേശത്തെ വിളിച്ചാലും ഭഗവാൻ ഇത്ര കാലം സേവിച്ചു വന്നു. ഭഗവാന് നാരായണന് ആദിത്യന്റെ സ്ഥാനം ഉല്ലസിച്ച് അദ്ദേഹത്തിന് ഉത്സാഹമായി വേഗിച്ച് കൊടുത്തേക്കാൻ നിശ്ചയിച്ച് വത്സപ്രസാദസുംഭോഹവയം മണിസ്തേ ധാരാഷ്ടകേന തുരിതം കവനീയരാശിം പ്രതിദിനം വമദിത്യപുഷ്പൈ ദത്വാസ്യമന്തകമഥാന്തരഹത്തദേവ മഹാദേവ. അനന്തരം ദേവൻ ദിവ്യതയ്ക്ക് ദേവനാണല്ലോ, ദേവനും ചെയ്യുന്നവനാണ് ആ ഭഗവാൻ. ഒന്ന് വീണിക്കുന്നതായി എവിടേക്കാ പോകണം, ഇവിടെ വരും സഹായിച്ച് ഞാൻ അങ്ങയുടെ അവസ്ഥയിൽ സന്തുഷ്ടനായിരുന്നു. കണ്ണു വിളിച്ചപ്പോഴാണ് തേജസ്വിയായിട്ടുള്ള ഭഗവാൻ ആദിത്യ പ്രത്യക്ഷത വന്നപ്പോൾ വന്ദിച്ചു. ലൗനി വത്സ പ്രസാദ സുമുഖ അഹം പ്രസാദ സുമുഖ. ഞാൻ പ്രസാദ സുമുഖനായിരുന്നു, പ്രസാദം കൊണ്ട് സുമുഖൻ പുസ്തകനായിട്ടുണ്ട്, ഏറ്റവും തൃപ്തനായിരുന്നു. അതുകൊണ്ട് ഭാരാഷ്ട്രകേനരാശി ആരാധിത പ്രതിദിനം വമതി ഇതി അസ്മൈ ഇതാര ഇത്രയും പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്തിട്ടുണ്ട്. സ്യമന്തകം ഇതി പ്രസിദ്ധം മണീന്ദ്രം. സ്യമന്തകം എന്ന് പേരായിട്ടുള്ള മണി, സ്യമന്തകം എന്നുള്ള പേരായിട്ടുള്ള രത്നം, അത് ആ പ്രഭുവായിരിക്കുന്ന വിഭുവായിരിക്കുന്ന ആദിത്യ ഭഗവാൻ ഭക്തോത്തമനായിട്ടുള്ള സത്രാജിത്തിന് തപസ്സുകൊണ്ടുണ്ടായിട്ടുള്ള സംപ്രീതി കൊണ്ട് സമ്പ്രദാനം ചെയ്തു, സന്തോഷമായിട്ട് സ്വീകരിച്ചു. നന്ന ചെറിയ സാധനം, ആ സാധനം നോക്കിയപ്പോൾ നല്ലതാണ്. ഞാൻ എനിക്കുണ്ടായിട്ട് തന്നത് സ്വർണം കൊണ്ടുള്ള ഒരു സാധനമാണ്. അത് നോക്കിയപ്പോൾ എന്താ ആരാധിത പ്രതിദിനം. നീ ഇത് കണ്ടിട്ട് നീ എന്താ അത്രയുള്ളൂ ജീവിതത്താട്ടോ, സ്വർണ്ണമാണ് അവിടെ ലേശം പങ്കെടുത്ത കഴിക്കണ്ട. നിമിഷം പ്രതി അതിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ചെറുത് കറങ്ങുകയോ വിട്ടതോ വിട്ടോ മണിയാണ്, രത്ന, അമൂല്യമായിട്ട് രത്നമാണ്. ഇത് കയ്യിൽ വെച്ചാൽ മാത്രം പോരാ. പ്രതിദിനം ആരാധിക, ദിവസം തോറും ആരാധിക്കാൻ ഇടവരികയാണെങ്കിൽ വമതി ചുറ്റിക്കും. ഇത് ധാരാഷ്ട്രയേന ദുരിതം കമനീയ രാശി, കമനീയ രാശി വഹിച്ചുകൊണ്ടിരിക്കും. ധാരാഷ്ട്രം കൊണ്ട് ദുരിതമാണ്. അഷ്ടകം 8 ഭാരം സ്വർണം ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ? ഒരു പ്രാവശ്യം. അപ്പോൾ ദിവസം പ്രതി ഒലിക്കുമ്പോൾ ദിവസം പ്രതി 8 ഭാരം സ്വർണം തരണൂല്യ. അന്തർദേ പ്രഭു പെട്ടെന്ന് നോക്കിയപ്പോൾ സന്തോഷമായിട്ട് അന്വേഷിച്ച് മണി പ്രദാനം ചെയ്ത് എവിടുന്നാണോ പ്രത്യക്ഷമായി അറിയില്ല, എവിടുന്ന അപ്രത്യക്ഷ എന്ന് അറിയില്ല, എവിടുന്നാ വന്നാൽ പോയി അറിയില്ല, കാണാനില്ല. നോക്കിയപ്പോൾ സന്തോഷമായി. ആ അമൂല്യമായിട്ട് രത്നം അത് കണ്ഠത്തിൽ കെട്ടിത്തൂക്കാൻ നിശ്ചയിച്ചു. എന്നാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ട് കിട്ടിയിട്ടില്ല, ഞാൻ നിരീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ അമൂല്യ രത്നം തനിക്ക് ലഭിക്കുമെന്നുള്ളത് നല്ല എല്ലായിടത്തും കിട്ടിയതല്ല, കിട്ടേണ്ട സ്ഥലത്ത് തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അത് പ്രവൃത്തിയെടുത്ത് കിട്ടിയതന്നെയാണ്. കഷ്ടപ്പെട്ടിട്ട സന്തോഷമായിട്ട് മാത്രം അത് കഴിച്ച് കെട്ടി എവിടേക്കാ പുറപ്പെടുന്നത് അന്വേഷിച്ചു. തൻ്റെ രാജധാനിക്ക്, ചെറിയ രാജധാനിയാണ്, അവിടേക്ക് പോകാം. അല്ല, ആ കണ്ണൻ എന്ന് പറഞ്ഞത് കൃഷ്ണൻ, ഞാൻ തന്നു അവിടെ ദ്വാരകയിൽ ഞാൻ അവിടുന്ന് പോകാത്ത സമയം എപ്പോൾ നോക്കിയാൽ അവിടെ തന്നെ ഒരു ലേശം എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും തരാനുണ്ടായിട്ടില്ല. ഞാൻ ഇത്രയും എളുപ്പത്തിൽ എനിക്ക് ലഭിക്കുന്നിരിക്കില്ല. ഞാൻ പോയിട്ട് ആദ്യം കൃഷ്ണൻ കാണിച്ചു കൊടുക്കാം, എന്നിട്ട് ഒരു കാര്യം നിശ്ചയിച്ച് നേരെ വനാന്തർഭാഗത്തിൽ നിന്ന് നേരെ സഞ്ചരിച്ച് ദ്വാരകാപുരിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴോ വരുന്ന പ്രദേശം മുഴുവൻ തേജസ്സാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ കൊടുത്ത സ്വർണ്ണമണിയാണ്. ആ സ്വർണം അത് 8 ഭാരം
സ്വർണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്നേ 8 കൊണ്ടുകയല്ല, ദിവസേന 8 ഭാരം. ഒരു ഭാരം വെച്ചാൽ 21 തുലാം എന്നൊക്കെയാണ് കണക്ക്. അപ്പോൾ 8 ഭാരം വെച്ചാൽ 8 21 ആ തുലാം എത്ര വെച്ചാൽ അത്രയും വീതം ഒരു ദിവസം ആരാധിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞാലോ ദിവസേന ആരാധിക്കുന്നതോറും അത്രയും ഭാരം 8 ഭാരം ഇത് കിട്ടും. സമയമായി തന്നെയാണ് ഞാനിപ്പോൾ സമാധാനമായിട്ട് പോകാൻ കുറച്ച് കാലത്തേക്ക് സമ്പത്തിന് ഒന്നിക്ക് പോകേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും പിടികൊണ്ടിരിക്കാൻ പറ്റില്ല ആ സമ്പത്ത്. എന്നാൽ ആ സമ്പത്ത് ഇപ്പോഴുള്ള ഭണ്ഡാരൊന്നും പോകണം. ഇപ്പൊ ഭണ്ഡാരൊക്കെ ഉണ്ട്. ഭണ്ഡാരങ്ങൾ എവിടേക്കാണ് ശരിയായിട്ട് അത് എത്ര എണ്ണം വേണം? ഓരോ ദിവസം 8 ഭാരം സ്വർണം കൊള്ളാൻ ഭാഗത്തേക്ക് ഭണ്ഡാരം ഉണ്ടാവണം. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നടക്കുമ്പോൾ വീണ്ടും ഭണ്ഡാരം പറയുന്നു. നടക്കി കഴിഞ്ഞാൽ വീണ്ടും ഭണ്ഡാരം ഉണ്ടാക്കണം. ഇപ്പൊ എവിടേക്കാണ് വേണ്ടത്? അങ്ങനെയുള്ള മനോരാജ്യങ്ങളെ കൊണ്ട് ആ സത്രാജ്യത്തെ സന്തോഷിച്ച് നടന്ന് ക്രമേണ ആ ദ്വാരകാരാജ്യത്തിന്റെ ഗോപുരത്തിന് ഒഴുകിയെത്തി. അവിടെ എത്തിയപ്പോൾ ഭരണം ഒഴിക്കുമ്പോൾ ജനങ്ങളൊക്കെ അത്യത്ഭുതത്തോട് സ്തബ്ധരാകുന്നതൊക്കെ പള്ളി അതിന്റെ കണ്ണഞ്ചിക്കപ്പെട്ട മിഴികള്. കാരണം താൻ മുമ്പ് കണ്ടിട്ട് ആദിത്യ ഭഗവാൻ ഭൂമിയിലൂടെ നടന്നു വരാതെ നീച്ചു. കാരണം അത്രയും തേജസ്സാണല്ലോ. തേജസ്സോട് വരുമ്പോൾ കണ്ടു പിടിക്കുക. മനസ്സിലാക്കുന്ന കേൾക്കുന്നത് മണിനാഥം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് മണിനാഥോ ശരിക്കും മണിനാഥ അതെ അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ആദിത്യ ഭഗവാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിശ്ചയിച്ച് തേജസ്സിന്റെ ആ പ്രകാശം സഞ്ചയത്തിന് കൂട്ടണേ ഇങ്ങനെ വരുമ്പോ ആദ്യം ആ ശോഭയുള്ളൂ. ലോകം വന്നിരിക്കാൻ പിന്നെ ജനങ്ങളൊക്കെ കണ്ടു വിളിക്കാൻ സാധിക്കാതെ കണ്ടു, വിളിച്ചവർക്ക് അടക്കാൻ പറ്റാതെ കണ്ടു. എങ്ങനെയാ അറിയിക്കാൻ ശരിയാ? ലോകത്തിലെ എല്ലാവരും മാറി നിന്നപ്പോൾ ദ്വാരകാരുടെ പുരോഭാഗത്തെത്തിയപ്പോ അങ്ങനെയും കുറെ യോഗ്യന്മാരെ പോയി. സകല യവന്മാരെ കൂടെ ഒരു പുണ്യാളെന്നില്ല. 33 കോടി ദേവതയും ഉപദേവനാഥനായിട്ട് ദേവേന്ദ്രൻ മുഖക്കൊണ്ട് സർവന്മാരായിട്ട് ദേവന്മാരും മുഴുവൻ 33 കോടി ദേവകളും ഉപദേവകളും ഗന്ധർവന്മാരെ, അക്ഷന്മാരെ, വിദ്യാധന്മാരെ, ഇതൊക്കെയല്ല സഖിന്യന്മാരെയും പുരുഷന്മാര്, സാധ്യന്മാര്, ദേവയോനി വിശേഷങ്ങളും മുഴുവനും ഇടയ്ക്കിടയ്ക്കുള്ള ദേവനെ തൃപ്പാദങ്ങൾക്ക് വർദ്ധിച്ച് മടങ്ങി പോകാറുണ്ട്. ഇതാദ്യ ഞാൻ ഇത്രയും കാലമായിട്ടൂടെ പലതിക്കും ഭഗവന്ത് വന്നെങ്കിലും ഇങ്ങനൊരു വരവ് ആദ്യ. എങ്ങനെയൊരു വരവ്? അതാ എടോ അതാ വരണു. അതെ ആദിത്യ സൂര്യൻ നമ്മുടെ ഭൂമി കൂടെ ഞാൻ പറയല്ല. അത് നോക്കുമ്പോ ശരിയാ. തേജസ് മാത്രമേ കാണാനുള്ളൂ. ശിവന്തകരത്നത്തിന്റെ പ്രഭാതിക്യം കൊണ്ട് സത്രാജിത്തിനെ കാണാനില്ല. ഈ രത്നത്തിന്റെ ശോഭ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ആദിത്യൻ നടന്നു വരികയാണ് നിരീച്ച് ഭഗവാനെ അറിയിക്കുള്ളൂ. ഭഗവാൻ ചിലപ്പോൾ ഉറക്കാണോ, നിദ്രയ്ക്കുള്ള ശ്രമമാണോ, ഭക്ഷണം കഴിക്കുകയും മായാമോഹനാണല്ലോ. എന്താണ്? നമ്മുടെ കൂടെ പ്രവർത്തിക്കാരാണ്, ദാസന്മാരാണ്. മാത്രമല്ല പരിയും എല്ലാവരും പ്രവർത്തിയെടുക്കുമ്പോൾ പലർക്കും പല പ്രവൃത്തിയാണല്ലോ. അപ്പൊ ആരാണോ ആദ്യം ഭഗവാനെ അറിയിക്കുന്ന വെച്ചാൽ അവരോട് കുറച്ച് വേണ്ടിയിട്ടാവുമല്ലോ. അപ്പൊ ഞാനാവും ആദ്യം പോയി അറിയിക്കുക. ഞാനാണല്ലോ ഏറ്റവും ഗോപുരത്തിന്റെ പുറമതിന്റെ നിൽക്കുന്ന ആള്. ഞാനാണല്ലോ ആദ്യം കണ്ടത്. അപ്പൊ ഞാൻ തന്നെ അകത്ത് പോയി അറിയിക്കാം. 7 കടമതിയിട്ടുള്ളൂ. അപ്പൊ 7 മതിലിന്റെ പുറമേ നിന്ന് ആദിത്യം വരുന്നുണ്ടപ്പോ ഭഗവാനെ അറിയിക്കാനുള്ള ആ ഉത്സാഹവും അദ്ദേഹത്തിന് ആരോ വരണം ഉള്ള മനസ്സിലാക്കുന്നില്ല. ജിജ്ഞാസി ഇപ്പൊ എന്തായാലും തന്റെ മുഖത്തിൽ നിന്ന് തന്റെ വാക്കിൽ നിന്ന് അവൾ ആദ്യം അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ള ഭക്തിപൂർവ്വം ഓരോരോ യാദവന്മാരും ഓരോരുത്തരും പുറപ്പെടുക. രണ്ടാമത്തത് നാം പുറപ്പെടുമ്പോ അവിടെ ചെന്ന് അറിയിക്കുക. അവരുടെ പരിഭവത്തിന്റെ അത്യാധിക്യം കൊണ്ട് ദേവീ നന്ദന സംഗ്രന്ഥന മുഖസകല വൃന്ദാരവൃന്ദവന്ദനീയം ചരണാരവിന്ദം ഭവന്തം വിവന്തിഷുരയം അഭ്യുവേദി ഭുവനഗർഭ പ്രസത്വരതി പ്രഭാദോഷ പുരുഷാ ഏകദാഗമ്യ കർണാടകഭികേന ജാഠികേന നയനാഞ്ജനേന കിഞ്ചിത് അങ്കുരിതമന്ദഹസിത സുഭഗവദനചന്ദ്ര ഭഗവാനാരോഗ്യ നായം മിത്ര സത്രാജിതസൗ ഗുരത്നപ്രസാദ സംയുക്ത തേജോഭാര പുരമായാദി ഇത്യഭിധാന കോമളകരാരവിന്ദേന ശോണിമ സമ്പർക്കവത്മരാഗീകൃത സ്ഫാടികാക്ഷ പുനരവിജിക്രീഡ പുനരവിജിക്രീഡ
വീണ്ടും കളിക്കാൻ തുടങ്ങി. അപ്പൊ എപ്പോഴും ഈ കളിക്കുന്നയാണല്ലോ, ദേവനാണല്ലോ, ദിവ്യതയിൽ ദേവനൊക്കെ പോലെ ദേവന ചെയ്യാനാള് മേടിക്കണത് പുനരഭിഷിക്കുക, വീണ്ടും കളിച്ചു. ഇതൊക്കെ അതിന് നേരപ്പോക്കാണ്. ഭഗവാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുക എന്താ സാധാരണക്കാരെ പോലെ അധികം കളിച്ചുകൊണ്ടിരിക്കുക, അക്ഷരം കളിക്കുക, ചൂട് കളിക്കുക, സഹായത്തിന് ആരും കൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവതേ ഉറക്കം ഉയർന്നു വിളിക്കുക, അല്ലേ ദേവന്മാർക്ക് കൂടി ദേവനായുള്ളവേ. അപ്പോഴാണ് ആ ശ്രദ്ധിക്കുന്നത്, ദേവകീ തന്നെ വിളിക്കുന്നത്, ദേവകീ പുത്രനായുള്ളവേ, ദേവന്മാർക്ക് കൂടി ദേവനായുള്ളവേ. അപ്പൊ കന്യനെയാണ് ബോധ്യം. മാത്രമല്ല സങ്കരന്തന മുഖം സകല വൃന്ദാരവൃന്ദവന്ദനീയരവിന്ദം ഭവന്തം വിവന്തിഷു. ആ ദേവേന്ദ്രന്മകൾ കൊണ്ട് സകലന്മാരായിട്ടുള്ള അമരന്മാരും ഇവിടെ വന്ന് വന്ദിക്കുക അങ്ങനെ പാതകള്. അങ്ങനെയുള്ള അങ്ങയെ വന്ദിക്കാനായിക്കൊണ്ട് അഭ്യുപരീത വന്നുകൊണ്ടിരിക്കുന്നു. ആരാ വന്നുകൊണ്ടിരിക്കണേ? വെച്ചാൽ സൂര്യൻ, സൂര്യഭഗവാന്റെ അങ്ങയെ വന്ദിച്ചാൽ വന്ദിക്കാനായിക്കൊണ്ട് വന്നിരിക്കുന്നു പറയുമ്പോ ദീപ്രപ്രഭാപോഷണം ആ എന്തെന്നില്ലാതെ തേജസ് കൊണ്ട് ആ പോഷയോട് പോഷിച്ചിട്ടുള്ള അക്ഷരീയമായിട്ടുള്ള അദ്ദേഹത്തെ വന്നുകൊണ്ടിരിക്കുന്നു. ഭുവനഗർഭപ്രസുരം, 3 ലോകങ്ങൾക്കും പ്രസുരമായിട്ടുള്ള ദീപ്രപ്രഭാപോഷായിട്ടുള്ള പൂഷാവ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാ ഭഗവാൻ അവിടെ ഇരുന്നോട്ടിന്നൊക്കെ നിൽക്കേണ്ട ആവശ്യമല്ലോ. അതിനെ ആകരണം ചെയ്തു. കേട്ടപ്പോ കേട്ട് കഴിഞ്ഞാൽ കേട്ടോട്ടേ ശബ്ദം കേട്ടോട്ടേക്ക് നോക്കുകയല്ലേ ചെയ്യാം, അങ്ങോട്ട് നോക്കേണ്ടി വന്നില്ല. എന്നാൽ തലയൊക്കെ തിരിച്ച് അങ്ങ് നോക്കി ഇരുന്നോട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹം. കർണാന്തലംഘികേന ജാധികേന നയനാഞ്ചലേന, കർണാന്തലംഘികേന ജാധികേന നയനാഞ്ചലേന എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി ചെവിയിലേക്ക് മുട്ടാൻ വലിയ താമസമില്ല. കണ്ണിൻ്റെ അറ്റേ ജന്മനുള്ള ചില ആൾക്കാർ കണ്ണിന് വലുതായില്ല, ചില കുണ്ടക്കണ്ണാവുക, ഇത് മൂക്ക് വികസിക്കുക, ഇത് വിരികൊണ്ടിരിക്കുക, ചിലപ്പോൾ ചെവി ഇങ്ങനെ വലുതാവുക. അങ്ങനെയുള്ള വല്ല വിദ്യയുണ്ടോ കേൾക്കാൻ അതില്ല. ഇനിയോ ആ നീണ്ട കമ്പട്ട് മനോഹരമായിരിക്കുന്ന ചെന്താമരപ്പൂവിന്റെ അകയിലെ പോലെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന കണ്ണ, അതാ നീണ്ട കണ്ണ, ചെവിക്ക് മുട്ടാനി താമസിക്കാതെ തോന്നുവാറ് ചെന്താമരക്കണ്ണായിട്ടുള്ള ഭഗവാൻ ഏകരാകന്യ കർണാന്തലംഘികേന ജാധികേന നയനാഞ്ചലേന. അങ്ങനെയുള്ള കണ്ണുകൊണ്ട് നയനത്തിന്റെ അഞ്ചരം കൊണ്ട്, കണ്ണിന്റെ അറ്റം കൊണ്ട്, കടക്കണ്ണുകൊണ്ട് അതന്നെയാണല്ലോ എല്ലാ ഭക്തന്മാരും കടക്കണ്ണ് വീക്ഷിച്ചിട്ടുള്ള ഭഗവാൻ. കുറെ കാലം ഇന്ത്യത്തിന്റെ കടാക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് കടാക്ഷിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും കിട്ടാനേ ഒന്ന് കടാക്ഷിക്കണേ. എത്ര ആളുകൾ കടാക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ കടാക്ഷന്റെ കണ്ണിന്റെ അറ്റത്തുള്ള നോട്ടം കൃഷ്ണമുണികൾ കണ്ണിന്റെ അറ്റേക്കുന്ന കടാക്ഷിക്കാന്നാണല്ലോ പറയുക. എന്നാ നമ്മളൊക്കെ നോക്കുമ്പോ അങ്ങനെയല്ല പറയും. ഭഗവാൻ നോക്കുമ്പോ കടാക്ഷിക്കാന്ന് പറയും. കടാക്ഷക്ക് വാദ്രീഭൂതരാവാനാ അനവധി ഭക്തന്മാരും ഭക്തരും കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇരുന്നോട്ടിരുന്ന് കർണാന്തലംഘികേന ജാധികേന നയനാഞ്ചലേന കിഞ്ചിൽ കുറഞ്ഞൊന്ന് അങ്കുരിതമന്തഹസിത സുഭവദനന്തിര. അദ്ദേഹം കേട്ടപ്പോ ഇരുന്നോട്ടിരുന്ന് ആ ശബ്ദം കേട്ട സ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവേശന കവാടത്തിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണി അങ്ങ് വായിപ്പിച്ചപ്പോ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കാൻ ഭാവിച്ചു. പുഞ്ചിരി ഉണ്ടായില്ല. കിഞ്ചിൽ കുറഞ്ഞൊന്ന് അങ്കുരിതമായി തീർന്നു. പുഞ്ചിരിക്കാനുള്ള ശ്രമമാണോ എന്ന് തോന്നുമാറ് ഭാവം വ്യത്യാസം വന്നോ സംശയപ്പെടണേ. മന്ദഹസിത സുഭഗവദന ചന്ദ്ര, അതിന് മന്ദഹാസം പറയും. മന്ദഹാസിച്ച ചെറുതായിട്ടുള്ള പുഞ്ചിരിക്കാനുള്ള ശ്രമം. പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ആ മനോഹാരിതല്ല കളി, അത് അതിൻ്റെ ആരംഭത്തിൽ ഉണ്ടാവുന്ന ചെറുതായിട്ടുള്ള ഹാസം. ആ പുഞ്ചിരി തരണാൻ പോവുകയാണോ എന്ന് തോന്നുവാനുള്ള ഭാവവ്യത്യാസങ്ങളെ കൊണ്ട് മന്ദഹാസ സുഭഗവദന ചന്ദ്ര, സുഖത്തിന്റെ മനോഹരാങ്കനായിട്ടുള്ള ആളെ തിരുമുഖം കേമാണ്. ഒന്നും കൂടി മനോഹാരിത വർദ്ധിച്ചു. അദ്ദേഹം നോക്കിയപ്പോ ഇത് മിത്രല്ല എന്ന് മനസ്സിലായി. ഇരുന്നോട്ടി ഇതിന്റെ കാര്യം മനസ്സിലായി. ഇതാ മിത്രൻ. മിത്രൻ വെച്ചാൽ ബന്ധു. ബന്ധു അല്ല, ബന്ധു അല്ല എന്നല്ല,
അയം മിത്ര അയം മിത്ര ഇത് മിത്ര അല്ലാന്ന് പറയുമ്പോൾ മിത്ര വെച്ചാൽ സൂര്യൻ ഇത് സൂര്യനല്ല ദേവദേവാന്നൊക്കെ പറഞ്ഞല്ലോ ഭൂഷാവതാമിയെ വന്ന് വന്ദിക്കാമെന്നോ ആ ഭക്തന്മാരെല്ലാവരും വിളിച്ചപ്പോ പ്രവർത്തിക്കാരാകുമ്പോൾ ഒന്നിച്ച് ബാലകാനാഥനെ അറിയിക്കാൻ ഭാവിച്ചപ്പോ നോക്കലും അദ്ദേഹത്തിന് മന്ദഹാസം പുറപ്പെടാതെ ശ്രമാവരും ഇതിന് ബോധ്യപ്പലും ഇത് ഭൂഷാവല്ല ഇത് ആദിത്യനല്ല ഇത് മിത്രല്ല ഇത് സൂര്യനല്ല എന്ന് ബോധ്യമൊന്നും നോക്കല്ല സത്രാജി അസൗ അസൗ സത്രാജി ഇദ്ദേഹം സത്രാജി താന്ന് ബോധ്യം വന്നു ബ്രഹ്മപ്രസാദ സമിത്രേജോ ഭാരപുരം ആയാദി ഇതി അഗ്രഹാന ബ്രഹ്മന്റെ പ്രസാദത്താൽ സമിത്രമായിരിക്കുന്ന തേജോഭരത്തോടു കൂടിയവനായിട്ടുള്ള സത്രാജിത്ത് പുരത്തെ അഭിയാനം ചെയ്യുന്നു എന്നുള്ളത് ഇരുന്നോട്ടിന്ന് മനസ്സിലാക്കിയിരുന്നു എളുപ്പത്തിൽ കഴിഞ്ഞിട്ടില്ല ബ്രഹ്മത്തിൽ ആദിത്യൻ ബ്രഹ്മന്റെ പ്രസാദം അദ്ദേഹത്തിന്റെ പ്രസാദം സന്തോഷം ആ സന്തോഷം കൊണ്ട് സമിക്ഷമായിത്തീർന്ന തേജോഭാരത്തോടു കൂടിയവരാണ് ആദിത്യ ഭഗവാൻ പ്രദാനം ചെയ്തിട്ടുള്ള സ്വർണം അമൂല്യമായിട്ടുള്ള സ്വർണത്തിന്റെ ആ തേജോഭരം കൊണ്ട് തേജസ് വർദ്ധിച്ച് ശോഭാതിശയം കൊണ്ട് ദ്വാരകയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഭഗവാന് ബോധ്യം വന്നതാണ് അയം മിത്ര ഇത് മിത്രല്ല എന്നത് ഭഗവാന് ബോധ്യം ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പുനരവിളിക്രീഡ വീണ്ടും കളിക്കാൻ തുടങ്ങി വീണ്ടും കളിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്നാണെങ്കിൽ കോമളകരാരവിന്ദ ശോണിമസമ്പർക്ക പത്മരാജീകൃത സ്ഫാടികാക്ഷ പുനരവിക്രീഡ സാധാരണ കളി പോലെയുള്ള അദ്ദേഹത്തിന്റെ കളി അല്ലാതെ സ്ഫടികം കൊണ്ട് അക്ഷം എടുത്തുകൊണ്ടാണ് കളിക്കുന്നത് ചൂട് സ്ഫടികം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ഫടികം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചൂട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് കേൾക്കുന്നുണ്ടായി കേട്ടപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായപ്പോൾ വീണ്ടും കളിക്കാൻ തുടങ്ങി കളി കളിക്കേണ്ട നോക്കേണ്ട മനസ്സിലാക്കുന്നുണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതാണ് വീണ്ടും കളിച്ചു വിടാറുണ്ട് എങ്ങനെ കോമള കരാരവിന്ദുന്നുണ്ട് കോമളമായിട്ടുള്ള കരാരവിന്ദം കനത്താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള കൈകളാണ് ചന്ദനാമരപ്പൂവിന്റെ അകയിലെ പോലെ ചുമന്ന് മാർഗത്തോടുള്ള പാണികൾ അദ്ദേഹത്തിന്റെ ആ രണ്ട് പാണികളിലും അക്ഷരത്തിന്റെ ഒരു കൈ കളിക്കാൻ പറ്റിയ ഇരിക്കുക അത് കഴിഞ്ഞാൽ കളിക്കുക അങ്ങനെയാണ് കളിക്കുക ചൂട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ അക്ഷം വെളുത്തതാ സ്ഫടികം കൊണ്ട് അക്ഷം അപ്പൊ വെളുത്ത അക്ഷം കയ്യിലെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഫടികാക്ഷ സ്ഫടികം കൊണ്ട് അക്ഷം പത്മരാജീകൃതമായിട്ടില്ല പത്മരാജക്കല്ലാമോ തോന്നുകയാണ് എങ്ങനെ മനോഹരമായിട്ട് ചുമന്ന കൈകൾ ആ ചുമന്ന കൈയിൽ വെളുത്ത അക്ഷം കൈ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള കുറച്ചു നേരത്തെ ആ കയ്യിൽ വെക്കുന്ന സമയം അക്ഷം കളിക്കുക അത് എടുക്കുമ്പോൾ ഉണ്ടാവുന്നതും കളിക്കുമ്പോൾ കയ്യിൽ വിടുമല്ലോ അത്രയും നേരം അതിന് സ്ഫാടികാക്ഷത്തെ പത്മരാജീകൃതമാക്കി തീർക്കുകയാണോ എന്ന് തോന്നുമാറാണ് പത്മരാജക്കല്ലേ ആക്കി തീർക്കുകയാണോ എന്റെ സ്ഫടികം അക്ഷത്തെ കൈയാക്കി തീർക്കുകയാണോ എന്ന് തോന്നുമാറ് വീണ്ടും കളിച്ചു ചുരുക്കം പറഞ്ഞാൽ അക്ഷത്തിനാണോ യോഗ്യത കയ്യിനാണോ കയ്യിനെയാണോ കയ്യിന് യോഗ്യത കൊണ്ട് അദ്ദേഹത്തിന്റെ ആ മനോഹരമായിട്ടുള്ള പണി കൊണ്ട് വീണ്ടും കളിക്കാൻ തുടങ്ങി ഇപ്പൊ കയ്യോട്ട് പോലെ കളിക്കാന്നൊക്കെ കേട്ടില്ലേ പത്മരാജീകൃതം അല്ലാത്ത വില വർദ്ധിച്ചിട്ട കല്ലാണ് ഇതേവരെ കയ്യിലെ വലിയ കേമത്തം കാലിൽ ഇപ്പൊ കയ്യിൽ കുറേശ്ശെ കേമത്തം വരാൻ തുടങ്ങിയോ സംശയം കാരണം പത്മരാജീകൃതമാക്കി തീർക്കാൻ ഇടവന്നു എന്തിനെ ആ അക്ഷത്തെ വെളുത്ത അക്ഷത്തെ പത്മരാജീകൃതമാക്കി തീർക്കൊണ്ട് കൈകൾക്ക് ശോഭ കൂടുതലായി ആ അക്ഷരത്തിന് ശോഭ കൂടി അതുകൊണ്ടായി അപ്പൊ പ്രയോഗിക്കുമ്പോൾ പ്രയോക്താവിന് എങ്ങനെയാണോ പ്രയോഗിക്കാൻ സാധിക്കാച്ച അതിന്റെ യോഗ്യതക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുള്ളൂ കളികൾ തുടങ്ങി മാത്രമല്ല ആ സമയത്ത് സത്രാജിത്ത് വന്നപ്പോ ആരാത് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സത്രായത്ത് ഒരു ഇരിക്കാം അനുവാദം കൊടുക്കപ്പെട്ട ഇരിക്കാൻ പറഞ്ഞാൽ കുറച്ച് വർഷം ഇരിക്കാനുള്ള ഭൂമി ശരിയില്ല അത്ര വേണ്ടിയാണ് ആരോഗ്യം നിൽക്കും വേണ്ട ഇവിടെ ഒന്ന് ഇരിക്കുകയോ ഇടയ്ക്കാൻ പോകാനുള്ളത് ഇപ്പോൾ എവിടുന്ന വരുന്നത് ഇടയ്ക്ക് ഓഫീസിൽ കണ്ടില്ല ഇവിടെ ഇപ്പൊ കുറേ കണ്ടില്ലേ കടത്തി അവിടുത്തെ കാര്യം എവിടുന്ന കണ്ടാൽ നിശ്ചയില്ല അവിടെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അതിനെടുത്തില്ല അന്വേഷിക്കുന്നുണ്ടായി കൃഷ്ണ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പറ്റിപ്പോയാണെങ്കിൽ എന്താ ഞാനറിയില്ല എന്താ കാരണം അന്വേഷിക്കണേ ഇവിടെ കാണാത്ത ആളെ അന്വേഷിക്കാൻ പുറപ്പെടുകയല്ല കാണാത്ത ആളെ അന്വേഷിക്കാൻ പുറപ്പെട്ടു ഇപ്പോഴും കണ്ടില്ലയോ എവിടെ നിശ്ചയിക്കാൻ പോയി അതോ പ്രധാനപ്പെട്ട വ്യക്തിക്കാണ് ഭക്തരാണ് എണ്ണായിരന്റെ വീട്ടിൽപ്പെട്ട ആളുണ്ട് ആകാതെ വരുമ്പോ എവിടേക്കാ പോയിരുന്നത് ഞാൻ കാട്ടിലേക്കാ പോയി ഓഹോ കാട്ടിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ
വനാന്തർഭാഗമൊക്കെ ആകുമ്പോൾ മരങ്ങളും ചിന്തകളും പാറകളും ഇടവഴികളും ഊടുവഴികളും എന്തുകൊണ്ടറിയും വന്യമൃഗങ്ങളും പുഷ്പവസ്തുക്കളും ഇല്ലേ പല പല ആ ചന്ദനവൃക്ഷങ്ങൾ മാങ്കൂട്ടപ്പം മാങ്കൂട്ടത്തിൽ അധികം എല്ലാം കൊണ്ടുണ്ട് എവിടെ നോക്കിയാലും കാണാൻ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളെ കാണാനായി തീരുക എന്നുള്ള അവസ്ഥാവിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ അന്വേഷിക്കുന്നതാണോ ചെയ്യുക? അന്വേഷിച്ചാലും കണ്ടെത്താതെ ഒപ്പം ചോദിച്ചു മാത്രമേ ഉള്ളൂ എവിടെ ഇരുന്ന്. പക്ഷേ ഞാൻ വെളുക്കുന്നേക്ക് എന്താണെന്ന് ഞാൻ ഉറപ്പിച്ചു പോയതാണ്. എന്താ ചെറിയ ഞാൻ സേവിക്കാൻ കൊടുത്തു. സേവിയുണ്ടോ പക്ഷേ എന്ത് സേവ അതല്ലാതെ ഞാൻ ആദ്യത്തിനെ സേവിക്കാൻ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ ഭഗവാൻ എല്ലാം അറിവുള്ള അദ്ദേഹം ഒന്നും അറിയാത്തവരെ വിവരിക്കാൻ തുടങ്ങിയപ്പോൾ എടാ കള്ള ഇവൻതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ മനഃപൂർവ്വം ഇതെന്താ കഴുത്തി കെട്ടി നോക്കിയിരുന്നു എല്ലാവരും കണ്ട അത്ഭുത ശ്രദ്ധ എന്താ കഴുത്തി കെട്ടി നോക്കിയേക്കുന്നത് എന്താ മുഷ്ടി വേണം ഇവിടെ വിളിക്കുമോ വിളിക്കാൻ പാടില്ല. ഞാൻ മുഴുവൻ ഉടനെ ഞാൻ ഓണം വിളിക്കേണ്ടി വന്നാണ് ഞാൻ എന്താ കഴിച്ചത് അതിനൊക്കെ ഈ കടന്നോട് കഴിഞ്ഞപ്പോൾ അറിയാനേ ഇതിപ്പോൾ അമൂല്യമായിട്ട് കണ്ടാലെല്ലാം ഒന്നിക്കുമ്പോഴല്ലേ അമൂല്യമായിട്ട് അമൂല്യത്തിൽ ഈ കെട്ടുന്ന ആളേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം എങ്ങനെ വിചാരിക്കും. അല്ലാത്തവർക്ക് അറിയാത്തവർക്ക് അതിൻ്റെ മൂല്യം അറിയില്ല. ഇതിപ്പോൾ കൃഷ്ണൻ എന്താ കഴുത്തി കെട്ടി നോക്കിയിരിക്കുന്നത്. ചില ആൾക്ക് അങ്ങനെയുണ്ട് വളരെ കഷ്ടപ്പെട്ട് മോഹിച്ചിട്ട് ചെറുതായിട്ടൊരു സ്വർണ്ണം കൊണ്ട് എന്തെങ്കിലും വേണം നീച്ച് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തികഞ്ഞില്ലെങ്കിലും വേണ്ടി കാണും ഇല്ലയോ സംശയം ഒന്നും ചെറുതാവും അതിൽ കഴിക്കും. എന്താ കഴിക്കുന്ന സാധനം ഒരു മഞ്ഞ ഒക്കെ തോന്നിയതോ യേശുവിനി സൃഷ്ടി ചെയ്യാത്ത അസഹിഷ്ണുത അവർക്ക് എങ്ങനെയുണ്ടാവും. ഇവൻ അക്കൂട്ടത്തിൽപ്പെട്ടതാ. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്താ സമ്പ്രദായത്തിൽ എന്താ കഴിച്ചിട്ടുണ്ടോ ഇതുവരെ ഇല്ലാത്ത സമ്പ്രദായം. കൃഷ്ണ അത് വേറൊന്നല്ല. ഞാൻ തപസ് ചെയ്തപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷമായിട്ട് എനിക്ക് സന്തോഷമായിട്ട് തന്ന എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ നേടിയതാണ്. സന്തോഷമായി. എന്താ പ്രത്യേകിച്ച് ഇതുകൊണ്ട് വല്ല ഗുണം കൊണ്ടുണ്ടോ? നമ്മൾ കുറ്റി കുറ്റി കഴിക്കുക. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറ്റി കുറ്റി കഴിക്കുക. തരേണ്ട ആളുകൾക്ക് തരേണ്ട വിഷമാണ്, കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കൽ കഷ്ടിയാണ്. കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന മോഹണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റാത്തതാണ്. കിട്ടിയ ആൾക്ക് കിട്ടിയാൽ എന്താ നിശ്ചയിക്കാത്ത അവസ്ഥയാണ്. എന്നിട്ട് എന്താണെന്ന് പ്രത്യേകത വരുന്നുണ്ടോ ഞാൻ പറയാണ്ടിരിക്കണം. ഇത്രത്തോളം ആയിരിക്കും കൃഷ്ണ കൃഷ്ണൻ ചോദിച്ചു വരാണ്ടോ ഇരു വലിയ അടുത്ത സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട് ഒക്കെയുണ്ട്. കൃഷ്ണ ഇതിപ്പോൾ എത്രയൊക്കെ വേണ്ടി കാര്യത്തിൽ ദിവസേന പൂജിക്കുകയാണെങ്കിൽ 8 ഭാരം സ്വർണ്ണം. ഇതൊന്നോ 8 ഭാരച്ചാൽ അത്യാവശ്യമുണ്ട്. ഒരു ഭാരമാകുമ്പോൾ 21 ഗ്രാം, 2 ഭാരം, 3 ഭാരം, 4 ഭാരം, 5 ഭാരം, 6 ഭാരം, 7 ഭാരം, 8 ഭാരം എവിടേക്കാ കൃഷിയിലും കണക്കാക്കി പോകാൻ 8 ഭാരം വീതം സ്വർണ്ണം ദിവസേന കിട്ടുമ്പോൾ അത് ദിവസം പൂജിക്കണം. ഒരു കാര്യം ഇവിടെ ഒന്നും പൂജയുണ്ട്. പക്ഷെ 8 പൂജ നടക്കുന്നതാ വേറെ എവിടെ ഇല്ലാതോ. അതുകൊണ്ട് വിരോധം ഇല്ലെങ്കിൽ ആ രത്നം പ്രവച്ചു നീ അതിനായിട്ട് പൂജ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്നും പൂജയുണ്ട്. അപ്പോൾ പൂജിക്കുമ്പോൾ ഇത് പൊട്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 ഭാരം സ്വർണ്ണം കിട്ടും. വെറുതെ വേണ്ട. ഇതിന് പകരമായിട്ട് ദ്വാരകന് എന്തൊക്കെ വേണം സ്വർണ്ണങ്ങൾ അമൂല്യമായിട്ട്. ആ രത്നങ്ങളോ വൈഡൂര്യങ്ങളോ നവരത്നങ്ങളോ മാണിക്യോ ഇതൊക്കെ എന്തൊക്കെ വേണം ഇഷ്ടം പോലെ പടക്കണക്കിന് കൊട്ടക്കണക്കിന് ഇഷ്ടം പോലെ സ്വർണ്ണം കൊണ്ടുപോയില്ലാണ്. ചില ആളുകൾ ഇങ്ങനെയുണ്ട്. ദൂരത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. അത് എനിക്ക് തരുമോ? ഒരു ലക്ഷ്യമില്ലാതെ ചോദിക്കുന്നത്. ആ പോയ ആള് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര ഊഹിച്ചു വാങ്ങിയതാവും, കുടുംബത്തിന്റെ സന്തോഷമായിട്ട് കിട്ടിയതാവും. അത് എനിക്ക് തരുമോ? ലക്ഷ്യമില്ലാതെ ചോദിക്കാൻ ചില ആളുകൾ അങ്ങനെയുണ്ട്. ഉള്ളിലുണ്ട് കാണാൻ ഇവൻ ചോദിക്കാൻ തനിക്ക് തന്നില്ല എന്ന് മാത്രമല്ല താൻ കഷ്ടപ്പെട്ട് കാട്ടിൽ പോയിട്ട് എത്ര കാലം ആരും കാണാതെ കണ്ട് താമസിച്ച് ബുദ്ധിമുട്ടിക്കപ്പൊക്കെ എത്തിയേക്കണേ. എന്നിട്ട് കിട്ടിയപ്പോൾ അതിങ്ങനെ ഇവിടെ വെച്ചോളൂ, അതിന് പകരം എന്തൊക്കെ ചേർന്ന് കൊണ്ടുപോകാൻ ഏതാ കള്ള ആരോഗ്യം പറയാനും വേണ്ട. കൃഷ്ണ പരിഭവം തോന്നരുത്. ഞാൻ അവിടെ പൂജിച്ചോളാം. ഞാൻ ഇത് 8 ഭാരം സ്വർണ്ണമാകുമ്പോൾ ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു സംവത്സരമല്ല ഉച്ചത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ധനാധീനാവും. എനിക്ക് സമ്പത്തും എല്ലാം ഇഷ്ടംപോലെ പരിചാരകർ പ്രവർത്തിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കത് മതി, ഞാൻ പോയി വരട്ടെ. ഭഗവാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതിനെയാണ്. അതായത് അങ്ങനെയാവാം. ഞാൻ ചോദിച്ചത് മാത്രം ആലോചിക്കാവുന്ന സന്തോഷത്തോട് ഭഗവാൻ യാത്രയ്ക്കെന്ന് മാത്രമല്ല സപ്താഹത്തോട് പുറപ്പെട്ട് നേരെ കണ്ട് രാജധാനിയിലേക്കുമ്പോൾ അവിടെ
ആദ്യത്തിൽ തന്നെ അതന്നെയാണ് എല്ലാവർക്കും സന്തോഷമായി. അവിടെ സന്തോഷമായിട്ട് ആ പതിവ് സമയം തെറ്റിക്കാതെ കണ്ട് പൂജയ്ക്കൊക്കെ നിശ്ചയിച്ച് പൂജാവിധികളൊക്കെ അനുഷ്ഠിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും ആ അനുജനായിട്ടുള്ള പ്രസേനൻ കുറച്ചധികം ഉത്സാഹത്തോടെ എടുത്തു. ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്താ ഉണ്ണി, ജ്യേഷ്ഠനോട് കുറച്ച് ദിവസം ഇങ്ങനെ കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ട്, എന്താ ഈ രത്നം ജ്യേഷ്ഠൻ സമ്പാദിച്ചതല്ലേ? അതെ. ജ്യേഷ്ഠൻ ഇപ്പോൾ പൂജ കഴിഞ്ഞാൽ കഴുത്തി കെട്ടാറില്ലേ? ഞാൻ വല്ലപ്പോഴും കെട്ടാറുണ്ട്. എനിക്ക് മോഹമുണ്ട്, എൻ്റെ ജ്യേഷ്ഠനല്ലേ, എനിക്ക് പിന്നെ ആരുമില്ലോ, എനിക്ക് ജ്യേഷ്ഠനോട് വയ്ക്കാൻ പറ്റൂ. ആ സ്വർണം, ആ സെന്തകം എൻ്റെ കഴുത്ത് കിട്ടുകയാണെങ്കിൽ എനിക്കൊരു മോഹം ഉണ്ടാവുമല്ലോ. സാധാരണ യാത്രാജന്മാരൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോഹം ഉണ്ടാവും. ഇപ്പോൾ ജ്യേഷ്ഠനെ ആലോചിക്കുകയാണെങ്കിൽ, ഉണ്ണി ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം, എന്നൊക്കെ പൂജ കഴിഞ്ഞാൽ ഉണ്ണി എൻ്റെ അടുത്ത് തന്നെ ഞാൻ കെട്ടിത്തരാം, ആ കുറച്ച് നേരം നിന്ന് വിശ്രമിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അഴിച്ചു വയ്ക്കും. അതല്ല, അതുകൊണ്ട് കാര്യമില്ല, ഞാൻ ചേട്ടന് മാത്രം കണ്ടാൽ പോരാ, എൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. വേണ്ടിയിട്ട് ആളുകൾ പരിചയമില്ലാത്തവരെ, പരിചയമുള്ളവരെ, ചിരവഴിയുള്ളവരെ, കാര്യം എനിക്ക് കൂടെ കുറച്ച് അത്യാവശ്യം നമ്മനാണ് കൊണ്ട് അവരൊക്കെ കാണാൻ പാകത്തിന് എനിക്ക് മോഹണ്ടാവും. ഇതെന്തോ കേട്ടത് മത്സ ഇപ്പോൾ എനിക്ക് എന്താ ഞാൻ അഭിമാനമായിട്ട് നടക്കുമ്പോൾ അവർ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ എൻ്റെ ഊറ്റം, അവർക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന എന്നോടുള്ള ബഹുമാനം കുറിച്ച് വർദ്ധിക്കാൻ എനിക്കാണല്ലോ. അതിനു വേണ്ടി ജ്യേഷ്ഠ എനിക്കത് തരണം. ഞാൻ ഈ അധികം ദൂരം കൂടെ ജീവിക്കവരി ഇതൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയാണ്. ഇനി എന്തൊക്കെ വിഷമം കാരണം സ്വർണ്ണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എന്തൊക്കെയല്ലേ, വെട്ടിക്കൊല്ല, കുത്തിക്കൊല്ല, ചവിട്ടിക്കൊല്ല, എന്താ സംഭവിക്കാൻ ചെയ്യില്ല. അതുകൊണ്ട് മുന്നോട്ടുള്ള സ്നേഹം കൊടിക്ക് വല്ലാത്ത വിഷമം അതുകൊണ്ട് ഇനി അങ്ങനെ ആവശ്യപ്പെടരുത്. നിർബന്ധമാണെങ്കിൽ അവിടെ കെട്ടി നിന്നോളൂ, കുറച്ച് കഴിഞ്ഞാൽ അവിടെ അച്ചേക്കില്ല. അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ വഹിച്ചപ്പോൾ സ്നേഹം നല്ലോണം അതിനോട് ഇപ്പോൾ കൊടുക്കാനില്ല. സാധാരണ ചേർത്താൻ പറയുമ്പോൾ തന്നെ വെട്ടിയിട്ടും കുത്തിയിട്ടും അതുപോലില്ല വൈരാഗ്യോ. എത്ര സ്നേഹം അങ്ങോട്ട് പറയുകയില്ല. ഇന്നൊരു കാര്യമില്ല, എന്നാൽ ആ ആൾത്തന്നെ ആയിക്കോട്ടെ. അധികം കുറച്ചേക്കും പോയിട്ട് സമ്മതിച്ചു. അത്യാവശ്യം സൈന്യങ്ങൾ ജോലിയുടെ കൊണ്ടുവന്ന് കൂടെ പുറത്തു. കാരണം ഉണ്ണി പ്രത്യേകമായിട്ട് അമൂല്യമായിട്ട് രത്നം സമ്പാദിച്ചിട്ട് കിട്ടിയത് മോഹം സാധിപ്പിക്കാൻ വേണ്ടി കയറ്റി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ പരിചാരകന്മാരും ഭൃത്യന്മാരൊക്കെ കൂടി ഉണ്ടാവണം. പ്രത്യേകിച്ച് എങ്ങനെയാണ് മുന്നിട്ട് ഇഷ്ടത്താൽ അതിനനുസരിച്ച് പെരുമാറണം. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ഞാൻ ആരെയും വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏൽപ്പിച്ച് പിറ്റന്നാൾ പൂജ കഴിഞ്ഞ് ആ സെവന്തകരത്നം കഴുത്തി കെട്ടി കേമായിട്ട് പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ വലിയ കുതിര വെച്ചാൽ എല്ലാത്തിലും ഓടാൻ കഴിവുള്ള, എല്ലാ കുതിരകളെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിവുള്ള കുതിരയുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിലുള്ള കുതിര, അല്ല പൊക്കമുള്ള കുതിര. അതിൽ കയറി ആ കുതിരയ്ക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ അലങ്കരിച്ച് പറ്റൊക്കെ വിസ്തരിച്ച് ആ കുതിരയ്ക്ക് കഞ്ഞാണൊക്കെ പിടിച്ച് അതിൽ കയറി കയ്യിൽ കുന്തും കഴിച്ചു. കുന്തച്ചാൽ അത് നായാട്ടിന് പോവുക എന്നുള്ള വ്യാജേന കുതിരപ്പുറത്ത് കഴിഞ്ഞ് കുന്തം വാള വേല ജീവം പാടം ഇട്ടൊക്കെ പോവുക. കുന്തായിക്കോട്ടെ, കുന്തനെ കൈ വെച്ച് കുഴച്ചിക്കൊണ്ട് കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി അങ്ങനെ പുറപ്പെട്ടപ്പോൾ സൈന്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് പിന്നാലെ കൂടിയിട്ട് മുമ്പ് പോകുന്നത് ആ സത്രാജിത്തിൻ്റെ അനുജൻ്റെ മോഹം സാധിപ്പിക്കാൻ പോവുള്ളൂ. കുറച്ചുകൂടെ പോയപ്പോൾ ഈ ഇങ്ങടാവാം കാട്ടിലേക്ക് പോകാൻ കാരണം നായാട്ടായിക്കോട്ടെ, എന്നാൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. തന്നെ കൂടുതലൊക്കെ മൃഗങ്ങളൊക്കെ ഹിംസിക്കാം. ഇപ്പോൾ കാട്ടിൻ്റെ അതിർത്തി കൂടെ പോയാൽ തന്നെ മൃഗങ്ങൾക്ക് ധാരാളമുണ്ട്. ഇപ്പോൾ പച്ചക്ക് തിന്നാൻ വേവിച്ച് ഇങ്ങനെ ചുറ്റി നിന്ന് സൈന്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എന്നാൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. തനിക്ക് വെച്ച് യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്ത് ഘോര വനത്തിനുള്ളിൽ വിശ്രമിക്കാനുള്ള അവസരം നമുക്ക് അതല്ല. ആ കാട്ടിന് വിളിക്കാൻ പോയപ്പോഴാണ് അവിടെ വള്ളിക്കുള്ളുകളെ കൊണ്ട് നിറഞ്ഞു വെച്ചായിരുന്നു. എല്ലാ കാടും ഒരുപോലെയല്ലോ. ഓരോരം ഒഴിഞ്ഞെടുക്കേണ്ടത് വൃക്ഷങ്ങൾ മാത്രമല്ല, രേഖകൾ മാത്രമുണ്ട്. ഒരു ഭാഗത്ത് വള്ളിക്കുന്ന് മാത്രം. അവിടെ എത്തിയപ്പോ മൃഗയാ ഗിരികുജാദുത്ഥായ ചണ്ഡലരൈഷ്ടവേദാഘാതൈ വിദലിതവനകരിയൂഥോ രുധിരബിന്ദുരൂഷിത ധവള സഞ്ജന്യേന വപുഷാ വിഡംബയന്നിവ സന്ധ്യാരാഗരൂഷിതം ശരദംബുദം അതിബഹളഗോപാവേശവിതീകൃതേന കഠിനകരലംഭോളിഖണ്ഡഘടിതൈവകരാളേ ദന്തപടരൈ മുഹുർമുഹുരധികഭയങ്കരേണ വിദലിതരസനാകണ്ഡലിതകാന്തിരഞ്ജിതപുരോഭാഗതയാ പരിവീതമിവ നിഖിലമിവരം ഊർധ്വോദ്ഗ്രീകൃതേന ലാംബൂലേന കരാളിത പശ്ചാത്ഭാഗ നിർദ്ദലിതഹസ്തുബലമസ്തൂലം ക്ലാഭരപ്രകൃതന്തുരിത നഖപഞ്ചപഞ്ചാന
പഞ്ചസഞ്ജന്യമേനം മഹാവിഷമിത്യാശങ്ക്യ ത്വരിതരമാണു ആഭോഗ്യ ഗാഠകരയ്യ കരപ്രഹാരയ്യ സത്വരമേനം നിർജഘാന. തദനന്തരം അതിനുശേഷം നായാട്ടിലെ ഓരോ പ്രദേശങ്ങൾ അതിക്രമിച്ച് കൊച്ചിഞ്ഞപ്പോ അവിടെ ഗിരികുഞ്ചാൽ ഉത്ഥായ, ഗിരികുഞ്ചത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തു ഒരു പഞ്ചാനന, ഒരു സിംഹം. ഒരു സിംഹം പറഞ്ഞാൽ പോരാ, പ്രായാധിക്യം കൊണ്ട് വല്ലാതെ കണ്ട അവസരമായിട്ടുണ്ടെങ്കിലും ആ പരാക്രമത്തിന് അത് കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും പൊക്കമുള്ളതാണ്, ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള സിംഹം വെച്ച മൃഗങ്ങളുടെ അയാളാണെങ്കിലും അതിൽ വെച്ച് ഏറ്റവും വലിയ വലിപ്പവും പരാക്രമവും ശക്തിയുള്ള സിംഹം നമുക്ക് വിശേഷിപ്പിക്കുന്നത് തെറ്റല്ല. പഞ്ചാനന, ആ പഞ്ചാനനൻ അവിടുന്ന് പുറപ്പെട്ടു. എന്താ കാരണം? ഭീഷണമേന, നിദ്രാജിംഭിതം കൊണ്ട് ഭീഷണങ്ങളായിട്ടുള്ള നയനങ്ങളോടുകൂടി അവരായി തീർന്നു ആ പഞ്ചാനൻ. പഞ്ചാനൻ സിംഹം അത് ഭീഷണങ്ങളായി തീർന്നു നയനങ്ങൾ. അവരുടെ സിംഹത്തിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ ഭയങ്കരല്ലേ. ഞാൻ ഭീഷണങ്ങൾ പറഞ്ഞ ആവശ്യപ്പെടുന്നതാണെങ്കിൽ മൃഗയാ കലകലാകർണൂത നിദ്രാജിംഭിത ഭീഷണമേന, അങ്ങനെയുള്ളവരാ സിംഹം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിശ്രമിച്ച് അങ്ങനെ സിംഹം രാജാവാവുകൊണ്ട് സിംഹരാജാവാവുകൊണ്ട് അവിടെ സുഖമായിട്ട് കുറച്ച് മുമ്പേ ഹിംസിച്ച് മാംസം ഭക്ഷിച്ച് രക്തം കുടിച്ച് ആ വയസ്സൊക്കെ ഇരുന്നപ്പോൾ ആ ഗിരികുഞ്ചത്തില് വള്ളിക്കൂടുണ്ട്. ആ വള്ളിക്കൂടിൽ അനവധിക്കാരായിട്ട് താൻ ഒറ്റയ്ക്ക് കഴിയുള്ളൂ. മറ്റൊരു സിംഹങ്ങളൊക്കെ ഭാഗത്തുണ്ടെങ്കിലും ഈ പ്രായാധിക്യം കൊണ്ട് തോന്നിക്കുന്നുണ്ടെങ്കിലും ശക്തിക്ക് കുറവില്ലാതെയുള്ള സിംഹം അവിടെ കിടക്കുക. ആ ഒന്നിങ്ങനെ കിടക്കുക, കിടക്കുമ്പോൾ ഒന്നിനും മയങ്ങൂലും. ആ മയക്കം സമയത്താണ് മൃഗയാ കളകളാകർണ്ണ ധൂതനിദ്രാജിഭീഷണമേന, മൃഗയുടെ കളകളാകർന്നു. മൃഗയ നായാട്ട് കൊണ്ടുണ്ടായിട്ടുള്ള കളകള ശബ്ദം, ആ ശബ്ദം കൊണ്ട് നിർഭൂതമായി തീർന്നു നിദ്രാജംഭിതം. നിർഭൂതമായി നിദ്ര ഉറക്കം പോയി. ഉറക്കം പോയത് മാത്രമല്ല ജംഭിച്ചു, വല്ലാതെ വർദ്ധിച്ചു. വല്ലാതെ വർദ്ധിച്ചു മാത്രമല്ല ഭീഷണങ്ങളായി തോന്നുന്നു നയനങ്ങളെ. ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സാധാരണ ഉറക്കമുള്ള ഭാഗത്തും ആളുകളൊക്കെ ദേഷ്യം പറ്റും. ഈ സിംഹം അവിടെ അധികമായി. അപ്പോൾ വല്ലാതെ തീക്ഷണമായിട്ടുള്ള കണ്ണുകളാണെങ്കിൽ ഒന്നും കൂടി പ്രോത്സാഹിച്ചു. അതോടുകൂട്ട് ഗിരികുഞ്ചാലുത്ഥായ, എഴുന്നേറ്റ് ഉറക്കത്തിലും മാറ്റാൻ വേണ്ടി കയ്യും കാലൊക്കെ ഒമ്പിക്കും മുന്നേക്ക് നീട്ടിപ്പിടിച്ച് സടയൊക്കെ കുറഞ്ഞ് ചണ്ഡിതരങ്ങളായിട്ടുള്ള അപകടങ്ങളായിട്ടുള്ള ആഘാതങ്ങളെ കൊണ്ട് അത് വർദ്ധിച്ചിരിക്കുന്ന വേഗത്തിൽ പദവിന്യാസങ്ങൾ മുമ്പോട്ട് വിന്യസിപ്പിച്ചുകൊണ്ട് വിദരിത വനയൂധോ നിർദ്ദലിത ഹസ്തുലം ജനപഞ്ചാനന, അങ്ങനെയുള്ള പഞ്ചാനനി വിശേഷങ്ങൾ പറയുന്നത്. വിശേഷത്തിനാണ് പ്രാധാന്യം, വിശേഷത്തിന് അപ്രധാന സാധാരണ പറയുക. ഇവിടെ വിശേഷം ഒന്ന് എന്ന് വെച്ചാലും വിശേഷങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വിശേഷങ്ങൾക്ക് ആ പ്രാധാന്യം കൂടുക. എന്താ കാരണം? നിർദ്ദലിത ഹസ്തുലമസ്തൂല മുഖാഫലപ്രകര ദന്തുരിത നഖവഞ്ചന പഞ്ചാനന, പഞ്ചാനന നഖവഞ്ചനങ്ങള് അങ്ങനെയുള്ളതാണ്. നഖവഞ്ചനങ്ങൾ വെച്ചാൽ കയ്യിലും കാലത്തിൽ നഖങ്ങൾ നീണ്ടു കൂർത്തു വളഞ്ഞ് മൂർച്ചയുള്ള നഖങ്ങൾ നീട്ടി വെച്ചിട്ടുണ്ട്. നഖം വെട്ടിക്കളയാനും പറ്റില്ലോ, സിംഹത്തിൻ്റെ ആണല്ലോ. അത് നീണ്ടു വളഞ്ഞ് കൂർത്ത് മൂർച്ചയുള്ള നഖങ്ങള് വല്ലാതെയുള്ള സിംഹം. അതുകൊണ്ട് സിംഹമൊക്കെ കാണിയുണ്ടെങ്കിൽ ഈ സിംഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് അതിന് വർദ്ധിച്ചിരിക്കുന്ന നഖങ്ങളുടെ മൂർച്ച കൊണ്ടും കുറച്ച് വിശേഷമായിട്ട് സിംഹം. എല്ലാവരും ഇതുപോലെ ഒരു ശരീരത്തിന്റെ വല്ലാതെയുള്ള വലിപ്പം, ഇത് കുറച്ച് വലിപ്പമുള്ള സിംഹം, നല്ല പരാക്രമമുണ്ട്. ആ സിംഹം നിർദ്ദലിത അങ്ങനെയുള്ളതാണ് സിംഹം എന്ന് പറയാൻ കാരണം. നിർദ്ദലിതങ്ങളാണ് ഹസ്തിപുരങ്ങൾ, ഹസ്തികളുടെ പുരം, സിംഹങ്ങളുടെ കൂട്ടം. ആനകൾ ഹസ്തികളുടെ കൂട്ടം, ഹസ്തികൾ വെച്ച ആനകൾ, ആനകളുടെ കൂട്ടം. ആ ആനകളുടെ കൂട്ടങ്ങള് നിർദ്ദലിതങ്ങളാക്കി തീർക്കുക. നിർദ്ദലികൾ വെച്ചാൽ പിറക്കുക. സിംഹം ആനയെ കണ്ട ചാടിയിട്ട് ആനകളുടെ മസ്തകത്തിൻ്റെ അടിച്ച് മസ്തകം പൊളിച്ച് ചോര കുടിച്ച് അങ്ങനെയാണല്ലോ അഭിപ്രായം. അത് അനവധി കാലങ്ങളെ കൊണ്ട് അനവധി ആനകളുടെ അനവധി മസ്തകങ്ങൾ തല്ലി തകർക്കുക. അതാണ് നിർദ്ദലിതങ്ങളായിരിക്കുന്ന ഹസ്തികളുടെ മസ്തകങ്ങൾ. അത് ലഗ്നസ്ഥൂല മുക്താഫലപ്രകടന ദുരിതങ്ങളാണ് നഖവഞ്ചനങ്ങൾ. ഈ നഖങ്ങളും ഈ ആനി പറയാതെ കാരണം യോഗ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ആ സിംഹത്തിന്റെ വലിപ്പവും. സിംഹം ഭക്ഷിച്ച് മയക്കത്തുനിന്ന് നിദ്രാജിംഭിതമായിട്ടുള്ള ഭീഷണങ്ങളായിട്ടുള്ള നയനങ്ങളോട് പോയിട്ട് വമിക്ക് പുറപ്പെടാനുള്ള കാരണവും പുറപ്പെടുമ്പോണ്ടാകുന്ന അവസ്ഥയും അത് നിർദ്ദലിതങ്ങളായി തോന്നും, നിന്നോണ്ടതായി തോന്നും. നിന്നോണ്ടെന്ന് വെച്ചാൽ പൊന്തിയിട്ട് കാണിക്കും.
പൊന്തിയിട്ട് കാണിച്ചാൽ സിംഹത്തിന് നടക്കാൻ വയ്യായില്ല. സിംഹത്തിന് 2 കൈയും 2 കാലിനും 4 കാലം ഉണ്ടായ പറഞ്ഞാൽ ആ 4നും യാതൊരു ക്ഷമവും പറ്റിയിട്ടില്ല. നല്ല ഉച്ചകൾ തന്നെയാണ്. 4 കാലിനെ കൊണ്ട് നടക്കുമ്പോൾ 2 കൈ 2 കാലം നടക്കുമ്പോൾ അതിന് യാതൊരു ദോഷവുമില്ല. എന്നാ പിന്നെന്താ നിന്നോണ്ടായിട്ടില്ല. നിന്നോണ്ട് വെച്ചാൽ പൊന്തിയിട്ട് കാണിച്ചു. പൊന്തിയിട്ട് കാണിക്കുമായി വരാൻ കാരണം ഈ നീണ്ടു കൂർത്തു മൂർച്ചയുള്ള വാഹനങ്ങള് മസ്തകങ്ങൾ തട്ടിയിട്ട് അടിച്ചു വീട്ടാണ് വാനയുടെ കൂട്ടം വരുന്നത്. ആരുടെ കൂട്ടം വരുമ്പോ ആ സിംഹം ചാടിക്കുന്ന മസ്തകത്തിൽ തീ അടിക്കുമ്പോ ആ നഖങ്ങൾ മൂർച്ചകൾ മസ്തകത്തിൽ തുളച്ചു കയറുമ്പോ അത്യപൂർവമായിട്ടുള്ള ആനകളിലൊക്കെ ചിലപ്പോ ആ മസ്തകത്തില് രത്നമുണ്ടാവും, രത്നക്കല്ലുകൾ. എല്ലാ ആനകളും ഉണ്ടാവില്ലേ? ആ ആറ്റിയുടെ ആഘാതം കൊണ്ട് മസ്തകത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ രത്നം ഈ നഖത്തിനുള്ളിലേക്ക് കയറുമ്പോ ഒരാന കൂട്ടത്തിലല്ല, ഒരു നഖത്തിലല്ല, അനവധി ആനകളെ കൊണ്ട് അനവധി ആനകളുടെ അനവധി വിഹരങ്ങളെ കൊണ്ടുണ്ടായിട്ട് രത്നം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ആ രത്നക്കല്ലുകൾ ധാരാളം തിങ്ങി നടന്നിരിക്കുക. നഖങ്ങളുടെ കൂട്ടങ്ങളിൽ തിങ്ങി നടന്നിരിക്കുമ്പോൾ അതൊരു അസ്വസ്ഥതയാവുക. അത് സിംഹത്തിന് നടക്കാൻ വയ്യായില്ല. അപ്പൊ എന്താ പൊതിയിട്ട് കാണിക്കും. 2 കൈയും 2 കാലും വെക്കുമ്പോ എന്താ അതിൻ്റെ ഇടയിൽ സാധാരണക്കാരന് നടക്കുന്നത് വെട്ടിക്കഴിഞ്ഞാൽ അസ്വസ്ഥത എപ്പോഴും ഇത് നടക്കാൻ വയ്യാതെയുണ്ട്. അപ്പൊ കൂർത്തു മൂർച്ചയുള്ള വളഞ്ഞ വജ്രം പോലെയുള്ള ആ നഖത്തിന്റെ ഉള്ളിലേക്ക് പറ്റിപ്പിടിച്ച് നിറഞ്ഞു വശമായിട്ടുള്ള ആനകളുടെ മസ്തകത്തിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള രത്നക്കല്ലുകളെ കൊണ്ടുള്ള വിഷമം കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുന്നോ എന്ന് പറയേണ്ടതാണ്. അതാണ് വിഷയങ്ങൾക്ക് പ്രാധാന്യം പറയാൻ കാരണം. അങ്ങനെയുള്ള നഖമഞ്ജര പഞ്ചാനന സെമന്തക പ്രഭാവം ജനമേനം സെമന്തകത്തിന്റെ പ്രഭാവം കണ്ടപ്പോ ഇത് മഹാമിഷമിതി ആശങ്ക വലുതായിട്ടുള്ള മാംസമായി തെറ്റിദ്ധരിച്ച് മാധോക്യ ഒരൊറ്റ ചാട്ടം ഇത് നോക്കുന്നില്ല. ആനെന്താ കാണി രത്നത്തിലെ പ്രഭ കാണുന്ന പ്രഭ കാണുമ്പോൾ എന്തോ അമൂല്യമായിട്ടുള്ള ബന്ധുവിൻ്റെ എന്തോ സാധനമാണ്, എന്തോ മാംസമാണ്, എനിക്ക് ഭക്ഷിക്കാൻ പറ്റതാവും. ഓരോരുത്തർ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ വിചാരിക്കുക. സിംഹം ഇത് എനിക്ക് ഭക്ഷിക്കാനുള്ള മാംസാവും നിശ്ചയിച്ച് അത് വിചാരിച്ചാൽ നിങ്ങൾ പിടിക്കാൻ നോക്കാൻ പറ്റില്ല. ഒരു ചാട്ടം ഒരു അടിയും. അതോ ഗാഠതരങ്ങളായിട്ടുള്ള കരപ്രഹാരങ്ങളെ കൊണ്ട് അതോടുകൂടി ഏനം സപുരകം നിർജഘാന ഇദ്ദേഹത്തെ പുരകത്തോടുകൂടി ഗ്രഹിച്ചു. പുരകം പുരപ്പുറത്താണ് വിളിക്കുന്നത്. ഒരൊറ്റ അടിയോട് കൂടി ആ സത്രാജ്യത്തിന്റെ അന്യൻ പ്രസേനയും ഇവർ കൊന്നു. സത്വരം ഏനം നിർജഘാന അങ്ങനെ പക്ഷമാകുമ്പോ എളുപ്പത്തിൽ വേഗത്തിൽ കൊന്നു. വേഗത്തിൽ കൊന്നു എന്നുള്ള പ്രയോഗിക്കുന്നേക്കാൾ ഭേദം സപുരകം ഏനം സത്വരം നിർജഘാനാകുമ്പോ കുറച്ചുകൂടി ഭംഗിയുള്ളേ. ചാണകം അടിക്കലും പുരകത്തോട് കൂടിയിട്ടുള്ള ആ പ്രസേനെ ഇവരുടെ അടിക്കൽ കൊന്നു. കൊന്നു മാത്രമല്ല ആദ്യമൊക്കെ സൈന്യങ്ങളൊക്കെ മാറി വെച്ചാ എന്താ ശബ്ദത്തിൽ കൊണ്ടു വെക്കണോ? അതാ കുമാരനെ കാണാനില്ല, അന്വേഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തപ്പു മാത്രം ഇവരൊക്കെ അന്വേഷിച്ച് പോകുന്നത്. ഇവർക്കൊക്കെ അന്വേഷിച്ച് ഗൗരവത്തിനുള്ളിൽ പോയത് മാത്രമല്ല ഇവിടെ കുതിരി ആ പ്രസേനം കത്ത് കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് യാദൃച്ഛികമായിട്ട് ജാമ്പവാൻ പൊതുവിചാരിക്കണ്ടല്ലേ എത്രയ്ക്കും പോകാറുണ്ട് വഴിക്ക്. ആ പല ആവശ്യമായിട്ട് പോകുമ്പോൾ മടക്കം ആ വഴിക്ക് വരുമ്പോഴാണ് എന്തോ ഒരു തേജസ് തന്നെ കണ്ടിക്ക് തുടങ്ങിയ. നോക്കിയപ്പോൾ രത്നക്കല്ലാന്ന് മനസ്സിലായി. ആദ്യം നോക്കിയപ്പോൾ എന്താ നോക്കിയപ്പോൾ അത് കല്ല, അമൂല്യമായിട്ടുള്ള കല്ലാണ്. ആവശ്യമില്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ അവനവന് ആവശ്യമില്ലെങ്കിൽ മക്കളെ കൈക്കോട്ടേ ഉള്ളൂ. സർവ്വസാധാരണ ജാമ്പുവാൻ തനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല. എൻ്റെ മകളുണ്ട്, കുട്ടിക്കാവാം ജാമ്പൂരിക്ക് കളിക്കായിക്കോട്ടെ. ഒരു മണി കാണാൻ പോകുന്നുണ്ട്. ആ മണി എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കഴിഞ്ഞിട്ടാടുന്നുണ്ട്. അതിൻ്റെ വീടിൻ്റെ തേജസ്സുണ്ട്. ക്രമത്തിൽ നടന്ന് തൻ്റെ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തി. ജാമ്പുവാൻ്റെ ഗുഹയുടെ ഉള്ളിലേക്ക് കണ്ടിട്ടുണ്ട്. അവിടെ കേമായിട്ടുള്ള പ്രകാശം. ഈ സെമന്തക പ്രഭ സഞ്ചം കൊണ്ട് അതിൻ്റെ സെമന്തകത്തിന്റെ പ്രഭാധിക്യം കൊണ്ട് ഈ ഇരുട്ടുള്ള ഗുഹകളിൽ പ്രകാശം വന്നു. ഇവിടെ കൊണ്ടുവന്നതേ നന്നായിട്ടോ പ്രകാശം ഉള്ളൂ. അവിടെ നോട്ടെ കുട്ടിക്ക് കളിക്കുന്നില്ല നിശ്ചയിച്ച് അതിലേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടേ. ആ ഗുഹകളിൽ ആ സെമന്തകത്തും പ്രകാശം അങ്ങനെ മാത്രമല്ല. അങ്ങനെയൊക്കെ ഇവിടുത്തെ കഥ എന്നല്ല. പ്രസേനം പോയ ശേഷം കാണാനില്ല. ആരാ അവിടെ സൈന്യങ്ങളൊക്കെ പോകലൊക്കെ വന്നോ? അവരൊക്കെ പേടിച്ച് മാറി നിൽക്കുക. എല്ലാവരും ഭടന്മാർക്കൊക്കെ പേടി തുടങ്ങി. എന്താ സംഭവിക്കാൻ ശരി. ഇപ്പൊ മുഖ്യ ചിന്താമത്തിനായിട്ടിരിക്കുക. അതാണ് ഭടന്മാർക്ക് വിഷമം. എന്താ തോന്നിയിരിക്കൂ കുറെ നേരെ നടക്കാൻ കഴിഞ്ഞിട്ട് എപ്പോ പോയതാ? ഇപ്പൊ വരുന്നുള്ളതല്ലേ? ഇതുവരെ എവിടെയാണ്
ഉണ്ണിയോടെ നീ കാണാൻ ആർക്കും ഉണ്ടാകുന്നില്ല. കാരണം ഉണ്ണി കത്തുന്ന പറയാൻ പറ്റും. അവരുടെ അല്ല അപ്പോൾ നമുക്ക് ആൾക്കാർ ഇഷ്ടമാവില്ലോ. അവരൊക്കെ മാറി മാറി പോവുക, ചോദിച്ചു കഴിഞ്ഞാൽ പറയാണ്ടിരിക്കുക. അങ്ങനെ എപ്പോഴാണ് നീ എന്താ പറയുന്നത്? ഒരു പക്ഷേ അങ്ങനെയാവൂ. ആവോ സംഘം കഴിക്കാൻ നമുക്കതിനകത്ത് കഴിച്ചു കൂട്ടി. പിറ്റന്നാ പ്രഭാതമായി കുളിക്കാൻ ശ്രദ്ധ കമ്മി തുടങ്ങി. കുളിക്കില്ലാന്നല്ല, കുളിച്ചില്ലാന്നുമല്ല, പിന്നെയോ ഭക്ഷണം കഴിക്കാൻ അത്ര സ്നേഹമാണ്. വേണ്ടിയിട്ടുള്ള ആളെ കാണാൻ വരുമ്പോൾ ഇതാണ് കൂട്ടത്തിൽ ഒരുത്തിനെ കാണാനില്ലെങ്കിൽ 1, 2, 10, 16 ദിവസമല്ല. കാണാനില്ലെങ്കിൽ കാണാത്ത ആളുകളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാത്ത ആൾ ചോദിച്ചാലേ വേണ്ടപ്പെട്ടു. കാണാത്ത ആളുകളുടെ സ്നേഹം കാരണം ഇവിടെയുള്ളവർ അനുഭവിക്കുന്ന വിഷമം വേറെ അല്ലേ? കഷ്ടേ കഷ്ടം. എത്ര ദിവസം ഉണ്ണിയെ കാണാതെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവനോട്ട് ഉള്ളിലുള്ള ആ വിഷമം അങ്ങോട്ട് വേണ്ടപ്പെട്ടോടാണല്ലോ പറയുക. വിഷമം സഹിക്കുകയാണ് ഭാര്യയോട് പറയാൻ ശരിക്കും. ഭാര്യയോട് പറയാറുണ്ടോ? എല്ലാ ഭാര്യയോടും പറയാൻ കഴിയും. ഒന്നാമത് സ്ത്രീകൾ പറഞ്ഞ ആക്ഷേപിക്കുന്നുണ്ട. സ്ത്രീയോട് പറയുമ്പോൾ രഹസ്യമൊക്കെ പരസ്യം എല്ലാവരും തന്നെ കേട്ടോ. അതാണ് രഹസ്യമായിട്ട് വിഷയങ്ങളൊന്നും സ്ത്രീകളോട് ആദ്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലിരിക്കില്ല. അതെ എൻ്റെ ഉറക്കമല്ലോ നേരിക്കുന്നു. ഞാൻ കാര്യം പറഞ്ഞാൽ ആലോചിക്കുകയുള്ളൂ. ഇല്ല അങ്ങനെപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയില്ലേ, ഞാൻ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയാൻ പോകുന്നത് ഇല്ല. അവൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയാച്ചിട്ടാ. എന്താ അത് ഞാൻ പറഞ്ഞു പറയുന്നത് ഇല്ല. അവള് പറഞ്ഞ രഹസ്യം മുഴുവൻ അവള് മറ്റോട് പറഞ്ഞു, മറ്റോട് വേറൊരാളോട് പറയുമ്പോൾ അവള് വേറൊരാളോട് പറഞ്ഞ് രഹസ്യം ഉള്ളിൽ കിടക്കാതെ വേണ്ടി പരസ്യമാക്കും. അതുകൊണ്ട് ആരും പറയാൻ കൂട്ടാക്കാറില്ല. ആ രഹസ്യം പരസ്യമായി കഴിഞ്ഞാൽ എത്ര മുഖ്യനായാലും വേണ്ടി അതാണ് ഇപ്പം ഈ അപകടമാവുന്ന കാരണമൊക്കെ. അതുകൊണ്ട് ആരോട് പറയേണ്ടെന്ന് നീച്ച കാര്യം അറിയാതെ കണ്ട് സത്രാജിത്ത് തൻ്റെ പ്രിയതോട് കൊടുക്കും. ഇവിടെ നോക്കൂ, നേരെ ഇരിക്കുന്നത് കേൾക്കുകയും എന്നെ ഇഷ്ടമില്ലാന്നോ? ഇവിടെ നോക്കൂ, ഇപ്പം കനപ്പിച്ചിരിക്കാൻ കൊണ്ടാണോ മുന്നോട്ട് ഇരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നോ? ഒന്ന് ചിരിക്കരുത്, എന്നെ പേടിപ്പിക്കണോ? നല്ല നോക്കി ഇവിടെ നേരെ പോകണം. ഉള്ളിലുള്ള വിഷമുണ്ടെങ്കിലും പ്രിയരുടെ അടുത്ത് പോയിട്ട് തന്നെ സമാശ്വസിപ്പിക്കാനുള്ള ആ മന്ത്രമൊക്കെ അവിടെ നിശ്ചയമാക്കി. കാരണം എനിക്കൊന്നും ആലോചിക്കാൻ കഴിവില്ലായില്ല. ഒരു രക്ഷയ്ക്ക് സമാധാനമില്ലാത്ത അവസ്ഥയാകുമ്പോൾ ദുഃഖം സഹിപ്പിക്കാനേ ഉള്ളൂ. തന്നെ സമാധാനിപ്പിക്കാൻ വേറെ ആരുമില്ല. ഇപ്പം തൻ്റെ പേരുമീനാണല്ലോ ഉണ്ടാവുക. അതെ ഇവിടെ നോക്കൂ, ഒന്ന് വിഷമിക്കേണ്ട. എന്തോ എന്നോട് പറയണമെന്നുണ്ട്, പറയാനില്ല. അതല്ല പറഞ്ഞോളൂ. ഇല്ല വേണ്ട. അതെ മുമ്പത്തെ പോലെ തന്നെ വിശ്വാസമില്ല. എനിക്ക് വിശ്വണ്ട്. ഇതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെച്ച് പറഞ്ഞില്ല. പിന്നെ ഞാൻ പറയുന്നത് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. പറഞ്ഞേക്കാൻ ഉറപ്പാകുമ്പോൾ എന്താണ് എനിക്ക് സംശയമുണ്ട്. എന്നാൽ അത് പറയൂ. കുറേ സംശയം വേണ്ട. അതെ ഞാൻ സിമന്തകരത്തിന് മുമ്പ് ആദ്യം ദ്വാരകയിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ടായി. അതെ അവിടെ പോയപ്പോൾ കൃഷ്ണൻ എന്നും അവിടെ പൂജയുണ്ട്. അതുകൊണ്ട് അതോടെ വെച്ചോളൂ. അതിന് പകരം എത്ര ലഭ്യമാണെങ്കിലും എത്ര സമ്പത്താണെങ്കിലും എത്ര നവധാന്യങ്ങളായാലും വലിയ നവരത്നായാലും വലിയ കൊട്ടക്കണക്കിന് പറക്കണക്കിന് ആയി അത് വഴി കൊട്ടാന്നൊക്കെ പറയണ്ടായില്ലേ? ഞാൻ കൃഷ്ണ പരിചാന്ന് നമുക്ക് പോകുമല്ലോ. എനിക്കൊരു സംശയം. കൃഷ്ണാച്ചാൽ മുഖ്യനാണ് വേണ്ടി കാര്യമില്ല. എല്ലാവരാലും സമാധാനീയനാണ്. ഈ വലിയ കേരളന്മാരൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പരസ്യമാക്കാനും പാടില്ല. പ്രതിപക്ഷമുണ്ട്. പരസ്യമായി കഴിഞ്ഞാലും പ്രശ്നമാണ്. പറഞ്ഞ ആർക്കും കുറ്റവും. എന്താ ഡൗട്ട് ശരിയാ? എന്താണ് സംശയിക്കുന്നത്? ഞാൻ നിന്നോട് വിശ്വാസം കൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ അവരുടെ വേറെ പറയേണ്ടതില്ല. കൃഷ്ണനൊക്കെ തട്ടിക്കുന്നു. കൃഷ്ണൻ ആ സേനന്തരം ഒന്ന് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ പ്രസേനം പോയപ്പോൾ പിന്തുടർന്ന് പ്രസേനൻ്റെ ഈ സ്വർണം സേനന്തരം തയ്യാക്കിയിട്ടുണ്ടാവോ? ഉണ്ണിക്ക് വല്ല കുറ്റമോ കുറവോ വന്നിട്ടുണ്ടാവോ? ഉണ്ണിയെ വഴി ഉപേക്ഷിച്ചിട്ടുണ്ടാവോ? ഉണ്ണിക്ക് വല്ല ആപത്ത് വന്നിട്ടുണ്ടാവോ? എനിക്ക് കുറച്ച് ദിവസമായി ദിവസമായിട്ട് കാണാമല്ലോ. കാണാത്ത ആളെ കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ പല രൂപത്തിൽ ചിന്തിക്കുമല്ലോ. എനിക്ക് മനസ്സിൽ കിടക്കാത്തോട് ഞാൻ എന്ന് പറഞ്ഞത്. ഞാനും വേദാചിട്ടില്ല അന്ന് പറഞ്ഞ ശരിക്ക് ചിലപ്പോൾ അങ്ങനെയാണോ? അപ്പോൾ ആ സംശയത്തിൽ വില കൂടി അവിടെ ഇരിക്കുമെന്ന് ഞാൻ പഴമിക്ക് ഞാൻ പുറപ്പെട്ടാൻ കഴിയില്ല. ഞാൻ കാര്യം രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പോകരുത്. ഞാൻ ഇവിടെ വേറെ ആരുടെ ഞാൻ നിന്നോടുള്ള വിശ്വാസം കൊണ്ടൊക്കെ പറഞ്ഞു. അപ്പം കാര്യം പുറപ്പെടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ മുഴുവനെ കേൾക്കാൻ വിളിക്കും. മനസ്സിലായില്ലേ? അതില്ലേ സമാധാനമായിട്ട് പോക്കാം. പറയരുതോ, ഞാൻ പറഞ്ഞ കാര്യം ആരോട് പറയരുത്. വിഷമിച്ച് പറയാൻ പാടില്ലാത്ത കാര്യം വേണ്ടപ്പെട്ട ആളോട് രഹസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആശ്വാസമുണ്ട്. സത്തായത്തിന് സമാധാനം ഇത് ഇങ്ങനെ വലുതാവുമോ? അത് ആ സംശയം ഇങ്ങനെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ എനിക്കും തോന്നായല്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ആ സംശയത്തിന് ദൃഢത കൂടി. അപ്പോഴാണ്
ഭാര്യ കൊണ്ട് കാര്യം സ്ത്രീയാണല്ലോ. എന്താ എനിക്ക് കുറച്ച് വിഷമമുണ്ട്, എന്താ എന്നോട് പറയാൻ പാടില്ലാത്ത, എന്നാൽ എന്നെ വലിയ കാര്യമില്ല, ഇപ്പം എന്നോട് പറഞ്ഞൂടെ പറയണ്ടാച്ചിട്ട് നീ ഒരള് പറഞ്ഞ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പണി. അതല്ല ഞാൻ എന്തെങ്കിലും പറയാറുണ്ട്, ഇവിടുത്തെ കാര്യം പറയാറില്ല. പക്ഷെ അതിൻ്റെ കാര്യമുണ്ട് ആരുടെ പണിയെടുത്ത് പറയും. ഈ വിശ്വാസത്തിൽ പറഞ്ഞാൽ പോരെ. ആ പ്രശ്നമെല്ലാം ഭാഷണെ കൊടുക്കുന്ന തൻ്റെ അകത്തിറക്കുന്നത് പറയുകയും ചെയ്യാം. തൻ്റെ വേണ്ടപ്പെട്ടവരാണല്ലോ, കോഴിയോട് വന്നു, കോഴി വേറാതെ വന്നു, പറഞ്ഞാൽ അതിന് വേണ്ടപ്പെട്ട ആളുകളിൽ പറഞ്ഞതിന് എല്ലാവരും വേണ്ടപ്പെട്ടവരാവുമല്ലോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം രഹസ്യമാകുമല്ലോ. രഹസ്യം അത് മുഖ്യനെ കുറിച്ചുകൂടി ആകുമ്പോൾ പരസ്യം വരും. പരസ്യം കഴിഞ്ഞാൽ ആ പരസ്യം രഹസ്യമായിട്ട് വയ്ക്കാൻ അങ്ങനെയാണല്ലോ. ബ്രഹ്മൻ ഗന്ധാസി സമൂഹഭാര സമീപനീയസ്മേ സന്ധ്യചോരാമുനേഹ കൃഷ്ണ പ്രതിഖാലതി സസ്യജാതം. ഹേ ബ്രഹ്മൻ ഗന്ധാസി, അങ്ങ് എവിടെ പോകണം? ഒരു ബ്രാഹ്മണോത്തമൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വഴിപോക്കനായിട്ട് ബ്രാഹ്മണോത്തമനോട് മറുവായിക്ക് പോകുന്ന വ്യക്തി ചോദിച്ചു, അങ്ങേ അല്ലെങ്കിൽ ബ്രാഹ്മണോത്തമൻ അങ്ങേ ഉടക്കാ പോകണ ചോദിച്ചപ്പോ അതെങ്ങനെ? സമൂഹഭാര, അത്യാവശ്യം പെരുമാറാളും ഭവനത്തിൽ വെക്കേണ്ടത് ഒളിച്ചു വെക്കേണ്ട സാധനമൊക്കെ പോയിട്ട് ഭാണ്ഡ കെട്ടിയിട്ട് ആ ഭാണ്ഡ തലയ്ക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. അത് കണ്ടുകൊണ്ട് സമൂഹഭാര, അങ്ങേ വലിയ ഭാരം ഒന്നും വിളിച്ച് വിളിക്കട്ടെ, ഉടക്കാ പോണ്, ഈ സ്ഥലം വിട്ടു പോകുന്നു, എന്താ കാര്യം? ഞാൻ പ്രത്യേകിച്ച് പോലെ ഞാൻ കൊച്ചിക്ക് സമയം കഴിയുമ്പോഴേക്കും ഇങ്ങനെ വരും. പിന്നെ എന്താ ഈ ഭാരത ഒന്ന് പോണ്? ഓ സന്ധ്യത്ര ചോര, ഇവിടെയൊക്കെ കള്ളന്മാരുണ്ട്. ഹേയ് ഇവിടെ പലരെയും കള്ളന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ കള്ളന്മാരുണ്ട് ആദ്യം കേട്ടു. എന്തുണ്ട് അതെ കേട്ടാ? എന്താ കള്ളന്മാരുണ്ടവിടെ? അത്ര ചോരാസന്ധി, ഇവിടെ മുഴുവനെ കള്ളന്മാരാന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആലോചിക്കാറുണ്ട്. എന്താ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത കാലമായിട്ടുണ്ട്. ഇപ്പം ആരെയും വിശ്വസിക്കുക ഒക്കെ കള്ളന്മാരാണ്. എന്തും കെട്ടുപോകും. ഇന്നേതില്ല, സ്വർണ്ണായാലും വേണ്ടിയ, വജ്രായാലും വേണ്ടിയ, വൈദൂര്യായാലും വേണ്ടിയ, ധാന്യങ്ങളായാലും വേണ്ടിയ, എന്ത് മാങ്കൂട്ടങ്ങളായാലും വേണ്ടിയ, വെട്ടമുട്ടാണ്, എന്ത് കൂട്ടായാലും വേണ്ടി, വൃക്ഷങ്ങളായാലും വേണ്ടിയ, തകളായാലും വേണ്ടിയ, വണ്ടികളായാലും വേണ്ടിയ, പുഷ്പമായാലും വേണ്ടിയ, താരായാലും കെട്ടുള്ളൂ. കള്ളന്മാരെ കണ്ടുപിടുള്ളൂ. താൻ വേണ്ടാത്ത വേണ്ടാന്ന് ഞാൻ പറയാതെ എൻ്റെ അനുഭവം പറയണേ. ഏതോ അങ്ങനെയല്ലേ ഇവിടെ കൃഷ്ണനോ നമുക്ക് എല്ലാവർക്കും സമ്മതനായിട്ട് നമ്മളെ രക്ഷിക്കാൻ വിചക്ഷണനായിട്ടുള്ള ആ സ്മരണയോഗ്യൻ നമുക്ക് എല്ലാവർക്കും ആ വേണ്ടത് മാത്രം പ്രധാനം ചെയ്ത് ശ്രീകൃഷ്ണ ബന്ധുവാൻ പഠിക്കേ. പിന്നെ എന്താണോ ഈ കഥമാരെ പഠിക്കേണ്ട ആവശ്യമാണെങ്കിൽ അയ്യോ കഷ്ടം. താനിത് പറഞ്ഞോ എന്നോട്? എന്താ വ്രതി ഖാലതി സസ്യജാതം, സസ്യജാതം ഖാലതി വ്രതി, സസ്യജാതത്തെ ഖാദനം ചെയ്യുന്നു വ്രതിയും എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ അത്യാവശ്യ പച്ചക്കറികളോ വ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യാനൊക്കെ പറയുമല്ലോ. കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൃഷി ചെയ്ത സ്ഥലത്ത് മറ്റുള്ള മൃഗങ്ങളോ പക്ഷികളോ ഒന്ന് അത് നശിപ്പിക്കാൻ നിശ്ചയിച്ച് അകത്ത് കിടക്കാതിരിക്കാൻ പ്രധാനമായിട്ട് വേലി കെട്ടുക എന്ന് പറയും. കേട്ടില്ലേ? ഇപ്പൊ വേലിയൊന്നും ഇല്ലെങ്കിലും എന്തുകൊണ്ടെങ്കിലും മറച്ച് കെട്ടുകയില്ലേ? ആ മറച്ച് കെട്ടിട്ട് പോയി കഴിഞ്ഞാൽ സമാധാനം. കുറച്ച് മക്കൾ മൂലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ ഉണ്ടാവുന്നത്. അതായത് ഈ പശുക്കളെ കൊണ്ട് മറ്റുള്ള ജന്തുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ലോ. പക്ഷെ ഇവിടെ നിന്ന് വിശ്രമിക്കാം, ഭവനത്ത് പോയിട്ട് ഇരിക്കുമ്പോ എന്താ അയ്യോ കഷ്ടം. എന്താ വേലി ഇങ്ങനെ ചാടിയിട്ട് ഉടവ് തിന്ന. എനിക്ക് മനസ്സിലായ വേലിയൊക്കെ ചാടും എന്നുവെച്ചാൽ രക്ഷക്കല്ലേ വേലിയിട്ടേക്കണേ. അതെ, മറ്റുള്ള ജന്തുക്കൾ തിന്നാതെ ഇരിക്കാനാണല്ലോ വേലി കെട്ടുക. അതെ, അത് രക്ഷിച്ചെടുക്കാൻ. അതെ, രക്ഷിച്ചെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചതാണ് ഇപ്പൊ തട്ടിയെടുക്കുന്നത്. ഏതോ എനിക്ക് മനസ്സിലായില്ല, അത്ര മനസ്സിലാക്കിയാൽ ഞാൻ പോവുക. ഒരാളല്ല, വർണ്ണയാമാസു ഇഷ്ടം പോലെ വർണ്ണിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ സത്രാജ്ഞാപുരന്തം സസ്ത്രീബാല തത്ര വൃദ്ധാക്രമേണ കർണേ കർണേ വർണ്ണയാമാസു യുദ്ധം നിർണീതാർത്ഥാസു സ്വധീവൃത്തിമൂല്യം. സത്രാജിത്തിൽ നിന്നുണ്ടായിട്ടുള്ള സംശയത്തിന്റെ ആ മുന മുകളുടെ അങ്കുരം, ആ മുള, സംശയത്തിൽ നിന്നുണ്ടായിട്ടുള്ള മുള എന്ന് പറയുമ്പോഴോ കൃഷ്ണനൊക്കെ ആയിരിക്കോ എന്നുള്ള സംശയം ഉണ്ടായത് ഭാര്യയോട് പറഞ്ഞ് അടുത്തുള്ളവരോട് പറഞ്ഞ് ക്രമത്തിൽ വ്യാപിച്ചപ്പോ കർണേ കർണേ വർണ്ണയാമാസു കർണനെ പൂർവ്വം വർണ്ണിക്കാൻ തുടങ്ങി. നിർണീതാർത്ഥസ്വധീവൃത്തിമൂല്യം, അവനവന്റെ ധീക്കും പ്രവൃത്തിക്കും തുല്യമായിക്കൊണ്ട് ഓരോരുത്തരും പറയാൻ തുടങ്ങി. എല്ലാവർക്കും പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. പറയണ കാര്യം വസ്തുനിഷ്ഠവും സത്യസന്ധവും ആയിക്കൊള്ളുന്നില്ല.
ഒന്നുമില്ല. അതിനെ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ, അതിന് ഉത്സാഹത്തോട് പറയുമ്പോൾ ഇല്ലാത്തതാണെങ്കിലും ഉള്ളതാണ് ബോധിപ്പിക്കാൻ പാകത്തിന് വർണ്ണിച്ചുകൊണ്ട് പറയുമ്പോൾ യഥാർത്ഥാണ് ബോധിപ്പിക്കാൻ കഴിവുള്ളൂ. ചിലപ്പോൾ യഥാർത്ഥാണെങ്കിൽ തന്നെ അതിനെ വസ്തുനിഷ്ഠമായിട്ട് പറയാൻ സാധിക്കാത്തവർ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ നുണയാൻ ബോധിക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചാണ്. ഉപകരണേ കർണേ വർണ്ണേ ആവാസു അവരവർ കേൾക്കുകയാണ്. അത് കേട്ട് 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 പറയുമ്പോൾ എന്താ അത് വർണ്ണിക്കാനുണ്ട്. അതെ, ഞാൻ നിശ്ചയിക്കണമെന്നില്ല, നേരമല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കുള്ളൂ. അതൊക്കെ വരുന്നത്. ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മൾ കൃഷ്ണനമ്പൂരി ഏത് നമ്മുടെ കൃഷ്ണനമ്പൂരി ഏത് മുമ്പത്തെ പോലെയല്ല, കുറേശ്ശെ മോശം താൻ വേണ്ടാത്തതാണ്. രാമൻ യോഗ്യന്മാരെ ഉപയോഗിക്കാം. അതെ, ഞാൻ യോഗ്യന്മാരെ അല്ലാതിട്ടല്ല, അവരെ ബഹുമാനായിട്ടല്ല, തനിക്ക് അബദ്ധം വരാതിരിക്കാൻ വേണ്ടി സൂചിപ്പിക്കാൻ മാത്രമേ. കൃഷ്ണനമ്പൂരി കുറേശ്ശെ മോശമുണ്ടെന്ന് എനിക്ക് വിശ്വാസമായി. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? എനിക്ക് അനുഭവം ഉണ്ടായ കൊണ്ടാണ്. എൻ്റെ ഇന്നത്തെ കുറച്ച് കാലത്തെ പഴക്കമുള്ള ശ്രമന്തകം വലിയവരായിട്ടുള്ള അവണപ്പലികളുണ്ട്. ആ അവണപ്പലികൾ ശേഷം അവിടെ കൊണ്ടുവെടുക്കാറുള്ളൂ. പലിക്ക് വൃത്തിയാക്കി വയ്ക്കുമ്പോൾ വെള്ളം പിടിക്കാതെ ഉണ്ട്. ശേഷം അമ്മ എടുക്കും, ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. ഈയിടെയായിട്ട് അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ട പോലെ പൂജിച്ച് ഈ ഉപേക്ഷനാക്കാൻ ബ്രാഹ്മണർക്ക് ആ വണപ്പലി കൊടുക്കാനുള്ള ചെയ്യാം. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. കണ്ടപ്പോൾ അതിന് വിദ്യാഭ്യാസമായി. ആ വണപ്പലി കുറച്ചു കാലം പഴക്കമുള്ള മാത്രമല്ല അതിൽ സൃഷ്ടി സമ്പ്രദായമൊക്കെ ഗെയിമാണ്, ഇരിക്കാനും ഗെയിമാണ്. തരുമോ ചോദിച്ചു. ഇത് വളരെ പഴക്കമാണ്. മുൻകസിന്റെ കാലത്തുള്ള ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്. കുറച്ച് വിഷമമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ പ്രവൃത്തി വ്യാപിച്ച് അടുക്കളയിൽ പോലും പോയി ചെയ്യുമ്പോൾ അദ്ദേഹം പൂജിച്ചു. പിന്നെ കണ്ടിട്ടില്ല. എന്ത് സെമന്തകം പേരായിട്ട് അവനെ പറയാ എന്നുവെച്ചാൽ കൃഷ്ണൻ നമ്പൂതിരി സെമന്തകം എന്നു പേരായിട്ടുള്ള അവണപ്പലയ കട്ടു. വെറുതെ ഞാൻ വെറുതെ പറയില്ല. പിന്നെ അവിടെ ആരും വന്നിട്ട് പിന്നെ ശേഷം കണ്ടിട്ടില്ല. എത്ര അവളെ പറയാ? എനിക്ക് പറയാണ്ട് എന്താണ്, എൻ്റെ അവിടെ ഒരു ഒരലുണ്ടാവും. എന്താ ഒരല് മനസ്സിലാവുകയും ചെയ്യാം. ആ ഒരല് വളരെ കാലം പഴക്കമാണ്. അതിന് പേര് സെമന്തകൻ എന്നായിരുന്നു. ആ സെമന്തകൻ എന്ന പേരായിട്ടുള്ള ആ ഒരല് വഴിക്കോട്ടാ വേണം. പിച്ചരായിട്ട് കേട്ടു വൃത്തിയാക്കിയിട്ട് ഞാൻ ഭൂമുഖത്തിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടിട്ടു. അത് ആ കൃഷ്ണയിൽ വളരെ പ്രധാനപ്പെട്ട യോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹം രാജശേഖരൻ കണ്ടപ്പോൾ ആ കല്ലെനിക്ക് തന്നെ കഴിയാവും. കൊണ്ടുപോകാൻ വിഷമമുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കി സമ്മതിക്കില്ല. ഞാൻ കൊടുക്കാൻ കൂട്ടാക്കില്ല. എന്താ കാരണം വെച്ചാൽ വളരെ പഴക്കമുള്ള സെമന്തകൻ അതിൻ്റെ പേരും. സെമന്തകൻ എന്ന പേരായിട്ടുള്ള ആ ഒരല് എന്താ തനിക്ക് വേണ്ടി പറയാം. ഞാൻ പറ്റി കേട്ട് പറയാം. ഇതുവരെ എവിടെയെന്ന് ഞാൻ ഇപ്പോഴേക്കും ഒന്നുമില്ല. സന്തോഷമായി. ഇത് കഴിഞ്ഞിട്ട് ഒരലിൻ്റെ കാര്യം തന്നെ അത് കാണാൻ ലഭിക്കുന്നത് എന്ന് വെച്ചാൽ കൃഷ്ണയ്യര് സെമന്തകൻ എന്ന പേരായിട്ടുള്ള ഒരല് കട്ടോണ്ടുപോയി. നമ്മുടെ കൃഷ്ണനായര് ഏത് കൃഷ്ണനായര്? നമ്മുടെ കൃഷ്ണനായര് ഒക്കെ നമ്മളില്ല. അതല്ലാതല്ല. അതിൻ്റെ അവിടെ ഒരു ഗെയിമായിട്ട് ഒരു ഒലക്കുണ്ടായിരുന്നു. ഒലക്ക് നെല്ല് കുത്താനും അരി പിടിക്കാനൊക്കെ ആയിട്ട് ഒലക്കാനൊക്കെ പറയും. അത് മുകളിൽ താഴ്ച തിച്ചുകൊണ്ട് ചിറ്റൊക്കെ ആയിട്ട് വളരെ കാലം പഴക്കതാ. അതിന് പേര് സെമന്തകൻ എന്നാ പേര്. എന്തിന്? ഒലക്കയ്ക്ക് പോകണം. വിഡിത്തം പറയണ്ടേ? വിഡിത്തല്ല, ഞാൻ ശരിക്കാൻ പറഞ്ഞു. ആ ഒരക്ക പതിവായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴേക്ക് പൊടി ചെറിയൊക്കെ വൃത്തിയായിട്ട് മൂടി വെച്ചിട്ട് ഭൂമിയിൽ പൊട്ടിച്ചാരി വെച്ചതാ. അപ്പോഴാണ് ആ കൃഷ്ണനെ ഒഴിക്കുന്നത്. വിശേഷം എപ്പോൾ കാണുന്നു. അത് അടുക്കളയ്ക്കൊന്നും കിടക്കാറില്ല. ഒടിക്കിലേക്ക് ഒട്ടും കിടക്കാറില്ല. നോക്കിയപ്പോൾ കണ്ടപ്പോൾ പുറത്തുള്ള അകത്തുള്ള സാധനം പുറത്ത് കണ്ടാൽ പിന്നെ ഇടയ്ക്ക് വേണം തോന്നി വാങ്ങുമോ. ഇപ്പം അധികം അകത്തുള്ളതൊക്കെ പുറത്ത് കാണിക്കാൻ സമ്പ്രദായക്കാരാവുകൊണ്ട് ഇപ്പം എല്ലാവർക്കും വേണം തോന്നി കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാൻ അനുഭവിക്കും. പിന്നെ അവസാനത്തെ കാര്യമല്ലോ അകത്തുണ്ടാകുന്നത് പുറത്ത് കൊണ്ട് വെച്ചപ്പോൾ ആ സാധനം തരില്ലാതെ കൊണ്ടപ്പോ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ആലോചിക്കുന്നുണ്ട്. ഗ്രാമീണന്റെ കാര്യങ്ങളൊക്കെ അകത്ത് കിടക്കുമ്പോൾ കൃഷ്ണൻ നായര് സെമന്തകൻ പേരായിട്ടുള്ള ഒലയ്ക്ക അതിന് ചോദിച്ചതിന് ശേഷം ഞാൻ കണ്ടില്ല. എന്ന് വെച്ചാൽ കട്ടുപോയി. സെമന്തകം കൃഷ്ണൻ കട്ടു. നായരെയും വേണ്ട, പാലയും വേണ്ട, പിഷാരിയും വേണ്ട, നമ്പൂരിയും വേണ്ട, അയ്യരെയും വേണ്ട. കർണേ കർണേ വർണ്ണയാമാസുരിത്തം. ഇപ്രകാരം പറയുമ്പോൾ എപ്രകാരം നോക്കുകയാണെങ്കിൽ അവനവന്റെ ബുദ്ധിക്കും ആ വർണ്ണിക്കാൻ കഴിവിനുമനുസരിച്ച് കൃഷ്ണൻ സെമന്തകം കെട്ടു, കൃഷ്ണൻ സെമന്തകം കെട്ടു. ഇത് ലോകം മുഴുവൻ പറയാതെ മാത്രമേ കുറച്ച് കഴിയുമ്പോൾ ഭഗവാന്റെ ചെവിയിൽ കേൾക്കുന്നുള്ളൂ. ഇതൊക്കെ സത്യം തന്നെയാണ്. അതും സന്നിധാനത്ത് സ്വർണ്ണക്കാരായി എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമല്ല. അതും കുറ്റം മുഴുവനെ മുഖ്യനായിട്ട് അവർക്ക് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി ഒന്നും അറിവില്ല. എവിടെ
അറിയില്ല, കട്ടോ അതും അറിയില്ല. കാണാതെ മിഠായി കക്കെന്നല്ലേ പറയാ. അതെ, എന്ത് സ്വർണം, എന്ത് സ്വർണം, അമൂല്യമായിട്ട് സ്വർണം. അത് എവിടെയുള്ള എത്ര മണിയാണ്. എന്ത് ശിവന്തൻ എന്ന പേര്. അതാര് കട്ടു? കൃഷ്ണൻ കട്ടു, കൃഷ്ണൻ ശിവന്തൻ കട്ടു. ഇതൊന്നും ലോകം മുഴുവനായിരുന്നു മാത്രമല്ല യാതൊരു സമാധാനമില്ലേ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പോൾ യോഗ്യനാണ്. അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ പിന്നേക്ക് പശ്ചാത്തലം ഉണ്ടാവും. ജനങ്ങള് ജനബോധ്യം എത്തിക്കണം ഹിന്ദു വിഷയം. അല്ലാതെ എൻ്റെ മുഖ്യനാണ് ഏമത്തെ കാലത്ത് അഹങ്കാരം കാലത്ത് ഞാൻ തന്നെ ഏവൻ സർവസ്വം അവധി എത്തി കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നതിന് ഉത്തമ ഉദാഹരണം ഭഗവാൻ ഇഷ്ടമല്ലേ. താൻ അങ്ങനെ ഇരിക്കല്ല വേണ്ടത്. താനല്ല കുറ്റക്കാരനെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ താൻ ഇറങ്ങി പ്രവർത്തിക്കുന്നു വേണം. എവിടെ പോയി, എവിടെ എങ്ങനെ നഷ്ടപ്പെട്ടു, ആരെടുത്താണ് അത് നഷ്ടപ്പെട്ടത് തന്നെയാണോ, വീട് പോയതാണോ, എവിടെയാണ് എന്ന് അന്വേഷിക്കാനായിക്കൊണ്ട് ആദ്യം ഒറ്റയ്ക്കൽ കൊടുക്കും. നല്ലൊരു പൂജ അറിയില്ല. സൈന്യങ്ങൾ അന്വേഷിക്കും. 10 കോടി സൈന്യങ്ങളോട് പുറപ്പെട്ട് എവിടേക്കെങ്കിലും പോയി അന്വേഷിക്കില്ല. അപ്പൊ മുഖ്യകാലം കാണാനില്ല. അന്വേഷണത്തെ വന്നാൽ കാണാത്ത സാധനം അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് അന്വേഷിച്ചിട്ട് കഴിയണം. ആരെങ്കിലും അന്വേഷിക്കാൻ വേണ്ടി ചോദിച്ചു കരുതോ. കഴിവ്, ബുദ്ധി, വിവേകം, തന്റെ ഇടം അത് എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു, നഷ്ടപ്പെടാനുള്ള കാരണം എങ്ങനെയാ, നഷ്ടപ്പെട്ടത് എവിടുന്ന ഇത്യാദികളൊക്കെ വേണ്ട പോലെ അർത്ഥവത്തായിട്ട് അന്വേഷിക്കുമ്പോഴാണ് ആ അന്വേഷണം വേണ്ട പോലെയുള്ളത്. അപ്പൊ വേണ്ടപ്പെട്ട മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുമല്ല, താൻ അന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ അതൊന്നും ഒത്തുവരുള്ളൂ. ഭഗവാൻ തന്നെ അന്വേഷിക്കാനായിക്കൊണ്ട് പുറപ്പെട്ട എവിടെയെങ്കിലുമല്ല ഏന പ്രസേനയാക അവിടെ യാതൊരു വഴിയിലൂടെയാണോ പ്രസേന സഞ്ചരിക്കേണ്ടായേ ആ വഴി കൂടെ തന്നെ ഭഗവാൻ അന്വേഷിച്ച് പോയപ്പോ അനവധി ദൂരം പോയപ്പോഴാണ് അവിടെ ആ ഒരു സിംഹം ചത്തുവെക്കുന്നത്. അതിന് തൊട്ട് കഴിഞ്ഞപ്പോഴത്തെ കുതിര എന്താ ജാമ്പവാൻ ആ വഴിക്ക് പോകുമ്പോ ആ സിംഹത്തിന്റെ പരാക്രമൊക്കെ കൊണ്ടു സിംഹം കുതിരയെ അടിച്ചു കൊന്ന് സത്രാജിത്തിന്റെ അന്യൻ പ്രസേനെ കൊന്നതിന് ശേഷം ആ തന്റെ ദംഷ്ട്രം കൊണ്ടും തന്റെ നഖങ്ങളെ കൊണ്ടും തട്ടി പോകുമ്പോ അതെന്താ മനസ്സിലായി, ഭക്ഷിക്കാനുള്ള സാധനമാണ് നിശ്ചയിച്ച് സിംഹം കടിക്കുമ്പോൾ തെറിക്കുമ്പോ വീണ്ടും ഓടിക്കുക, വീണ്ടും കടിക്കുക മാന്ത പറയും ചെയ്യുമ്പോ അത് കഴിക്കാനുള്ള ത്വരയോട് കൂട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തേജസ് തപ്പിയപ്പോ ജാമ്പവാൻ ഒരടിയോട് സിംഹത്തിനെ കൊന്നു കഴിഞ്ഞ് അപ്പൊ സ്വർണ്ണം എടുത്ത് ഗുഹയിൽ പോയപ്പോ ആ തേജസ് കൊണ്ട് അവിടെ എത്തിയൊന്നുണ്ടായി. അങ്ങനെ അന്വേഷിച്ച് കുതിരി ആ പ്രസേനും മരിച്ചിരുന്ന് കണ്ടപ്പോൾ പക്ഷേ കഷ്ടപ്പി ഓടിച്ചാ അപ്പൊ വേറെ പ്രതിന്യാസങ്ങൾ കണ്ടു. കാട്ടിലാണോ നോക്കിയപ്പോൾ വേറെ ജന്തു മനസ്സിലായി. ആ ജന്തു ഏതാ, അത് സിംഹാന്ന് മനസ്സിലായി. ആ സിംഹം എടുക്കാൻ പറഞ്ഞ അധികം ദൂരം പോയിട്ടില്ല. ആ സിംഹത്തിന്റെ പാതകൾ നോക്കി കൽപ്പാതീനത്തെ നോക്കി പോയപ്പോ അവിടെ വേറൊരു പാത ചെയ്യുന്നു. അപ്പൊ അത് എലിന്റെ മനസ്സിലായപ്പോ ഒരു വാനരത്തിന്റെ മനസ്സിലായി. അത് നോക്കി അവിടേക്കാൻ പോയപ്പോൾ നോക്കിയപ്പോ നേരെ ഗുഹയുടെ മുമ്പിൽ പോയി. ഗുഹയുടെ പോയപ്പോ ഇവിടെയാണ് എന്റെ പര്യവസാനം മനസ്സിലായപ്പോ ഭഗവാൻ സൈന്യങ്ങളൊക്കെ പുറത്തു നിർത്തി നേരെ ഉള്ളിൽ കണ്ടപ്പോ എന്തെന്നില്ലാതെ കണ്ട തേജസ് കൊണ്ട് അത് നിറഞ്ഞു വിഷയമുണ്ട്. അപ്പോഴാണ് ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ബോധ്യമുണ്ടെങ്കിലും അന്വേഷിച്ച് സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തുമ്പോഴാണോ വ്യക്തമായില്ല ഉറക്കൊരു സിംഹനാഥ ആ ഗുരുവിൽ. ആ സിംഹനാഥ പുറപ്പെട്ടപ്പോ അതിനേക്കാൾ പ്രതിധ്വനി പുറപ്പെട്ടു. അതോടുകൂടി ധാത്രി കുഴഞ്ഞു. ധാത്രിച്ചാൽ ഭൂമിയുടെ അർത്ഥമെങ്കിലും ഭൂമി ഇളക്കം ഭൂകമ്പം നയിച്ചാലും അതിലുപരി അകത്തുള്ള ധാത്രി കോറ്റമ്മ ജാമ്പവതി നോക്കാനായിക്കൊണ്ട് വേറെ അമ്മയുണ്ട്. അവള് ഈ സിംഹനാഥം കേട്ട് മോഹാത്സ്യപ്പെട്ട് വിടപ്പോഴാണ് തൻ്റെ പുത്രി ജാമ്പവാന്റെ പുത്രി ജാമ്പവതി അവളുടെ കയ്യിൽ കളിക്കാൻ സാധനമായിട്ട് ഇവിടെ കളിക്കാൻ പോയിട്ട് എത്താന്ന് മനസ്സിലായപ്പോ ഭഗവാൻ അതോടുകൂടി വീണ്ടും സിംഹനാഥം പുറപ്പെടുവിച്ചപ്പോ ആ ജാമ്പവാൻ തൻ്റെ ഗുഹറുള്ളിൽ നിന്ന് ശബ്ദം മാറ്റിയ അതോടുകൂടിയിട്ട് ആ ഭക്തോത്തമനായിട്ടുള്ള ജാമ്പവാൻ നേരെ ഭഗവാന്റെ മുമ്പിലേക്ക് ചാടി വീണ കുറച്ച് സമയം പ്രയോഗം കളഞ്ഞു. കൈകളെ കൊണ്ടും കാലിൻ്റെ മുട്ട് കൊണ്ടും അതുപോലെ തല കൊണ്ടും മുഖം കൊണ്ടും കൈത്തലം കൊണ്ടും ആ അക്ഷസ് കൊണ്ടും ഇതൊക്കെണ്ട ദ്വന്ദ്വയുദ്ധം. ഒരു ദിവസം 2 ദിവസമല്ല, 27 ദിവസം യുദ്ധം തുടങ്ങിയിട്ടും കഴിയില്ല. പ്രതിപക്ഷത്തിന് ശക്തി എത്രയുണ്ട്? ഇത്ര ശക്തി പ്രതിപക്ഷത്തിന് ഉണ്ടാവും ഇരിക്കില്ല. ഞാൻ എന്താ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനൊരു ആഘാതം
തനിക്ക് സംഭവിക്കാനുള്ളത് വിചാരിച്ചില്ല. ഏതാണ് പ്രതിപക്ഷം നോക്കാൻ നിശ്ചയിച്ച് പ്രായാധിക്യം കൊണ്ട് പിരിയൊക്കെ ഒന്ന് വീഴുന്നുണ്ട്. ആ ജാമ്പുവാൻ ആ പിരിയക്കുടിയൊക്കെ എടുത്ത് പൊന്തിച്ച് നോക്കിയപ്പോഴാണ് ഭഗവത് സ്വരൂപം ഭഗവതനായിട്ട് ജാമ്പുവാനെ കാണാൻ സാധിച്ചപ്പോ പ്രഭോ അടിയൻ അറിയാതെ എന്നത് അപരാധാനം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് സാക്ഷാത്രം നമസ്കരിച്ചപ്പോ നീ ജാമ്പുവാൻ അങ്ങ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കണ്ട. നല്ല വാക്കുകളെ കൊണ്ട് സാധുര്യത്തിലാക്കി സമാധാനിപ്പിച്ചപ്പോ തന്റെ ആ ഭഗവാന്റെ ആ ജന്മേനിയിലെ നിരവധി പ്രയോഗം താൻ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോ സ്യമന്തകരത്നം അദ്ദേഹത്തിന്റെയാണ് കൊടുത്തേക്കാം. ആ പരിഹാരമായിട്ട് തന്റെ പുത്രി ജാമ്പവതിയെ കൈ പിടിച്ച് ആ സന്തോഷിപ്പിക്കാനായി കൊണ്ട് ഭഗവാന്റെ കയ്യിലെ സ്വാമി അടിയന്റെ അറിവില്ലായതുകൊണ്ട് അടിയൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെ തിരുമേനിയിലെ അനവധി ദിവസം പ്രയോഗിക്കുണ്ടായി. ലക്ഷ്മിയെ അറിയാതെ കേട്ടത് അപരാധമേ, അതിന് പരിഹാരമായിട്ട് അടിയന്റെ പുത്രി ജാമ്പവതിയെ സ്വീകരിക്കണേ കന്യാദാനായിട്ട് ജാമ്പവതിയെ കൈ പിടിച്ചു കൊടുത്തപ്പോ ആ ജാമ്പവത സ്നേഹനായിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ആ സന്തകം ഭഗവാൻ കൊടുത്തപ്പോൾ ഭഗവാൻ സന്തുഷ്ടനായിട്ട് ഭഗവതനായിട്ട് ജാമ്പവാങ്കൽ നിന്ന് പുത്രിയായിട്ട് ജാമ്പവത കൈ പിടിച്ച് സ്യമന്തകവും സ്വീകരിച്ച് അവിടുന്ന് എത്തിനുള്ള പുറത്തു വന്നപ്പോഴോ സമാപ്യ സത്രാജിതം സദസിതമാഹൂയ മണിം അനന്തരം അതിനുശേഷം ഗുഹകളിൽ നിന്ന് വിനിർഗതനായതിനു ശേഷം ആ സൈന്യങ്ങളോട് കൂടി ക്രമത്തിൽ സഞ്ചരിച്ച് ദ്വാരകാരാജധാനിൽ എത്തിയപ്പോഴോ അവിടെ പലവർക്കും കാണിക്കാനില്ല. തന്നിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണല്ലോ താനാണ് കള്ളൻ, സ്വർണ്ണം കട്ട കള്ളൻ, കാണാനില്ല, പല വ്യാഖ്യാനങ്ങളുണ്ടായോ. അപ്പോ അതൊക്കെ വിദ്യാലയം ഉണ്ടാക്കി തീർക്കാൻ എന്താ വഴി? സത്രാജിതം സദസ്സിസമാഹൂയ, ആരോപിച്ച ആളെ സദസ്സിലേക്ക് ആനയിപ്പിക്കണ്ടേ? സഭ കൂട്ടിയിട്ട് ആരവിടെ സത്രാജിത്തിനെ അയച്ചു വരുത്തി സഭയിൽ വെച്ച് മണിയും പ്രാതാൽ മണിയെ പ്രദാനം ചെയ്തു. പ്രകാരത്ത് അങ്ങ് പലരോടും പറഞ്ഞ് ഞാനാണ് സ്വർണം കട്ട കള്ളൻ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി. ഞാനത് കേട്ടപ്പോൾ അന്വേഷിച്ച് പുറപ്പെട്ടപ്പോൾ സത്യത്തിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. അങ്ങനെ അനുജൻ പ്രസേനനെ കൊന്നത് സിംഹമാണ്. ആ സിംഹത്തിനെ കൊണ്ട് ജാമ്പുവാനാണ്. ജാമ്പുവാന്റെ ഗുഹയിൽ പോയിട്ട് ഞാൻ യുദ്ധം ചെയ്ത് ഞാൻ നേടിയിട്ടുള്ള സത്യത്തിൽ എന്റെയാണ് ഈ മണിപ്പോ. ഞാനാണല്ലോ അതിന് അർഹനായിട്ടുള്ളത്. അതല്ല ജാമ്പവതി ആ ജാമ്പുവാന്റെ പുത്രിയാണ്. ആ ജാമ്പവതിയെ സ്നേഹമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കില്ല. അങ്ങേക്ക് ഇരിക്കട്ടെ. ഞാൻ ലോഭത്തിന്റെ മനസ്സോടുകൂടിയാണ്. ആ കുട്ടിയെയും മര്യാദയും ആളാവുകൊണ്ട് സത്രാജിത്ത് ഭക്തത്വനാവുകൊണ്ട് ഭക്തവാത്സല്യം കാരണം സത്രാജിത്തിന് അഹങ്കാരത്തെ ഇല്ലാതെ ഉണ്ടാക്കി തീർക്കാനും ഒന്നുകൂടി പരീക്ഷിക്കാനായിക്കൊണ്ടും ആ സത്രാജിത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തപ്പോഴോ സ്വാമി അടിയുടെ ദുർബുദ്ധി കൊണ്ട് എന്തൊക്കെയോ വരുന്ന രാജകണ്ട് സംസ്ഥാനങ്ങൾ കൊടുക്കണേ, അങ്ങ് സ്വീകരിക്കൂ. തിരിച്ച് അതല്ല ഞാൻ അത് അങ്ങേക്ക് തരാൻ തന്നെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്രാജിത്തിന്റെ ദശീലവർഷവും വേറും പറയാനില്ല. സദസ്സ് വെച്ചിട്ടാണ് എല്ലാ ജനങ്ങളും അപാരവട്ടും ജനങ്ങൾക്ക് ഇടയ്ക്ക് സത്രാജിത്ത് തെറ്റിദ്ധരിച്ച് ഉണ്ടായതാണ് ബോധ്യം വന്നപ്പോ തന്റെ ആ സത്രാജിത്തിന്റെ സത്യാവസ്ഥ അറിയിക്കുന്നു. അവിടെ നിജാപരാധ ശമനായ നിജാത്മജം മൈനാസഹഭഗവതയെപ്രാതാൽ തന്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെ തന്റെ പരിഹാരത്തിനായിക്കൊണ്ട് താൻ ചെയ്ത അപരാഹത്തിന്റെ പരിഹാരത്തിനായിക്കൊണ്ട് ആ ശമന്തകത്വം സ്വീകരിച്ച് ആ പുത്രിയുടെ കയ്യിൽ കൊടുത്ത സ്ത്രീധനത്തോടു കൂടിയിട്ടുള്ള ആ സത്യഭാമയെ ഭഗവാൻകൾ ആ പ്രദാനം ചെയ്തപ്പോഴോ പൂർവാവസ്ഥയിൽ ഭഗവാനെ അമൂല്യമായിട്ടുള്ള ആ ശമന്തകരത്നം അതന്നെ ഭഗവാന്റെ കയ്യിൽ ആ ശമന്തകരത്തിന്റെ ആ യോഗ്യതന്നെയാണല്ലോ എപ്പോഴും കൂടെ ശോഭിക്കേണ്ട. കാരണം അവിടെ കിട്ടിയത് മാത്രമല്ല സത്യഭാമിയും സ്വീകരിച്ചു കഴിഞ്ഞു. സ്വീകരിച്ചപ്പോൾ ജാമ്പവതി ആദ്യം വിവാഹം കഴിച്ചു. പിന്നെയോ സത്യഭാമിയും കിട്ടി. രണ്ട് പ്രിയമ്മമാരെ മാത്രമല്ല എന്തിനാ പുറപ്പെട്ടത്? കളവിനെ ഇല്ലാതെ ഉണ്ടാക്കി തീർക്കാനല്ല, കളവ് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുറപ്പെട്ട അദ്ദേഹത്തിന് ഇപ്പൊ എന്തേതായേ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചു. അതോടുകൂട്ട് എന്താണ് കളവെന്ന് മനസ്സിലായി, ഏതൊക്കെ വഴിക്കാ പോയിരിക്കുന്നത് മനസ്സിലായി, ആ ശമന്തകർക്കും ആരുടെ കൈകളിലൊക്കെ പെട്ടുവെന്ന് മനസ്സിലായി. ജാമ്പവാൻ അതിന് പരിഹാരമായിട്ട് തന്റെ പുത്രിയും ജാമ്പവത സ്ത്രീധനായിട്ട് സമ്പാദിക്കാനുണ്ടാവുന്നു. അതിനുശേഷം സത്രാജിത്തിന് കൊടുത്തു. സത്രാജിത്ത് തന്റെ വരാത്ത സംരക്ഷണത്തിനായിക്കൊണ്ട് തന്റെ പുത്രിയായിട്ട് സത്യഭാമയോട് കൂടിയിട്ട് ആ ശമന്തകർക്കും സ്ത്രീധനായിട്ട് കൊടുത്തു. അപ്പോ രണ്ട് സ്ത്രീധനവും ഒന്നിന്റെ ആണെങ്കിൽ രണ്ട് തരത്തിലാണെങ്കിലും ആ സത്യഭാമിയും സ്വീകരിച്ചപ്പോ
കുറച്ചുകൂടി സന്തോഷമായി. കാരണം അന്യൂന പ്രേമ ഉല്ലാസമായിട്ടുള്ള മാനിന്യമാരാണ് രണ്ടുപേരും. ഏതേനാണെന്നറിയ നിശ്ചയില്ല. ജാമ്പൂതിയാണോ കേമോ സത്യഭാമിയാണോ കേമോ എല്ലാവരും കേമാണെങ്കിലും ആ സമയത്ത് നവോഢയായിട്ടുള്ള പ്രിയകന്മാരാണ്. വിവാഹം കഴിഞ്ഞ് നവോധുക്കളാകുമ്പോൾ കുറച്ചുകൂടിയധികം സന്തോഷവും ഉത്സാഹം ഉണ്ടാവുമല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടു പ്രിയകന്മാരെയും സംപ്രീതരാക്കി തീർക്കാനായിക്കൊണ്ട് അത്യാവശ്യം നന്ന ബുദ്ധിമുട്ടി എന്ന് പറയാൻ പറ്റും. അതുമില്ല. സത്യഭാമിക്ക് തോന്നുമ്പോഴോ തന്റെ പ്രിയകനാണ്, ആ ജാമ്പൂതിക്ക് തോന്നുമ്പോഴോ തന്റെ പ്രിയകനെയാണ്. രണ്ടാൾക്കും എത്രയാണ് സന്തോഷം പ്രധാനമെന്ന് വാക്കോട് വർദ്ധിക്കാൻ വയ്യ. അവരാൽ ഭഗവാൻ എത്ര പ്രീതി ഉണ്ടായിരിക്കുന്നത് അത് വർദ്ധിക്കാൻ വയ്യ. രണ്ട് ഭാര്യമാരോട് സത്രായത്തിനെ ക്ഷണിച്ചു വെച്ചിട്ട് സത്രായത്ത് ഇത് അങ്ങനെ തന്നെ എനിക്ക് അതല്ല, അങ്ങനെ എന്നെ ഭേദം ഞാനല്ല. സ്വർണ്ണമൊക്കെ ആകുമ്പോൾ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. ഇതുവരെ എല്ലാം ഇവിടെ സ്വർണ്ണമയായിരുന്നു ഇല്ലേ? ഗോപുരങ്ങളായാലും ഇല്ല, മന്ത്രികളായാലും ഇല്ല, ഘടകങ്ങളായാലും ഇല്ല. ഓരോ ഭാഗത്തും നമ്പ്യങ്ങളും നൂതനങ്ങളുമായിട്ടുള്ള വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടത് ദ്വാരകാന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ വിധാനക്കാരുടെ വിത്രങ്ങളൊക്കെ പറഞ്ഞു. നമ്പ്യങ്ങളും നൂതനങ്ങള്, അമ്പരലിപ്പികള്, സ്വർണ്ണങ്ങളുടെ സമുച്ചയങ്ങൾ എത്രയെന്ന് പറയാനില്ല. അതൊക്കെ ആണെങ്കിലും അത് പ്രവേശന കവാടത്തിൽ മാത്രമുള്ള പ്രവേശം. ഒരു മതിലല്ല, ഒരു കടങ്ങല്ല, ഒരു ഗോപുരല്ല, 7 മതില്, 7 കടങ്ങ്, 7 ഗോപുരം. ഓരോ ഭാഗത്തും ദ്വാരപാലകന്മാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വർണ്ണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തെറ്റിരിക്കലും വേണ്ട. അതൊക്കെ ഏതേതാ കേമെന്ന് പറയാൻ പറ്റിയ അത്രയും കേമായിട്ടുള്ള വിധാനകാല വിതരങ്ങളായി നവ്യങ്ങളായി നൂതനങ്ങളായിട്ടുള്ള ആ പുതിയ പുതിയ ആശയങ്ങളെ കൊണ്ട് സമ്പന്നായിത്തീരും. അതാണുള്ള വിശ്വകർമാവിന്റെ സൃഷ്ടിന്റെ കേമ. അത് കേമായിട്ട് സൃഷ്ടിക്കൊണ്ട് അത്ഭുതാവഹങ്ങളായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ട ദ്വാരക പ്രതിദിനം ശോഭാതിശയം കൊണ്ട് സമ്പന്നമാകുമ്പോൾ 2 ഭാര്യമാര് നവോഷകളായിട്ടുള്ള വീരന്മാര് ആ 2 ഭാര്യമാരെയും കൂടി സന്തോഷിപ്പിച്ചുകൊണ്ട് സകല ജനങ്ങൾക്കും പാഠം പഠിപ്പിച്ചുകൊണ്ട് എന്നുവെച്ചാൽ കള്ളൻ പറയാൻ പാടില്ല, കട്ടു എന്ന് പറയാൻ പാടില്ല. വെച്ചാൽ അത് യഥാർത്ഥത്തിൽ എവിടുന്നാണ് മോഷണം പോയി, എന്താണ് ഉണ്ടായി, എങ്ങനെയാണ് പോയി എന്നുള്ളത് ഭഗവാൻ ആ ചീത്തപ്പേരി കഴിയും. വിദ്യശസ്സാകുന്ന ചളിയെ തന്റെ പരിശ്രമമാകുന്ന വെള്ളം കൊണ്ട്, ഉത്സാഹമാകുന്ന കോയം കൊണ്ട്, ഉത്സാഹിച്ച് പുറപ്പെടുമ്പോഴാണല്ലോ കാര്യം നോക്കുക. ഉത്സാഹമാകുന്ന വെള്ളം കൊണ്ട് തനിക്ക് ഏറ്റിട്ടുള്ള ആ കളവ് എന്നുള്ള ആ ചളിയെ ക്ഷാളനം ചെയ്ത് യശസ് പൂർവാധികം പ്രക്ഷോഭിതമാക്കി തീർക്കാനായിക്കൊണ്ടുള്ള കാരണം ഉത്സാഹിച്ച് പുറപ്പെടുന്നതിനെ. ഞങ്ങളുടെ പരാജയപ്പെട്ടു നിശ്ചയിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഉത്സാഹിച്ച് പുറപ്പെടുമ്പോൾ അത് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ജനസമ്മതമായി തീരുമ്പോഴാണ് ഏതൊരു പ്രവൃത്തിയും ധന്യമായി തീരുക. അല്ലാതെ താൻ കേമാവരണം അഹങ്കരിച്ചിരുന്ന് കഴിഞ്ഞാൽ അത്രത്തിന് ഉണ്ടാവില്ല. ഇത് ഭഗവാൻ അതുകൊണ്ട് കർഷിക്കുന്നവനാണല്ലോ. കൃതാതു നകാരാഭ്യാന്നൊക്കെ ശ്രീകൃഷ്ണൻ, മാധവൻ, ഗോവിന്ദൻ, അച്യുതൻ, തുതിയില്ലാത്തവൻ, കളവില്ലാത്തവൻ, ചെയ്യുന്നത് മുഴുവൻ കളവ്, ദേവനെ ചെയ്യുന്നവൻ, പീഡിക്കുന്നവൻ, പല പേരും പല അർത്ഥമൊക്കെ ഉണ്ടെങ്കിലും പരമ്പമാനായി ആദ്യന്തരഹിതനായി ഭക്തന്മാർക്ക് മുഖ്യബന്ധുവായി വേറെ ആരാ ബന്ധുച്ചാര തന്റെ ആപൽഘട്ടങ്ങളിൽ മാത്രമേ ഇപ്പോഴും ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ, സാന്നിധ്യം ഉണ്ടെങ്കിൽ സാധ്യമായി തീരാൻ സാധിക്കാത്ത ഒന്നുമില്ല. അങ്ങനെയുള്ള പരമഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞ ആ ഭഗവാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് സർവന്മാർക്കും ഏകാന്ത ബന്ധുവായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയോടും ജാമ്പവതിയോടും മറ്റു ബന്ധുക്കളോടും സൈന്യങ്ങളോടും ഭക്തന്മാരോടും പോയിട്ട് ദ്വാരകയിൽ അയവിടെ സന്തോഷത്തോടുകൂടും മണ്ണം വർത്തിപ്പൂർവ്വം ചെയ്തത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. സമ്പൂരിയായ ഉത്തരനെ നാരായണീയത്തോടെ ലഭിച്ചു. ചാക്യാർകൂത്ത് എന്ന ലോകത്തിലെ ആദ്യത്തെ കലാരൂപമായ സംസ്കൃതം, പ്രാകൃതം, മലയാളം എന്നീ ഭാഷകളെ കൊണ്ട് ശ്ലോകം ഗദ്യങ്ങളും ഉദ്ഘോഷിച്ചുകൊണ്ട് നിരവധി കഥകളെ അവതരിപ്പിക്കുന്ന ചമ്പുകാവ്യം. അതാണ് ഭക്തോത്തമനായ ഭക്തപാദ നാരായണ ഭട്ടതിരിപ്പാട് വിരചിച്ചിട്ടുള്ള പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന ചമ്പുകാവ്യങ്ങൾ. ഗദ്യവും പദ്യവും കൂടിയുള്ള കാവ്യങ്ങളാണ്. അത്
ചാക്യാന്മാരുടെ കയ്യിലായിരുന്നു ആദ്യം. അത് ക്രമത്തിൽ പഠിച്ച് അനവധി നഷ്ടപ്പെടുകയുണ്ടായെന്ന് കേട്ടില്ലെങ്കിലും കുറേയധികം പ്രബന്ധങ്ങൾ പഠിക്കാനും പറയാനും പ്രവർത്തിക്കാനും ആസ്വദിക്കാനും കാലം സാധിക്കാത്ത ഇളവിൽ, അതായത് പഠിക്കുമ്പോൾ പഠിക്കാൻ കുട്ടികളില്ലാണ്ട് വരിക, പഠിച്ചത് അവതരിപ്പിക്കാൻ സാധിക്കാണ്ട് വരിക, അവതരിപ്പിക്കുമ്പോൾ അവസരം കിട്ടാണ്ട് വരിക, അവസരം കിട്ടുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ആസ്വാദകരില്ലാണ്ട് വരിക, ആസ്വദിക്കാൻ കഴിവില്ലാതെ വരിക, നിരവധി ഘടകങ്ങളുണ്ടെങ്കിലും സംഭവിച്ചതായിട്ടുള്ള സഭാവാസികൾ ഗുരുവായൂർ വെച്ച് ഇന്നത്തെ ദിവസം അധികം ആരും പറയാത്തും പട്ടിരിപ്പാട് എഴുതിയിട്ടുള്ള സെവന്തം എന്നുള്ള ചമ്പുകാവ്യമാണ്. ഞാനും ഒരു 10-12 പ്രാവശ്യം ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇന്നത്തെ ദിനം ഞാനിത് ഏതാ വേണ്ടത് ശരിയാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ ഇതെന്നെ തോന്നിപ്പിക്കുന്നതായി. ഒരു ദിവസം കൊണ്ട് കഴിയുന്നില്ല, ഓരോരോ പദങ്ങളും വ്യാഖ്യാനിച്ച് എല്ലാ പദങ്ങളും പറയുമ്പോഴേക്കും നിരവധി സമയമാണ്. ഇന്നത്തെ ഞാൻ ചുരുക്കി ഏകദേശം ആ കഥ പൂർണ്ണമാക്കി തീർത്തു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിസ്തരിച്ചാൽ കഴിയാത്ത കൊണ്ട് ശ്രമന്തം എന്നതിൻ്റെ അമൂല്യ പ്രഭ നമ്മൾക്ക് ഏകദേശം മനസ്സിൽ ലഭിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഭഗവാസ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതിനെ നേടിയെടുക്കുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ വിജയമാഷോടും മറ്റ് ദേവസ്വം അധികാരികളോടും നന്ദി പറയുന്ന ആവശ്യത്തേക്ക് കൂടി അവരുടെ കടമയാണെങ്കിൽ കൂടി ഞാൻ പ്രത്യേകിച്ച് എന്നെ തിരഞ്ഞെടുത്തതിൽ ചാക്യാർകൂത്ത് അനവധികളായിട്ടുകൂടി ഉണ്ടാവാറില്ല. അത് വീണ്ടും തുടങ്ങി വെച്ചതിൽ സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ആസ്വദിക്കാനും നിരവധി കലകളൊന്നുമില്ലെങ്കിലും ഏറ്റവും പഴക്കമുള്ള കലാരൂപം അനവധി കാലത്തെ പ്രയത്നം കൊണ്ടും പരിചയം കൊണ്ടും മാത്രം സുലഭ്യമായി തീരുന്ന ഈ കലാരൂപം ആസ്വദിക്കാൻ വിരളമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെങ്കിലും ഈ സമയത്ത് കുറച്ചെങ്കിലും ആസ്വാദകരുണ്ടായത് ഭഗവാന്റെ കൃപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സൗഖ്യങ്ങൾ പ്രദാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.